ഗൈസ്, ഹലോ ഹലോ. എല്ലാവർക്കും ഓഡിബിൾ ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കൊരു 7:10 ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചുകൂടെ വരാനുണ്ട്. ഓക്കെ, ഒരു 7:10 വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഹായ് ഓൾ. ഹോപ്പ് യു ഹാഡ് എ വണ്ടർഫുൾ ഈവനിങ് ടുഡേ. സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ പറ്റി പറയാം. എൻ്റെ പേര് അഭയ്. ഞാൻ സബ്സി സൊല്യൂഷൻ എന്ന് പറയുന്ന IT കമ്പനിയിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ്. ആൻഡ് നമ്മളിന്ന് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുവാണ്. അത് സ്കോപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു IT ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മളിന്ന് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഞാൻ 2+ ഇയേഴ്സ് ആയിട്ട് സബ്സി സൊല്യൂഷൻ എന്ന് പറയുന്ന IT കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ്. ആൻഡ് നമ്മൾ IT കമ്പനി സബ്സി സൊല്യൂഷൻ 18 ഇയേഴ്സ് ആയിട്ട് IT ഫീൽഡിലുള്ള കമ്പനിയാണ്. ആൻഡ് നമ്മുടെ സ്കോപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്ച്വലി 10 ഇയേഴ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഞാൻ അതിന്റെ ട്രെയിനറുമാണ്. അതേപോലെ സബ്സി സൊല്യൂഷൻ IT കമ്പനിയുടെ എംപ്ലോയി ആണ്. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ആണ്. സോ നമ്മൾ ഇന്നത്തെ സെഷൻ ബേസ്ഡ് ഓൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. സോ അതിന് മുന്നേ തന്നെ നമ്മുടെ ഈ വെബിനാറിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി പറയാം. ഓക്കെ, നിങ്ങളിപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ ഓഡിയൻസ് ഫുൾ ചിലപ്പം പല കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കാം. അതായത് ഇപ്പം ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാരായിരിക്കാം, അതേപോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം, പഠിക്കുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കാം. പക്ഷേ മോസ്റ്റ്ലി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അതായത് ഇപ്പം പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ത് പഠിക്കണം, അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കാം മോസ്റ്റ്ലി. സോ ഇപ്പോൾ ഇവിടെ ഈ വെബിനാറിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്തിനെ പറ്റി കൺഫ്യൂഷൻ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത് എന്ത് ചെയ്യണമെന്ന് പറ്റിയിട്ടുള്ള കൺഫ്യൂഷൻ ആയിരിക്കും ഇപ്പോൾ.
ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു ജോലി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്കില്ലില് സ്പെഷ്യലൈസ്ഡ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഒരു ജോലിയിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ ഒരുപാട് ഫീൽഡ് ഉണ്ട്, ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫീൽഡ് ഉണ്ട്. പക്ഷേ ഇതില് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫീൽഡ് ഏതാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൺഫ്യൂഷൻ ആയിരിക്കും മോസ്റ്റ്ലി മെജോറിറ്റി ഓഫ് ആൾക്കാർക്കുള്ളത്. അത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പം ഒരു അഡ്വൈസ് പോലെ പറയുന്നതല്ല, ഞാൻ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്. സോ നമ്മൾ എപ്പോഴും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീൽഡ് എന്ത് ചെയ്യാം, എപ്പോഴും തിരഞ്ഞെടുക്കുക. ഇതിപ്പോ നമ്മൾ വേറെ ആർക്കെങ്കിലും, മോസ്റ്റ്ലി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേറെ ആർക്കെങ്കിലും ഒരു സജഷനോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പൊ ഏത് കോഴ്സ് എടുത്ത് പഠിക്കണം അല്ലെങ്കിൽ ഏത് ഫീൽഡ് തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ ആർക്കെങ്കിലും ആയിരിക്കും സജഷൻ ചോദിക്കുന്നത്. പക്ഷെ അവരിൽ നിന്ന് കിട്ടുന്ന സജഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന്റെ ബേസിൽ പറയുന്നതായിരിക്കാം. ഓക്കെ, പക്ഷെ ഒരിക്കലും നമുക്ക് അവരുടെ ഇൻട്രസ്റ്റ് നമ്മളുടെ ഇൻട്രസ്റ്റ് ആവണമെന്നില്ല. ഓക്കെ, അപ്പൊ നമ്മളെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പല കോഴ്സ്, അല്ലെങ്കിൽ പല കോഴ്സ് അങ്ങനെയല്ല, പല ഫീൽഡ് ഏതൊക്കെയാണ് എന്ന് നോക്കിയിട്ട് നമുക്ക് സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിച്ചാലേ നമുക്ക് ഇൻട്രസ്റ്റോട് കൂടി നമുക്ക് നമ്മുടെ ഒരു കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പൊ വേറെ ആരെങ്കിലും താല്പര്യപ്രകാരം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കോഴ്സ് എടുത്തു, ഓക്കെ, ഇപ്പം ഇതൊരു സ്കോപ്പ് ഉള്ള ഫീൽഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും സജസ്റ്റ് ചെയ്യുന്നു, നമ്മൾ ചിലപ്പോൾ എടുക്കുന്നു. പക്ഷെ നമുക്ക് ചിലപ്പോൾ സ്യൂട്ടബിൾ ആയിരിക്കത്തില്ല. ഓക്കെ, ബാക്കിയുള്ളവർ സജഷൻ എന്ന് പറയുന്നത് അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് വെച്ചിട്ട് പറയുന്നതായിരിക്കാം. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ പേഴ്സണൽ ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പം പല കാര്യങ്ങളിലായിരിക്കും ചിലപ്പം ഇൻട്രസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ പല കാര്യത്തിലായിരിക്കും സ്കില്ല് വരുന്നത്. ചിലവരിപ്പം പ്രോഗ്രാമിംഗിൽ സ്കില്ലുള്ളവരായിരിക്കാം, അതേപോലെ ചിലവർ ചിലപ്പോൾ ഡിസൈനിങ്ങിൽ സ്കില്ലുള്ളവരായിരിക്കാം, ചിലവർ ചിലപ്പം ടീച്ചിങ്ങിൽ സ്കില്ലുള്ളവരായിരിക്കാം. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻട്രസ്റ്റ് എന്താണ്, നമ്മളെ സ്കിൽ എന്താണെന്ന് ആദ്യം എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ നമുക്ക് മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണോ നമ്മൾ അത് തിരഞ്ഞെടുത്ത് അതിലൊരു കരിയർ മുന്നോട്ട് കൊണ്ടുപോയാലേ നമുക്ക് ഇൻട്രസ്റ്റോട് കൂടി നമുക്ക് നമ്മളെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോ ഒരു കരിയർ ഇപ്പൊ ചൂസ് ചെയ്യുവാണെങ്കിൽ പിന്നെ ഇൻ ബിറ്റ്വീൻ ഇപ്പൊ ഒരു 2 ഇയേഴ്സ് 3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അത്രയും ബിൽഡ് ചെയ്ത് ഒരു കരിയർ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇത് ബിൽഡ് ചെയ്ത് അത്രയും കൊണ്ടെത്തിച്ചിട്ട് പെട്ടെന്ന് ഒരു സ്വിച്ച് ചെയ്യാന്ന് പറയുന്നത് അത് ഒട്ടും പ്രാക്ടിക്കൽ അല്ല. സോ ഇപ്പൊ നമ്മളൊരു കരിയർ സെലക്ട് ചെയ്യുവാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഫീൽഡിലാണ് സ്യൂട്ടബിൾ എന്ന് സ്വിച്ച് ചെയ്ത് തീരുമാനിച്ചിട്ട് പിന്നീട് സ്വിച്ച് ചെയ്യുന്നത് പ്രാക്ടിക്കൽ അല്ല. സോ ആദ്യമേ തന്നെ നിങ്ങൾ ഫുൾ ആയിട്ടും എക്സ്പ്ലോർ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ സ്കിൽ എന്താണ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്തിനാണെന്നുള്ളത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മൾ സ്കോപ്പിന്റെ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത്. അതായത് വെബിനാർസിൽ നമ്മളിപ്പം എല്ലാ തേഴ്സ്ഡേയ്സും നമ്മൾ ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഓരോ കോഴ്സിന്റെ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു വെബിനാർസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാവരും ഓരോ വെബിനാർസിനും വന്ന് അറ്റൻഡ് ചെയ്യുക. അപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വന്ന് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പല കോഴ്സിന്റെയും പല ടോപ്പിക്സ് ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും, ഇപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഒരു 15 മിനിറ്റ് ഒരു 20 മിനിറ്റ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പം ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ബാക്കി നിങ്ങൾ ഉള്ള വെബിനാർസ് എല്ലാം അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഏതിനാണോ ഇൻട്രസ്റ്റ് കൂടുതൽ എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഓക്കെ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫീൽഡ് ഇതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പല രീതിയിലുള്ള കോഴ്സ് അല്ലെങ്കിൽ പല പ്ലാറ്റ്ഫോംസ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. സോ കമ്മിങ് വെബിനാർസിൽ എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അതാണ് എനിക്ക് നമ്മളെ വെബിനാറിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് നമ്മളെ സെഷനിലോട്ട് വരാം. നമ്മളെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവിടെ നിൽക്കട്ടെ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ടേം നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മളൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസസ്, അതായത് ഒരു കമ്പനി മെയിൻ ആയിട്ട് നമുക്ക് ഓഫർ ചെയ്യുന്നത് ഒന്നുകിൽ ഒരു പ്രോഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സർവീസ് ആയിരിക്കാം ഒരു കമ്പനി എന്ത് ചെയ്യുന്നത്, ഓഫർ ചെയ്യുന്നത്. സോ നമ്മളിപ്പോ ഒരു കമ്പനി ഇട്ട് നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ നല്ല പ്രോഡക്റ്റും നല്ല സർവീസും ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിച്ച ഓഡിയൻസിലോട്ട് എത്തിയില്ല എങ്കിൽ നമ്മൾ ഈ സർവീസ് അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോഡക്റ്റ് എടുത്ത് വെച്ചിട്ട് നമ്മളിപ്പോ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അതിലെന്ത് വരുന്നില്ല, യൂസ് വരുന്നില്ല. അത് നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഓഡിയൻസിലോട്ട് എത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് വരത്തുള്ളൂ, അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് വരത്തുള്ളൂ. അതായത് ഫൈനൽ ഔട്ട്പുട്ട് എന്ന്, മാർക്കറ്റിംഗിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഓഡിയൻസിലോട്ട് എന്ത് ചെയ്യണം, എത്തിക്കണം. നമ്മുടെ കമ്പനീനെ പറ്റി, നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി, നമ്മുടെ സർവീസസിനെ പറ്റി നമ്മൾ ആൾക്കാരിലോട്ട് എത്തിക്കുന്ന ആ പ്രോസസ്സും കാര്യങ്ങളും അതേപോലെ ടെക്നിക്സും എല്ലാം ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പ്രൊമോഷൻ ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഓഫ് എ കമ്പനി. ഓക്കെ, അതാണ് നോർമൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൈമിൽ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ സെയിം മെത്തേഡ്സ് നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ചെയ്യുന്നു. ഒരു ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് സോഴ്സ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സോഴ്സ് വഴി നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെയാണ് സിംപ്ലി എന്തെന്ന് പറയുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വെബ്സൈറ്റ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി മാർക്കറ്റ് ചെയ്യാം. അതേപോലെ ഒരു ഇമെയിൽ സോഴ്സ് വഴി അല്ലെങ്കിൽ ഒരു ഇമെയിൽ കമ്പോസർ വഴി നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ചെയ്യാം. ഇതെല്ലാം ഒരു ഓൺലൈൻ ചാനൽസ് ആണ്.
സോ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ മാർക്കറ്റ് ചെയ്യാം. സോ ഓൺലൈൻ ചാനൽസ് വഴി മാർക്കറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, നോർമലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ നോർമൽ മാർക്കറ്റിംഗ് പ്രോസസ്സ്, അതായത് ഇപ്പം ഓഫ്ലൈൻ, നമുക്ക് സിംപ്ലി ഓൺലൈൻ മാർക്കറ്റിംഗ് എന്നും ഓഫ്ലൈൻ മാർക്കറ്റിംഗ് എന്നും പറയാം. ഓഫ്ലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഓഫ്ലൈൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ പണ്ടോടെ ചെയ്തു വരുന്ന ടെക്നിക്സിനെയാണ് ഓഫ്ലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നോർമൽ മാർക്കറ്റിംഗിന് വേണ്ടി ചെയ്യുന്ന നമ്മൾ പരസ്യം കൊടുക്കുക, പത്രത്തിൽ പരസ്യം കൊടുക്കുക, റേഡിയോ ആഡ്സ് കൊടുക്കുക, അതേപോലെ നമ്മൾ പോസ്റ്റർ ഒട്ടിക്കുക, ഫ്ലെക്സ് ഒട്ടിക്കുക, ബാനർ ഒട്ടിക്കുക, ഇതൊക്കെയാണ് പഴയ കാലത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓഫ്ലൈൻ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് പറയുന്ന ടേം എന്ന് പറയുന്ന ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്നാണ്. ഓക്കെ. ഇനി ഓൺലൈൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി എന്ത് ചെയ്യുന്നു. ഓക്കെ. ഇത്രയൊരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ. ഡിജിറ്റൽ മാർക്കറ്റിംഗും ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം, ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണോ കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെയും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെയും ഡിഫറൻസ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ. മെയിൻ ആയിട്ടും ഞാൻ പറഞ്ഞല്ലോ, ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓഫ്ലൈൻ പർപ്പസ് വഴി ചെയ്യുന്നതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ത്രൂ മെയിൻ ആയിട്ടും ടെലിഫോൺ ആഡ്സ് അല്ല, ന്യൂസ് പേപ്പർ ആഡ്സോ റേഡിയോ ആഡ്സോ അല്ലെങ്കിൽ പുറത്തൊക്കെ ബാനേഴ്സോ ഫ്ലെക്സോ കാര്യങ്ങളൊക്കെ കൊടുത്ത് യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. സെറ്റ് ഓഫ് ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ അകത്ത് വരുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തിന്റെ അകത്ത് വരുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അകത്ത് വരുന്നത്. ഇനി ഇതിന്റെ ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെയും ഡിജിറ്റൽ മാർക്കറ്റിംഗിനും ഏറ്റവും എളുപ്പത്തിൽ റീച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ത്രൂ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു റീച്ച് എന്ന് പറയുന്നത് നമുക്ക് വേൾഡിലെ ഏതൊരു ടൈപ്പ് ഓഫ് പോപ്പുലേഷനിൽ വേണമെങ്കിലും എത്തിക്കാം. ഇപ്പൊ നമ്മളിപ്പം കേരളത്തിൽ ഇരുന്നാണ് മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കിപ്പം ദുബായിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഏത് രാജ്യത്താണെങ്കിലും ഏത് ലൊക്കേഷനാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ കണ്ടന്റ് യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാം. പക്ഷേ ഇത് ഒരിക്കലും ട്രഡീഷണൽ മാർക്കറ്റിംഗിന് ആപ്ലിക്കബിൾ ആവത്തില്ല. അതായത് നമ്മൾ ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്, നമ്മൾ ഇൻ പേഴ്സൺ അവിടെ പോയാൽ മാത്രമേ, ആ സ്പെസിഫിക് ലൊക്കേഷനിൽ പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇൻ പേഴ്സൺ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഏതൊരു ലൊക്കേഷൻ ഇരുന്നിട്ടാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ലൊക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിംഗ് ചെയ്യാവുന്നതാണ്. ഓക്കെ. നമുക്ക് ഏതൊരു ലൊക്കേഷനിൽ വേണമെങ്കിലും നമുക്ക് ഇൻ പേഴ്സൺ പോവാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിംഗ് ചെയ്യാം. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഏതൊരു ലൊക്കേഷൻ വേണമെങ്കിലും ഏതൊരു ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിംഗ് ചെയ്യാം. രണ്ടാമത്തേന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി, ഇനി രണ്ടാമത്തെ മാർക്കറ്റിംഗിന് എന്തായിരുന്നാലും കോസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ കമ്പാരിറ്റീവ്ലി ഏതിനായിരിക്കും കോസ്റ്റ് കൂടുതൽ അല്ലെങ്കിൽ ഏതിനായിരിക്കും കോസ്റ്റ് കുറവ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ബേസിക്കലി ഡിജിറ്റൽ മാർക്കറ്റിംഗിനായിരിക്കും കോസ്റ്റ് എഫക്റ്റീവ് അല്ലെങ്കിൽ കോസ്റ്റ് അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഏറ്റവും കുറവ് എപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരിക്കും. കമ്പാരിറ്റീവ്ലി നമ്മൾ എന്ത് നോക്കുമ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നോക്കുന്നു. അതായത് ഇപ്പം നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഞാൻ ഇപ്പം ഒരു കമ്പനിക്ക് വേണ്ടി ഒരു അഡ്വർടൈസിങ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇപ്പം ഒരു 100 നോട്ടീസ് അടിച്ചിട്ട് ഞാൻ അത് ഒരു 100 പേർക്ക്, അതായത് നമ്മൾ ഈ വഴിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഓരോ ആൾക്കാർ പ്രൊമോഷണൽ ഫ്ലയേഴ്സ് ഒക്കെ തരത്തില്ലേ, നോട്ടീസ് ഒക്കെ തരത്തില്ലേ, അതിപ്പം എനിക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറയുവാണ്. അപ്പൊ നമ്മൾ ഈ 100ഉം 200ഉം 1000 കോപ്പീസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അതിനൊരു എമൗണ്ട് ആണ്. ഓക്കെ. ഇനി നമ്മൾ പല സ്ഥലങ്ങളിലായിരിക്കും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന, പല പല ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഇതിലിപ്പം എത്ര പേര് വായിക്കുന്നത്, ഇപ്പൊ എത്ര പേര് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെത്തേഡ് വഴി നമ്മളിപ്പം ഒരു ഫ്ലയർ ചെയ്യുവാണ് അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് എത്ര ഓഡിയൻസിലോട്ടാണോ വേണ്ടത് അവരിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു 1000 ഫ്ലയർ അല്ലെങ്കിൽ ഒരു 100 ഫ്ലയർ ഒക്കെ പ്രിന്റ് ചെയ്തെടുക്കുമ്പോൾ മിനിമം ഒരു 10-4000 രൂപയെങ്കിലും ആവും. പക്ഷേ ഈ 4000 രൂപയ്ക്ക് നമ്മൾ ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് ഇരട്ടി ഈ സെയിം എമൗണ്ടിന് നമുക്ക് അവർക്കാലും റീച്ച് അറിയില്ല. നമുക്ക് സ്ഥലത്തിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഓഡിയൻസിലോട്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ലൊക്കേഷനിലോട്ട് നമുക്ക് അവിടെ പോവാതെ തന്നെ നമുക്ക് ഇരുന്ന് എന്ത് ചെയ്യാം, ആ ആൾക്കാരിലോട്ട് എത്തിക്കാം. പിന്നെ നമുക്ക് ഇത് ആൾക്കാർ കാണുന്നുണ്ടോ അല്ലെങ്കിൽ ആൾക്കാർ ഇതിലോട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പും വരുത്താം. ഏതിലാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ. ഓക്കെ. ഇനി അടുത്തെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെയാണ് ടാർഗറ്റിംഗ് ആണ്. നമുക്ക് ഏതൊരു കാറ്റഗറിയിലുള്ള ആൾക്കാർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. ഏതിലാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. പക്ഷേ ട്രഡീഷണൽ മാർക്കറ്റിംഗിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഔട്ട്പുട്ട് ഇട്ടാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഓഡിയൻസിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മാർക്കറ്റ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പം ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ പോയിട്ടാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതെന്ന് വെക്കുക. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു 1000 ഫ്ലയേഴ്സ് എടുത്ത് വെച്ചിട്ട് നമ്മൾ 2 പേര് പോയിട്ട് ഈ വഴി പോകുന്ന ആൾക്കാർക്കെല്ലാം നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ഈ നോട്ടീസ് കൊടുക്കുകയാണ്. പക്ഷെ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ടീനേജേഴ്സ് ആണെന്ന് വെക്കാം. ഓക്കെ. പക്ഷേ നമ്മൾ ഈ ചെന്ന് നിൽക്കുന്ന സ്ഥലത്ത് ടീനേജേഴ്സ് മാത്രമായിരിക്കില്ല എന്ത് ചെയ്യുന്നത്,
വരുന്നത്. അതിൽ അവിടെ അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, കുട്ടികളുണ്ടാവും, വേറെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ ഈ ഫ്ലയർ കൊടുക്കുന്ന ആൾക്കാരും എല്ലാം എന്തായിരിക്കണമെന്നില്ല, ടീനേജേഴ്സ് ആയിരിക്കണമെന്നില്ല. പക്ഷെ ഇതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിലാണ് ഞാനിത് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ടീനേജേഴ്സിന് മാത്രം എന്റെ ഈ പോസ്റ്റർ അല്ലെങ്കിൽ എന്റെ ഈ അഡ്വർടൈസ്മെന്റ് പോയാൽ മതി എന്ന് എനിക്ക് എന്ത് ചെയ്യാം, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാം. അതാണ് ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗിനകത്ത് ടാർഗറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നത് ഭയങ്കര എന്താണ് എളുപ്പമാണ്. കമ്പാരിറ്റീവ്ലി ട്രഡീഷണൽ മാർക്കറ്റിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി എന്താണ് ഭയങ്കര എളുപ്പമാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി ആണ്. അതായത് ഇപ്പൊ നമ്മളിപ്പം ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ഇപ്പൊ ഒരു മെത്തേഡ് ഓഫ് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നുവാണ് എനിക്ക് ഇത് സ്വിച്ച് ചെയ്യണം, എനിക്ക് ഇത് വേണ്ട, എനിക്ക് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് ഒന്നും കിട്ടുന്നില്ല, എനിക്ക് എന്ത് ചെയ്യണം, ഇത് സ്വിച്ച് ചെയ്യണം. ഈ സ്വിച്ച് ചെയ്യുന്ന പ്രോസസ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കമ്പാരിറ്റീവ്ലി ഏത് വെച്ച് നോക്കുമ്പോൾ, ട്രഡീഷണൽ മാർക്കറ്റിംഗ് വെച്ച് നോക്കും. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിം എക്സാമ്പിൾ തന്നെ ഞാൻ എടുക്കുകയാണ്. അതായത് ഇപ്പൊ ഞാൻ 1000 ഫ്ലയർ അടിച്ച് വെച്ചേക്കുവാണ്, ഇത് എനിക്ക് 1000 പേർക്ക് കൊടുത്ത് തീർക്കണം. പക്ഷെ ഞാൻ ഇതൊരു 5 ദിവസം കൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ടും എനിക്ക് എന്ത് ചെയ്യുന്നില്ല, ഇത് തീരുന്നില്ല. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇത് ക്ലോസ് ചെയ്തിട്ട് ഓക്കെ എനിക്ക് ഈ ഫ്ലയർ കൊടുക്കുന്ന വിട്ടിട്ട് എനിക്ക് ഇതെല്ലാം ഈ പോണ വഴിയിലെല്ലാം നോട്ടീസ് സ്റ്റിക്ക് ചെയ്ത് വെക്കണം, സ്റ്റിക്കി നോട്ടീസ് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യണം, അങ്ങനെ വെക്കണമെന്ന് എനിക്ക് പിന്നെയും പെട്ടെന്ന് എന്ത് വരും, തോട്ട് വരും. അപ്പൊ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇപ്പൊ ഞാൻ ഒരു 500 ഫ്ലയർ ആണ് കൊടുത്തേക്കണെങ്കിൽ ഇനിയും ബാക്കി എന്തിരിക്കുകയാണ്, ഒരു 500 ഫ്ലയർ ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇത് ബാക്കി പോയിട്ട് ഇനി പിന്നെ എന്ത് ചെയ്യണം, ആൾക്കാർക്ക് കൊടുത്തു തീർക്കണം. പക്ഷെ ഞാൻ ആ പ്ലാൻ വിട്ടിട്ട് ഞാൻ എന്ത് ചെയ്യുവാണ്, ഈ പ്ലാൻ മാർക്കറ്റിംഗിന്റെ പ്ലാൻ ഞാൻ എന്ത് ചെയ്യുവാണ്, സ്വിച്ച് ചെയ്യാൻ പോവാണ്. അപ്പം അവിടെ 500 ഫ്ലയേഴ്സ് എടുത്തു വെച്ചിരിക്കണം, അവിടെ എന്തായി ആക്ച്വലി വേസ്റ്റ് ആയി. പക്ഷെ ഇവിടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണ് ഞാൻ ചെയ്യുന്നതെന്ന് വെക്കാം. ഇപ്പൊ ഞാനിപ്പോ ഒരു പോസ്റ്റർ ആണ് ഇപ്പം അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെക്കാം. അപ്പം ഈ പോസ്റ്ററിന് എനിക്ക് എന്ത് കിട്ടുന്നില്ല, എനിക്ക് വലിയ ഔട്ട്പുട്ട് കിട്ടുന്നില്ല. എനിക്ക് പെട്ടെന്ന് ഈ പോസ്റ്റർ മാറ്റണം. പോസ്റ്റർ മാറ്റണമെങ്കിൽ എനിക്ക് സിംപ്ലി പോയിട്ട് ഞാൻ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്ന കണ്ടന്റ് ഡിലീറ്റ് ചെയ്തിട്ട് എനിക്ക് അതിന് വേറെ കണ്ടന്റ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം. അതായത് സെയിം അഡ്വർടൈസ്മെന്റ് തന്നെ എനിക്ക് കണ്ടന്റ് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് സ്വിച്ച് ചെയ്താൽ മതി. എനിക്ക് എഡിറ്റബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിരിക്കും ഏതിനാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ ഞാൻ മാർക്കറ്റ് ചെയ്യുവാണ്. ഓക്കെ, അതാണ് ഇതിന്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എനിക്ക് എഡിറ്റബിലിറ്റി, അതായത് ഫ്ലെക്സിബിൾ ആയിരിക്കും, എനിക്ക് എന്തും എപ്പോ ആണെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്യാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാം. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോക്കുവാണെങ്കിൽ ഒരു കാര്യം ചെയ്തു അല്ലെങ്കിൽ ഇപ്പം എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തില്ല, അതിനൊരു ഗോയിങ് ബാക്ക് ഇല്ല. ഓക്കെ, അത് ചെയ്ത് തീർത്താൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ചെയ്ത് തീർക്കാണ്ട് തന്നെ എനിക്ക് അടുത്ത ഇതിലോട്ട് പോവാം, പക്ഷേ അത്രയും ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് അവിടെ ഉണ്ടാവും വേസ്റ്റ് ആവും. കമ്പാരിറ്റീവ് നോക്കുവാണെങ്കിൽ അവിടെ എനിക്ക് ലോസ് ആണ് വരുന്നത്. ഓക്കെ, അതാണ് ഇതിന്റെ വേറൊരു ഇമ്പോർട്ടൻസ്. അടുത്തതെന്ന് പറയുന്നത് എക്സിക്യൂഷൻ ആണ്. ഇപ്പൊ എനിക്ക് ഇപ്പം ഒരു ഞാൻ നേരത്തെ സെയിം പറഞ്ഞ എക്സാമ്പിൾ പോലെ ഇപ്പം ഞാനിപ്പം ഇതേപോലെ ചെയ്യുവാണ്. ഇപ്പൊ എനിക്കൊരു പെട്ടെന്ന് മാർക്കറ്റ് ചെയ്യണം, എനിക്കൊരു ഫ്ലയർ അല്ലെങ്കിൽ എനിക്കിപ്പോ ഒരു 10 ബാനർ പല സ്ഥലത്തായിട്ട് കൊണ്ടുവെക്കണം. ഓക്കെ, അതായത് പോപ്പുലർ ആയിട്ടുള്ള 10 സ്ഥലത്ത് എനിക്ക് എന്റെ ബിസിനസിന് റിലേറ്റഡ് ഒരു ബാനർ എന്ത് ചെയ്യണം, കൊണ്ടുപോയി വെക്കണം. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഡിസൈനറിൽ വിളിച്ചിട്ട് ആളെ കൊണ്ട് ബാനർ ചെയ്യിപ്പിക്കും, പിന്നെ അത് പ്രിന്റ് ചെയ്യിപ്പിക്കും, അത് പ്രിന്റ് എടുക്കണം, പിന്നെ അത് കട്ടൗട്ട് എടുക്കണം, പിന്നെ അത് ബോർഡിൽ അടിക്കണം, പിന്നെ ആ സ്ഥലത്ത് കൊണ്ട് വെക്കണം. അപ്പം ഇത്രയും ചെയ്തു വരുമ്പോഴത്തേക്കും മിനിമം ഒരു 2-3 ഡേയ്സ് എങ്കിലും എന്ത് ചെയ്യും, പോകും. ഓക്കെ, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ 3 ദിവസത്തിനകത്ത് വെച്ച് എനിക്ക് ഇതിലൊരു ഒരു ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്താൽ മതി, എനിക്ക് ത്രൂ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എനിക്ക് ഇതിന് എന്ത് ചെയ്യാം, അപ്പോഴേ എക്സിക്യൂട്ട് ചെയ്ത് എനിക്ക് അവിടെ ലീഡ്സും വരുത്തി തുടങ്ങാം, അല്ലെങ്കിൽ അവിടെ എനിക്ക് റീച്ചും എന്ത് ചെയ്യാം, വരുത്തി തുടങ്ങാം. അതാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്, ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അതായത് എനിക്ക് കുറച്ച് സമയം കൊണ്ട് എനിക്ക് വിചാരിക്കുന്ന കാര്യം അപ്പോഴേ നടക്കും. ഇതിപ്പോ നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള തിങ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. Okay, ഞാൻ മെയിൻ ആയിട്ടും ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്ന ബാനറോ അല്ലെങ്കിൽ നോട്ടീസസോ അങ്ങനെയുള്ള പ്രിന്റഡ് ആഡ്സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ പ്രിന്റഡ് ആഡ്സ് എടുക്കുവാണെങ്കിൽ ഞാൻ മെയിൻ ആയിട്ടും ഈ ന്യൂസ് പേപ്പറിന്റെ അകത്തൊക്കെ ആഡ്സ് കൊടുക്കുന്നതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ പറയുന്നത്. അതും ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെത്തേഡ്സിന്റെ അകത്ത് വരുന്നതാണ്. ഓക്കെ, ഇപ്പം ഞാനിപ്പോ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു, പത്രത്തിൽ പരസ്യം കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ഇപ്പം തേഴ്സ്ഡേ ആണ്, നാളത്തെ പത്രത്തിലായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, പൈസ കൊടുക്കുന്നത്, പരസ്യം കൊടുക്കുന്നത്. പക്ഷെ നാളെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ പത്രത്തിൽ പരസ്യം വരത്തുള്ളൂ. ഇത് നാളെ എത്ര പേര് പത്രം വായിക്കുന്നോ അല്ലെങ്കിൽ എത്ര പേര് ഇത് നോട്ടീസ് ചെയ്യുന്നോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. ഒരു മിനിമം ഒരു 3 ദിവസമെങ്കിലും ഇത് പരസ്യം ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഈ അഡ്വർടൈസ്മെന്റ് ചെയ്താൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്ന ഓഡിയൻസ് ഇത് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ഇതിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് മിനിമം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ജസ്റ്റ് ടൈം ഓഫ് എക്സിക്യൂഷനും, അല്ലെങ്കിൽ ഇതിപ്പോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഒരു ലോങ് കുറച്ച് നാളത്തേക്കെങ്കിലും ഇത് കോൺസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് എനിക്ക് എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ, അതാണ് വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ട്രഡീഷണൽ മാർക്കറ്റിംഗും ഡിജിറ്റൽ മാർക്കറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ്, ടൈം ഓഫ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ എനിക്കിപ്പം ഒരു കാര്യം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പം തന്നെ ചെയ്യാം. അത് ഏറ്റവും കൂടുതൽ ഭയങ്കര എഡിറ്റബിളും ആയിരിക്കും. എനിക്കിപ്പം ഇപ്പൊ ഒരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇപ്പോൾ ഒരു ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ് ചെയ്തു, എനിക്കിപ്പോ പെട്ടെന്ന് സ്വിച്ച് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, സ്വിച്ച് ചെയ്യാം. അതേപോലെ ഞാനിപ്പം ട്രഡീഷണൽ മാർക്കറ്റിംഗിലോട്ട് വരുവാണെങ്കിൽ ഞാൻ ഇപ്പം ഒരു കാര്യം ഇപ്പൊ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം എടുക്കുവാണ്, മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഒരു സോഴ്സ് എടുക്കുവാണ്, ആ സോഴ്സ് എടുത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തന്നെ എന്ത് ചെയ്യും, ഒരുപാട് ടൈം എടുക്കും. ഓക്കെ, അപ്പൊ ടൈം എന്ന് പറയുന്നത്, ടൈം കൺസപ്ഷൻ എന്ന് പറയുന്നത്
ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഏത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ട്രഡീഷണൽ മാർക്കറ്റിംഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടും നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതും ട്രഡീഷണൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ്. മോസ്റ്റ്ലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും, അതേപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന റീച്ചിലോട്ട് ആൾക്കാരെ എത്തിക്കാൻ പറ്റും, അതേപോലെ എനിക്ക് ടാർഗറ്റ് ചെയ്ത് എത്തിക്കാൻ പറ്റും. ഇപ്പം മെൻ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രമാണെങ്കിൽ എനിക്ക് മെൻ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രം എനിക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിംഗ് ചെയ്തുകൂടെ. എനിക്കിപ്പോൾ വുമൺ കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാം. ഇനി ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ചെയ്യാം. അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ചെയ്യാം. ഇനി ഫ്ലെക്സിബിൾ ആയിരിക്കും, അതേപോലെ ടൈം ഓഫ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. നമ്മൾ ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ടൈം എടുത്ത് എക്സിക്യൂട്ട് ചെയ്യണ ആ ടൈം കൊണ്ട് നമുക്ക് ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി നമുക്ക് അത് എക്സിക്യൂട്ടും ചെയ്ത് നമുക്ക് ആ റീച്ച് അല്ലെങ്കിൽ ആ ലീഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യും, കിട്ടി തുടങ്ങും. ഓക്കെ, ഇതാണ് മെയിൻ ഡിഫറൻസസ്. അപ്പോ നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെയും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെയും കമ്പാരിസൺ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കമ്പാരിറ്റീവ്ലി നമ്മൾ ഡിഫറൻസസ് നോക്കുവാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് എന്തെന്ന് പറയുന്നത്, ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടൈപ്സ് ആണ് പറയാൻ പോകുന്നത്. അതായത് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ മെയിൻ ആയിട്ടും ഒരു 5 ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. അതായത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെത്തേഡ് ആണ്. അതായത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് നമ്മൾ ഒരു ബിസിനസിന്റെ പ്രോഡക്റ്റിനെ സർവീസസിനെ മാർക്കറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നതിനെയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്ന ടേം ഞാൻ കുറച്ച് ഇതെല്ലാം പറഞ്ഞു തീർന്നിട്ട് ഞാൻ പിന്നെ അങ്ങനെ ഡിഫൈൻ ചെയ്യാം. ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് എന്ന് പറയുന്ന സ്പേസിൽ നമ്മൾ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത്, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുമ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതേപോലെ ലിങ്ക്ഡിൻ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് വൺ എന്ന് പറയുന്നത് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ മെയിൽസ് യൂസ് ചെയ്ത് പ്രൊമോഷണൽ മെയിൽസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് നമ്മൾ ഒരു സെറ്റ് ഓഫ് ലീഡ്സ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് നമ്മൾ എന്തായിരിക്കുന്നു, പ്രൊമോഷണൽ മെയിൽസ് അയക്കുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു മെയിൽ കണ്ടന്റ്, അതായത് നമ്മൾ നോർമലി മെയിൽ മാർക്കറ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഡയറക്ട് മെയിലിംഗ് ഉണ്ട്, മെയിൽ മാർക്കറ്റിംഗ് ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഫിസിക്കൽ ലെറ്റേഴ്സ് ഇല്ലേ, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 ഫ്ലയർ അല്ലെങ്കിൽ ഒരു 10 നോട്ടീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അടിച്ചു വെക്കുന്നു. അടിച്ചു വെച്ചിട്ട് നമ്മളൊരു 10 ഓക്കെ ഒരു 100 പേരുടെ അഡ്രസ്സ് എടുത്ത് വെക്കുന്നു. എന്നിട്ട് നമ്മളൊരു 100 പ്രൊമോഷണൽ ഫ്ലയർ എന്ത് ചെയ്യുന്നു, എടുത്ത് വെക്കുന്നു. എന്നിട്ട് ഈ 100 പേർക്കും ഓരോ ലെറ്റർ ആയിട്ട്, അതായത് ഓരോ എൻവലപ്പ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അയച്ചു കൊടുക്കും. അതെന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെത്തേഡാണ്. മെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയും. മെയിലും ഇമെയിലും ഡിഫറെന്റ് ആണ്. മെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി ആ എൻവലപ്പ് യൂസ് ചെയ്ത് നമ്മൾ സെൻഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അയക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെയിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് മെയിലിംഗ് എന്നൊക്കെ പറയും. അത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെത്തേഡിന്റെ അകത്ത് വരുന്നതാണ്. ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജിമെയിൽ ഉണ്ടല്ലോ, ഗൂഗിൾ മെയിലൊക്കെ പോലുള്ള കമ്പോസർ വഴി നമ്മൾ ഓൺലൈൻ മെയിൽസ് അല്ലെങ്കിൽ ഓൺലൈൻ ലെറ്റേഴ്സ് അയച്ച് പ്രൊമോഷൻ ചെയ്യുന്നതിനെയാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇമെയിൽ നമ്മൾ മെയിൽസ് എന്ന് പറയാം. ആക്ച്വലി മെയിൽസ് എന്ന് പറയുന്നത് ഈ ഓഫ്ലൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഫിസിക്കൽ എൻവലപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെയിൽ എന്ന് പറയുന്നത്. ഇമെയിൽ ആണ് നമ്മൾ മെയിൽ കമ്പോസേഴ്സ് വഴി നമ്മൾ ആളുടെ മെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ CC ആണെങ്കിൽ CC വയ്ക്കും, സബ്ജക്ട് അതേപോലുള്ള ടെക്സ്റ്റ് കണ്ടന്റ്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അയച്ചു കൊടുക്കുന്നത്. സോ നമ്മൾ പ്രൊമോഷണൽ ഇമെയിൽസ് ത്രൂ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് കണ്ടന്റ് മാർക്കറ്റിംഗ് ആണ്. ഇവിടെ കണ്ടന്റ് മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ബ്ലോഗ്സും ആർട്ടിക്കിൾ കണ്ടന്റ്സും ആണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നോർമൽ കണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ടെക്സ്റ്റ് കണ്ടന്റ്സ് വരും, വീഡിയോ കണ്ടന്റ്സ് വരും, അതേപോലെ ഇമേജ് കണ്ടന്റ്സ് വരും, ഫ്ലയർ കണ്ടന്റ്സ് വരും, പോസ്റ്റർ കണ്ടന്റ്സ് വരും. ഇങ്ങനെ പല രീതിയിലുള്ള കണ്ടന്റ്സ് വരും. ഇതെല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അകത്ത് വരുന്നതാണ്. ബട്ട് നമ്മൾ ഈ കോഴ്സിൽ ഫോക്കസ് ചെയ്യുന്നത് മെയിൻലി റിട്ടേൺ കണ്ടന്റ്സ് ആണ്. ബ്ലോഗും ആർട്ടിക്കിൾ കണ്ടന്റ്സ് യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നത്. അതായത് ബ്ലോഗ്സും ആർട്ടിക്കിൾസും എന്താണെന്ന് പറയുന്നത്, നിങ്ങളിപ്പം വ്ളോഗ് കേട്ടിട്ടുണ്ടാവും, യൂട്യൂബിലൊക്കെ വ്ളോഗ് എന്നൊക്കെ പറയുന്നത്, വീഡിയോ ലോഗ്സ്. അതായത് ഇപ്പം ഓരോ യൂട്യൂബ് ചാനൽസിൽ ഈ ഒരു ദിവസത്തെ വീഡിയോ ലോഗ്സ് എടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് ഈ ബ്ലോഗ് എന്ന് പറയുന്നത്. ബ്ലോഗ് എന്ന് പറയുന്നത് നമ്മളൊരു 300 to 400 വേർഡ്സിൽ എഴുതുന്ന ടെക്സ്റ്റ് കണ്ടന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്ലോഗ് എന്ന് പറയുന്നത്. ഈ ബ്ലോഗ്സ് നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, ഈ ബ്ലോഗ് എഴുതിയിടാൻ പറ്റുന്ന വെബ്സൈറ്റ്സ് ഉണ്ട്, ബ്ലോഗിങ് വെബ്സൈറ്റ്സ് നമ്മൾ പറയാം. ഓക്കെ, ഈ ബ്ലോഗിങ് വെബ്സൈറ്റിലൊക്കെ പോയിട്ട് നമ്മൾ നമ്മുടെ കമ്പനീനെ പറ്റിയിട്ട് ബ്ലോഗ്സ് എന്ത് ചെയ്യുന്നു, എഴുതിയിടുന്നു. അതേപോലെ ഈ ബ്ലോഗിങ് സൈറ്റ്, അതായത് പോപ്പുലർ ആയിട്ടൊക്കെ ഉള്ള ബ്ലോഗിങ് സൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ
സ്ഥിരം ഈ ബ്ലോഗ്സ് വായിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പൊ നമ്മളിപ്പം നോർമലി ഈ പത്രം വായിക്കുന്ന ആൾക്കാരെ പോലെ തന്നെയാണ് ചില ആൾക്കാർ ഈ ബ്ലോഗ് അതേപോലെ ആർട്ടിക്കിൾസ്, അതായത് പുതിയ പുതിയ കണ്ടന്റ്സ് അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പോപ്പുലർ ആയിട്ടുള്ള ബ്ലോഗിംഗ് വെബ്സൈറ്റ്സിൽ കയറിയിട്ട് അവരെന്ത് ചെയ്യും, ഈ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പം അവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മളെ കമ്പനിയെ പറ്റി ബ്ലോഗ്സും കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ട് എഴുതിയിടുവാണെങ്കിൽ ഇവർ ഇതിനെ പറ്റി വായിക്കും, നമ്മളെ കമ്പനിയെ പറ്റി അറിയും, ഇവർ ബാക്കിയുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യും. അപ്പം ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യും, ബാക്കിയുള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ സർവീസസ് വേണമെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് നമ്മുടെ സർവീസസ് എന്ത് ചെയ്യാം, അവർക്ക് പർച്ചേസ് ചെയ്യും. സോ അങ്ങനെ ബ്ലോഗ്സ് ഒക്കെ യൂസ് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ് ഇവിടെ കണ്ടന്റ് മാർക്കറ്റിംഗിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു കണ്ടന്റ് ആണ് ആർട്ടിക്കിൾ കണ്ടന്റ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ എന്ന് പറയുന്നത് സെയിം റിട്ടേൺ കണ്ടന്റ് ആണ്. ഇത് ബ്ലോഗുമായിട്ട് എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഒരു ആർട്ടിക്കിൾ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഒരു 2000 to 3000 വേർഡ് വരുന്ന ഒരു വലിയ കണ്ടന്റിനെയാണ് ആർട്ടിക്കിൾ കണ്ടന്റ് എന്ന് പറയുന്നത്. സെയിം ബ്ലോഗിംഗ് കണ്ടന്റ്സ് എഴുതിയിരുന്ന ബ്ലോഗിംഗ് സൈറ്റ് പോലെ ആർട്ടിക്കിൾസ് എഴുതിയിടാൻ ആർട്ടിക്കിൾ സബ്മിഷൻ വെബ്സൈറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെയും ഈ റൈറ്റേഴ്സും റീഡേഴ്സും എല്ലാം ഈ ഇങ്ങനെയുള്ള ആർട്ടിക്കിൾ സബ്മിഷൻ വെബ്സൈറ്റ്സിൽ വിസിറ്റ് ചെയ്യും. ഇവർ വിസിറ്റ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും, ആർട്ടിക്കിൾസ് വായിക്കും. ഇപ്പൊ സപ്പോസ് നമ്മളും ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചിട്ടുണ്ടാകും, ഇപ്പം എഡ്യൂക്കേഷൻ പരമായിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പരമായിട്ടുള്ള നോളജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ജനറൽ നോളജ് പരമായിട്ടുള്ള ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാകും. അതേപോലെ നമ്മളെ കമ്പനിയെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, ആർട്ടിക്കിൾസും കാര്യങ്ങളും എഴുതിയിട്ട് ഇങ്ങനെയുള്ള സൈറ്റിൽ കൊണ്ടുപോയി പബ്ലിഷ് ചെയ്യുന്നു. പബ്ലിഷ് ചെയ്യുമ്പോൾ അത് വായിക്കാൻ വരുന്ന ആൾക്കാർ ഇത് കാണുകയും അവരെന്ത് ചെയ്യുന്നു, അവിടെ നമ്മൾ ആ ഒരു ഓഡിയൻസിനോട് ഒരു എക്സ്പോഷർ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ കണ്ടന്റ് മാർക്കറ്റിംഗ് പറയുന്നത് ഈ രണ്ട് കണ്ടന്റ്സ് ആണ്. പിന്നെ നമ്മൾ ബാക്കിയുള്ള കണ്ടന്റ്സ്, ഈ വീഡിയോ കണ്ടന്റ്സ് അതേപോലെ പോസ്റ്റർ കണ്ടന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നതും കണ്ടന്റ് മാർക്കറ്റിംഗിന്റെ അകത്ത് വരുന്നതാണ്. ഇത് ഫെമിലിയർ അല്ലാത്തത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, മറ്റേ നമുക്ക് കോമൺ ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്താലും അവിടെ എന്ത് നടക്കുന്നുണ്ട്, ഇങ്ങനത്തെ ഉള്ള കണ്ടന്റ് യൂസ് ചെയ്ത് കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് കുറച്ച് ഫെമിലിയർ അല്ലാത്തത്, അതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്ത് പറഞ്ഞത്. ആർട്ടിക്കൽ കണ്ടന്റ്സും ബ്ലോഗ് കണ്ടന്റ്സും യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ പോയിട്ട് മാർക്കറ്റ് ചെയ്യും. ഓക്കെ, ഇനി ആർട്ടിക്കൽ കണ്ടന്റും ബ്ലോഗ് കണ്ടന്റും തമ്മിലുള്ള വേറൊരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ബ്ലോഗ് കണ്ടന്റ് നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, അതായത് ഇപ്പം ഈ ചില കമ്പനീസ് ഈ ബ്ലോഗേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, എംപ്ലോയീസിനെ എടുത്ത് വെക്കും. അവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, അവർ ചിലപ്പം വെരിഫൈഡ് ആയിട്ടുള്ള ബ്ലോഗ് റൈറ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആർട്ടിക്കൽ റൈറ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിരിക്കും. ഇവർക്ക് വെരിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ഉണ്ടാവും ഇങ്ങനെയുള്ള വെബ്സൈറ്റിനകത്ത്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ബ്ലോഗേഴ്സിനെയൊക്കെ നമ്മൾ എംപ്ലോയീസ് ആയിട്ട് എടുത്ത് വെക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, അവരുടെ ബ്ലോഗിംഗ് സൈറ്റിൽ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് വഴി അവര് ഇങ്ങനെയുള്ള കമ്പനീസിനെ പറ്റി ബ്ലോഗ്സ് ഡെയിലി എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, വെബ്സൈറ്റിനെ പറ്റി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം വരുന്ന ആൾക്കാരെല്ലാം ഈ നമ്മളെ കമ്പനിയുടെ കറണ്ട് അപ്ഡേറ്റ് എന്താണ്, ഇപ്പൊ പുതിയ എന്തെങ്കിലും പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ നമ്മൾ വരുന്ന ആൾക്കാർക്കെല്ലാം നമ്മളെ കമ്പനിയെ പറ്റി അപ്ഡേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പനിയെ പറ്റി അവരെ ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വരികയും പോവുകയും ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഇങ്ങനെ എക്സ്പോഷർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റീച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ആക്ച്വലി ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ബ്ലോഗ്സ് എന്ന് പറയുന്നത് ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ ആർട്ടിക്കിൾ സബ്മിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒക്കേഷണലി ചെയ്യുന്നതാണ്. അതായത് നമ്മളിപ്പം ആർട്ടിക്കിൾസ് അങ്ങനെ എന്നും അപ്ഡേറ്റ് ചെയ്യാറില്ല. നമ്മൾ ആർട്ടിക്കിൾസ് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ആർട്ടിക്കിൾസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്. ബ്ലോഗ്സ് ആണെങ്കിൽ നമ്മൾ ഡെയിലി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ബ്ലോഗിംഗ് സൈറ്റിൽ പോയിട്ട് ഡെയിലി എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ് കണ്ടന്റ് മാർക്കറ്റിംഗിൽ വരുന്നത്. കണ്ടന്റ് മാർക്കറ്റിംഗ് ഇത് മാത്രമല്ല, ഫെമിലിയർ അല്ലാത്ത ഈ രണ്ട് ടേംസ് ആണ് കണ്ടന്റ് മാർക്കറ്റിംഗിൽ എന്ത് ചെയ്യുന്നത്, വരുന്നിരിക്കുന്നത്. ബ്ലോഗ് കണ്ടന്റ്സും ആർട്ടിക്കൽ കണ്ടന്റ്സും, അതായത് റിട്ടൺ ആയിട്ടുള്ള കണ്ടന്റ്സ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൺലൈൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ സബ്മിറ്റ് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിംഗ് ചെയ്യും. ഇനി അഞ്ചാമത്തെ, ചിലവർക്ക് ഫെമിലിയർ ആയിരിക്കും, ചിലർക്ക് ഫെമിലിയർ ആയിരിക്കത്തില്ല. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് അഞ്ചാമത്തെ ലാസ്റ്റ് പറയുന്ന ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, ഇത് നമുക്ക് ആക്ച്വലി ഓഫ്ലൈൻ ആയിട്ട്, അതായത് നമുക്ക് വീട്ടിലിരുന്ന് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെത്തേഡ് ആണ്. അതായത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു കമ്പനി എടുക്കുവാണെങ്കിൽ, ഇപ്പൊ ഒരു സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്ന ഒരു കമ്പനി എടുക്കുവാണെങ്കിൽ, ഒരു കമ്പനി എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അവരുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ സർവീസസ് അവരുടെ കസ്റ്റമറിലോട്ട് എത്തിക്കാനാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഏതൊരു കമ്പനിയും ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു കസ്റ്റമറിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്ത് അത് മേടിപ്പിക്കുക എന്ന് പറയുന്നത് കമ്പനിക്ക് ഡയറക്ട്ലി പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇവിടെയാണ് ഈ ഒരു കമ്പനിക്കും ഈ ഒരു കസ്റ്റമറിനും ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ ആയിട്ട് നമ്മൾ അഫിലിയേറ്റ് എന്ന് പറയുന്ന ഒരാൾ വരുന്നത്. ഓക്കെ, അഫിലിയേറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടേംസിൽ നമുക്ക് ഒരു ബ്രോക്കർ എന്ന് പറയാം. ഈ അഫിലിയേറ്റ് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ കമ്പനിയുടെ പ്രോഡക്ട്സ് ഡയറക്ട്ലി അഫിലിയേറ്റ്സ് എന്ത് ചെയ്യുന്നു, ഇങ്ങ് മേടിക്കും. അതായത് മേടിക്കത്തില്ല, ഇവര് ഈ കമ്പനിക്ക് ചില കമ്പനീസ്, അതായത് ഇപ്പൊ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഒക്കെ ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഹൈ ആയിട്ടുള്ള സെയിൽസ് ടാർഗറ്റ് കൊടുക്കും. അപ്പം ചില ടൈംസ് സെയിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യും, ചില സമയത്ത് എന്താ ചെയ്യത്തില്ല, ടാർഗറ്റ് അച്ചീവ് ചെയ്യത്തില്ല. അപ്പൊ ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്ത പ്രോഡക്ട്സ് എല്ലാം ഇവർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഇങ്ങനെയുള്ള അഫിലിയേറ്റ്സിന് അല്ലെങ്കിൽ ബ്രോക്കേഴ്സിന് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ അഫിലിയേറ്റ്സ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിന്റെ സോഴ്സ്, ഇപ്പൊ ഏത് സോഴ്സ് ത്രൂ ആണോ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്, ആ സോഴ്സ് എടുത്തിട്ട് അവർക്ക് അറിയാവുന്ന ആൾക്കാരിലോട്ട് എന്ത് ചെയ്യുന്നു, ഇവരിത് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. മെയിൻ ആയിട്ട് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്,
അയച്ചു കൊടുക്കാം. നമുക്ക് തന്നെ അറിയായിരിക്കും, നമ്മൾ ചില ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഓരോ പ്രോഡക്റ്റ് ഒക്കെ അയച്ചത് നമ്മൾക്ക് മേടിക്കാൻ പറയും. ആക്ച്വലി അവരൊക്കെ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഇത് എന്താന്ന് പറഞ്ഞാൽ ഈ അഫിലിയേറ്റ്സ് ഈ പ്രോഡക്റ്റ് മേടിച്ചിട്ട് ഇവർ ഈ ആൾക്കാർക്ക് അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള ആൾക്കാർക്ക് ഇവർ എന്ത് ചെയ്യുന്നു, അയച്ചു കൊടുക്കുന്നു. അയച്ചു കൊടുത്തിട്ട് ഇവരെ കൺവിൻസ് ചെയ്തിട്ട്, അതായത് ഈ അഫിലിയേറ്റ്സ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാവുന്ന ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുത്ത് അവരെ കൺവിൻസ് ചെയ്യിക്കാൻ നോക്കും. കൺവിൻസ് ചെയ്യിച്ചിട്ട് ഈ പ്രോഡക്റ്റ് എന്ത് ചെയ്യും, അവരെ കൊണ്ട് മേടിപ്പിക്കാൻ നോക്കും. ഓക്കെ, ഇപ്പൊ ഈ കമ്പനി ഇപ്പം ഈ അഫിലിയേറ്റിന് അയച്ചു കൊടുത്തത് ഒരു 500 രൂപയുടെ പ്രോഡക്റ്റ് ആണെന്ന് വെക്കാം. ഓക്കെ, ഇപ്പം ഒരു അഫിലിയേറ്റ് വഴി ഒരാൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചു. ഈ 500 രൂപ വർത്തായിട്ടുള്ള ഈ പ്രോഡക്റ്റ് ഒരാൾ ഈ അഫിലിയേറ്റ് വഴി മേടിച്ചു. മേടിക്കുകയാണെങ്കിൽ ഈ 500 റുപ്പീസ് കറക്റ്റ് ഡയറക്റ്റ് കമ്പനിക്ക് ആയിരിക്കും പോകുന്നത്, ഡയറക്റ്റ് അഫിലിയേറ്റിന് ആയിരിക്കത്തില്ല പോകുന്നത്, ഡയറക്റ്റ് കമ്പനിക്ക് പോകും. ഇനി ഈ സെയിൽ നടക്കാൻ റീസൺ ആയിട്ടുള്ള ഈ അഫിലിയേറ്റിന് എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ ഈ സെയിൽ നടത്തി കൊടുത്തുകൊണ്ട് ഈ കമ്പനി ചെറിയൊരു ഷെയർ കമ്മീഷൻ ആയിട്ട് ആർക്ക് കൊടുക്കും, ഈ അഫിലിയേറ്റിന് കൊടുക്കും. ഇതാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിക്കും ഒരു കസ്റ്റമറിനും ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്ന് ഒരു സെയിൽ നടത്തുന്ന പ്രോസസ്സിനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ മീഡിയേറ്ററിനെ അല്ലെങ്കിൽ ബ്രോക്കറിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ അഫിലിയേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇതാണ് ഞാൻ എടുക്കുന്ന 5 ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്: സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഞാൻ ഒന്നുകൂടെ പറയാം. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സ്പേസിൽ നമ്മളൊരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ ഇങ്ങനെയുള്ള എന്തെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊമോഷണൽ ഇമെയിൽസ് യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ബ്ലോഗ് കണ്ടന്റ്സും ആർട്ടിക്കൽ കണ്ടന്റ്സും ഇങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. അത് മെയിൻ ആയിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ കമ്പനിയുടെ പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കമ്പനിയുടെ സർവീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കണ്ടന്റ് അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അത് ത്രൂ വരുന്ന ആൾക്കാരിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ റീച്ച് എന്ത് ചെയ്യാൻ വരുന്നു, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കുന്നു. ഇനി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്കും ഒരു കസ്റ്റമറിനും ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ ആയിട്ട് ഒരു അഫിലിയേറ്റ് വന്ന് ഒരു സെയിൽ നടത്തുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഞാനിപ്പോ 5 ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറഞ്ഞു. ഇതൊരു ഡൗട്ട് ഉണ്ടാവും, ഇതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തായിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു കമ്പനീനെ ബേസ് ചെയ്ത് ഒരു കമ്പനി ഇപ്പൊ നമുക്കിപ്പോ ഒരു കമ്പനി ഉണ്ടെന്ന് നോക്കി, ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പം എന്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ, ഞാൻ ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുള്ളത് കൊണ്ട് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുമ്പോൾ ഞാൻ പറയുന്നത് മെയിൻ ആയിട്ടും സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ആണ് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെത്തേഡ് എന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, മിക്കുള്ളവരും പക്ഷെ പറയും നമ്മൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ത്രൂ മാർക്കറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നതെന്ന് പറയും. പക്ഷേ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ആണ് കുറച്ചുകൂടി എന്തെന്ന് പറയുന്നത് എഫക്റ്റീവ് എന്ന് പറയുന്നത്. അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനിപ്പോ ഒരു 100 പേരെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പൊ എനിക്ക് എന്റെ മുമ്പിൽ ഒരു 100 ഓഡിയൻസ് ഉണ്ട്. ഓക്കെ, അവരിലോട്ട് ഞാൻ ഈ 2 മെത്തേഡ് വഴി ഞാൻ മാർക്കറ്റ് ചെയ്യുക, അതായത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് വഴിയും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വഴി. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സെർച്ച് എഞ്ചിൻ അറിയാലോ, ഗൂഗിൾ അല്ലെങ്കിൽ ബിങ്ങോ അങ്ങനെയുള്ള സെർച്ച് എഞ്ചിൻസിൽ വഴി ഞാൻ എന്ത് ചെയ്യുവാണ്, ഇവരിലോട്ട് മാർക്കറ്റ് ചെയ്യാൻ പോവാണ്. പോകുമ്പോൾ ഈ 100 പേരിൽ ഇപ്പൊ ഈ 100 ഞാൻ പറഞ്ഞ 100 പേരിലുള്ള ഓഡിയൻസിൽ ഈ 100 പേരും ലൈഫിൽ ഒരു വട്ടമെങ്കിലും എന്ത് യൂസ് ചെയ്തിട്ടുണ്ടാവും, ഗൂഗിൾ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി മാർക്കറ്റ് ചെയ്യുവാണെങ്കിൽ സ്റ്റിൽ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യാറില്ല, ഞാൻ ഇൻസ്റ്റാഗ്രാം മാത്രമാണ് എന്ത് ചെയ്യാറ്, യൂസ് ചെയ്യാറ്. അതേപോലെ എനിക്ക് അറിയാവുന്ന പലരും പല ടൈപ്പ് ഓഫ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇപ്പോഴും യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. സോ നമ്മളിപ്പോ ഈ 100 പേരിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുവാണെങ്കിൽ അതിലൊരു 80% ആൾക്കാർ എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ലൈഫിൽ അവർ എപ്പോഴെങ്കിലും ഗൂഗിൾ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മീനിങ് അല്ലെങ്കിൽ ഇതിന്റെ ഓവറോൾ സമ്മറി എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സെർച്ച് എഞ്ചിൻ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന ഓഡിയൻസിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും, കുറവെന്നല്ല കൂടുതലായിരിക്കും. അതായത് നമുക്ക് അവിടെ ലിമിറ്റ് ഉണ്ടാവത്തില്ല. ഏതൊരു കാറ്റഗറിയിലുള്ള ഓഡിയൻസിനാണെങ്കിലും എനിക്ക് എവിടെ നിന്ന് ടാർഗറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാം, സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് ടാർഗറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാം. കമ്പയർ ടു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും. ഓക്കെ, ഓഡിയൻസിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് ഒരുപാട് ഓഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 100 പേരിലോട്ട് ഞാൻ മാർക്കറ്റ് ചെയ്ത് ഇപ്പൊ എനിക്കൊരു 10 ലീഡ്, അതായത് ഒരു 10 പേര് എന്റെ സർവീസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ മിനിമം ഒരു 1000 പേരിലെങ്കിലും മാർക്കറ്റ് ചെയ്ത് വിട്ടാലേ എനിക്ക് ആ ഒരു 10 ലീഡ് അല്ലെങ്കിൽ ഒരു 10 ഔട്ട്പുട്ട് എനിക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇപ്പം എനിക്ക് കിട്ടുന്ന ഈ ഒരു ഓഡിയൻസിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ കൗണ്ട് എന്ത് ചെയ്യും, കുറയും. അതാണ് ഡിഫറൻസ്. ഓക്കെ, നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഓഡിയൻസ് കൂടുതലുള്ള അല്ലെങ്കിൽ ഓഡിയൻസ് റേഞ്ച് കൂടുതലുള്ള
പ്ലാറ്റ്ഫോം വേണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ ചൂസ് ചെയ്യാൻ. സോ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതിൽ ഓഡിയൻസിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല കുറവല്ല. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കമ്പയർ ചെയ്യുമ്പോൾ ഓഡിയൻസിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ് കുറവല്ല. ഓക്കെ, സോ കമ്പാരിറ്റീവ്ലി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന് ഓഡിയൻസ് റേഞ്ച് കുറവായിരിക്കും, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗിന് ഓഡിയൻസ് റേഞ്ച് എന്തായിരിക്കും കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് ഇതിന് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അതേപോലെ നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കളയാനും പറ്റത്തില്ല. അറ്റ് ദ സെയിം ടൈം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോ നമുക്കിപ്പം ഒരാൾക്കും 24 മണിക്കൂർ അല്ലെങ്കിൽ 24/7 നമുക്ക് സെർച്ച് എഞ്ചിൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഗൂഗിളിൽ തുറന്നു വെച്ചിട്ട് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്കറിയാം. അതായത് ഇപ്പൊ ഒരാളും അവരുടെ ഒരു 1 or 2 hour കൂടുതൽ ടൈം ഒരിക്കലും എന്തിൽ സ്പെൻഡ് ചെയ്യത്തില്ല, ഗൂഗിളിൽ സ്പെൻഡ് ചെയ്യത്തില്ല. പക്ഷേ നമ്മളിപ്പോ കറന്റ് ഇരിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ നമ്മൾ 5 hours 6 hours ആണെങ്കിൽ നമുക്ക് എവിടെ സ്പെൻഡ് ചെയ്യാം? ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ സ്പെൻഡ് ചെയ്യാം. അതായത് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ പോലുള്ള പ്ലാറ്റ്ഫോമിൽ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. ഇതിന്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ഓഡിയൻസ് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കും? സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആയിരിക്കും. അവിടെ ഓഡിയൻസ് കുറവാണെങ്കിലും പക്ഷെ നമുക്ക് അവിടെ ഉള്ള ഇപ്പൊ ലിമിറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ് ഉള്ളതെങ്കിലും ആ ഉള്ള ഓഡിയൻസ് എപ്പോഴും എന്തായിരിക്കും? ആക്റ്റീവ് ആയിട്ടുള്ള ഓഡിയൻസ് ആയിരിക്കും. നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള ഓഡിയൻസിനോട് ടാർഗറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അതായത് രണ്ടും ഒന്നിനൊന്ന് മെച്ചമാണ്, നമുക്ക് രണ്ടും കളയാൻ പറ്റത്തില്ല. രണ്ടും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ ഓഡിയൻസിന്റെ കാര്യം പറയുവാണെങ്കിൽ സെർച്ച് എഞ്ചിൻ പ്ലാറ്റ്ഫോമിലായിരിക്കും എന്ത് ഓഡിയൻസ് കൂടുതൽ, അല്ലെങ്കിൽ ഗൂഗിൾ ചെക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ കമ്പാരിറ്റീവ്ലി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പക്ഷേ അവിടെ ആക്റ്റീവ് ആയിട്ടുള്ള ഓഡിയൻസിന്റെ കൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഭയങ്കര കുറവായിരിക്കും. കമ്പാരിറ്റീവ്ലി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നോക്കുമ്പോൾ അവിടെ ആക്റ്റീവ് ആയിട്ടുള്ള യൂസേഴ്സ് എന്തായിരിക്കും? ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഞാൻ സ്റ്റിൽ പറയുകയാണ്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മെത്തേഡ് തന്നെയാണ്. ഓക്കെ, സോ ഞാൻ ഇനി അടുത്ത പറയാൻ പോകുന്ന സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. അതായത് നമുക്ക് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അടുത്ത സെക്ഷനിൽ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗിൽ നമുക്ക് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം? മാർക്കറ്റ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നമുക്ക് പെയ്ഡ് ആയിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് പെയ്ഡ് അല്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റ് ചെയ്യാം. ഇനി അതിന് ഇങ്ങനെയാണ് പറയുന്നത്. ബേസിക്കലി നമ്മൾ നോർമൽ ടൈമിൽ പറയുകയാണെങ്കിൽ പെയ്ഡ് അഡ്വർടൈസിംഗും ചെയ്യാം, ഓർഗാനിക്കലി നമുക്ക് എന്തും ചെയ്യാം? അഡ്വർടൈസിംഗ് ചെയ്യാം. ഓർഗാനിക്കലി എന്ന് പറഞ്ഞാൽ പെയ്ഡ് അല്ലാത്ത രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ് ഓർഗാനിക്കലി നമ്മൾ മാർക്കറ്റ് ചെയ്യാന്ന് പറയുന്നത്. പെയ്ഡ് ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് പെയ്ഡ് അഡ്വർടൈസിംഗ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. പെയ്ഡ് അഡ്വർടൈസിംഗ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഗൂഗിളിൽ ഇപ്പൊ ഗൂഗിൾ എടുക്കുകയാണെങ്കിൽ ഗൂഗിളിൽ പെയ്ഡ് അഡ്വർടൈസിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്സ് ആണ്. ഗൂഗിൾ ആഡ്സ് വഴി നമുക്ക് ഗൂഗിളിലെ പല പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം? പൈസ കൊടുത്തിട്ട് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരിലോട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്ത് വിടാം. ഗൂഗിളിന്റെ പല പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ജിമെയിൽ, അതേപോലെ ഡിസ്കവർ പേജ്, യൂട്യൂബ്, അതേപോലെ ഓരോ പ്രൊമോഷണൽ രീതിയിലുള്ള വെബ്സൈറ്റ്സ്, ഇങ്ങനെയുള്ള ഗൂഗിളിന്റെ പല പ്ലാറ്റ്ഫോംസിൽ നമുക്ക് എന്ത് ചെയ്യാം? അഡ്വർടൈസ്മെന്റ് ചെയ്യാം. അത് പെയ്ഡ് ആയിട്ടുള്ള രീതി. ഇനി നമുക്ക് പെയ്ഡ് അല്ലാത്ത രീതിയിൽ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഓർഗാനിക്കലി നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റിംഗ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ അല്ല, യൂഷ്വലി നമ്മൾ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗിൽ മെയിൻ ആയിട്ടും കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഈ സെർച്ച് എഞ്ചിൻ അല്ലെങ്കിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഈ ഒരു സംഭവം, ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഈ ഒരു സോഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ മെയിൻ ആയിട്ടും ഉള്ളത് പറയുന്നത് ഈ വെബ്സൈറ്റ്സ് ആണ്. ഈ ഇന്റർനെറ്റിന്റെ അകത്ത് മെയിൻ ആയിട്ടും ഉള്ളത്. ഓക്കെ, അവിടെ ഒരുപാട് ഇപ്പൊ ഈ ഇന്റർനെറ്റിന്റെ അകത്ത് കോടിക്കണക്കിന് വെബ്സൈറ്റ്സ് ഉണ്ട്. ഇൻഫിറ്റ് എന്ന് പറയുന്നില്ല, ഒരു ലാർജ് നമ്പർ ഓഫ് വെബ്സൈറ്റ്സ് എന്തിനകത്ത് അവൈലബിൾ ആണ്? ഈ ഗൂഗിളിന്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഒരു ഇന്റർനെറ്റ് എന്ന് പറയുന്ന സ്പേസിനകത്ത് അവൈലബിൾ ആണ്. അവിടെ നമ്മളെ കമ്പനിയിൽ ബേസ് ചെയ്ത ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ് ഈ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗിന്റെ അകത്ത് വരുന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പോ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നു എന്ന് വയ്ക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പം സ്കോപ്പിനിയ തന്നെ വെക്കുക എന്ന് വയ്ക്കാം. സ്കോപ്പിനിയ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. സോഫ്റ്റ്വെയർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത് സ്കോപ്പിനിയ എന്ന് പറയുന്നത്. ഇനി ഞാനിപ്പോ ഒരു കോഴ്സ്, ഇപ്പൊ ഒരു IT കോഴ്സ് പഠിക്കാൻ പോവാണെന്ന് വെക്കാം. ഞാൻ നേരെ ചെന്നിട്ട് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുവാണ്. എനിക്കിപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല പോയി പഠിക്കാൻ പറ്റിയ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഞാൻ നേരെ പോയിട്ട് എന്ത് ചെയ്യുവാണ്? ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുവാണ്, ബെസ്റ്റ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുവാണ്. അവിടെ എനിക്ക് കുറെ ലിസ്റ്റ് ഓഫ് വെബ്സൈറ്റ്സ് കിട്ടും. അതായത് ഈ IT ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് അവിടെ എനിക്ക് എന്ത് ചെയ്യുന്നു? ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നു. അതിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ടോപ്പിൽ നിൽക്കുന്ന വെബ്സൈറ്റ് ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു റിസൾട്ട് കിട്ടുന്ന നമ്മളെ വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും ക്വാളിറ്റി ഉള്ള വെബ്സൈറ്റ്സ് ആയിരിക്കും നമുക്ക് ഏറ്റവും ടോപ്പിൽ കിട്ടുന്നത്. ഓക്കെ, നമ്മൾ അങ്ങോട്ട് താഴോട്ട് നോക്കുവാണെങ്കിൽ ഒരുപാട് വെബ്സൈറ്റ്സ് എന്ത് പറയുന്നുണ്ട്? IT ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് പറയുന്നുണ്ട്. ഓക്കെ, പക്ഷേ സ്റ്റിൽ നമ്മൾ എപ്പോഴും ഫസ്റ്റ് കിടക്കുന്ന വെബ്സൈറ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എപ്പോഴും പ്രിഫർ ചെയ്യുള്ളൂ. ഇതിന്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ
നമ്മളെ വെബ്സൈറ്റ് ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് കോടിക്കണക്കിന് വെബ്സൈറ്റ് ഉള്ളതിൽ നമ്മളെ വെബ്സൈറ്റ് ആ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിൽ വന്നാൽ മാത്രമേ നമ്മൾ ഈ വെബ്സൈറ്റ് യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്തിട്ട് യൂസ് ഉള്ളൂ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന, അതായത് ഒരു വെബ്സൈറ്റിനെ നമ്മൾ ടോപ്പിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മെത്തേഡ്സും പ്രാക്ടീസസും ആണ് SEO എന്ന് പറയുന്ന ഫാക്ടറിന്റെ അകത്ത് വരുന്നത്. അതായത് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത് എങ്ങനെ ഒരു വെബ്സൈറ്റിനെ ടോപ്പിലോട്ട് കൊണ്ടുവരാം, റാങ്ക് ചെയ്ത് കൊണ്ടുവരാം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ടോപ്പിലോട്ട് റാങ്ക് ചെയ്ത് വരും എന്നുള്ള കാര്യങ്ങളാണ് SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ആ സെറ്റ് ഓഫ് ടെക്നിക്സിന്റെ അകത്ത് വരുന്നത്. ഓക്കെ, അതിന് മുന്നേ നമ്മളിപ്പോൾ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗിന്റെ കാര്യമല്ലേ പറയുന്നത്, നമുക്ക് എങ്ങനെയാണ് ഒരു സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് നമുക്കിപ്പം നോർമലി ഒരു ഒറ്റ കാര്യം അറിയത്തുള്ളൂ, നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഗൂഗിൾ എന്ത് ചെയ്തു. ഇപ്പൊ ഗൂഗിളാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഗൂഗിൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഫെച്ച് ചെയ്ത് കൊണ്ടുവന്ന് തരുന്നു. അതായത് അത് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് എനിക്ക് എന്ത് ചെയ്യുന്നു, ഇന്റർനെറ്റിൽ നിന്ന് ഫെച്ച് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യുന്നു, കൊണ്ട് ആ റിസൾട്ട് പേജിൽ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നു. ഓക്കെ, എനിക്കപ്പം അത്രേ അറിയത്തുള്ളൂ. ഇപ്പൊ ഒരുപാട് വെബ്സൈറ്റ് ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആയിരിക്കും ആ റിസൾട്ടിൽ നിന്ന് എനിക്ക് ടോപ്പിൽ കിട്ടുന്നത്. ഇതിന് മുന്നേ രണ്ട് പ്രോസസ്സ് കൂടെ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, ഈ സെർച്ച് എഞ്ചിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ റാങ്ക് ചെയ്ത് കാണിക്കുന്നത്, അതായത് ഇത്രയും വെബ്സൈറ്റ്സ് ഉള്ളതിൽ ബെസ്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റിനെ ടോപ്പിൽ റാങ്ക് ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റേജ് ആണ്. ഓക്കെ, അതിന് മുന്നേ രണ്ട് പ്രോസസ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രോസസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു യൂസർ ഒരു ക്രോമിൽ എന്ത് ചെയ്യുന്നു, സെർച്ച് ചെയ്യുവാണ്. ക്രോം, ഓക്കെ, ക്രോം കിട്ടിയില്ല, ബിങ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇപ്പം ഞാനൊരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുവാണെങ്കിൽ നേരെ പോയിട്ട് എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ സെർച്ച് ചെയ്ത സെയിം കാര്യം തന്നെയാണ് സെർച്ച് ചെയ്യാൻ പോകുന്നത്. ബെസ്റ്റ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യമേ യുഡെമി ബിസിനസ് തന്നെ വരും. ഓക്കെ, ഇപ്പം ഇങ്ങനെ വരുന്ന ഈ ഒരു റിസൾട്ട് പേജ്, അതായത് ഈ ഒരു വൈറ്റ് പേജിനെയാണ് നമ്മൾ SERP പേജ് എന്ന് പറയുന്നത്, സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഏറ്റവും ടോപ്പിലുള്ള വെബ്സൈറ്റ് ആയിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ആദ്യം കിടക്കുന്ന വെബ്സൈറ്റ് ആയിരിക്കും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. കാരണം നമുക്ക് തന്നെ അറിയാം ആ ഒരു റിസൾട്ടിൽ ആദ്യം വരുന്ന വെബ്സൈറ്റ് ആയിരിക്കും നമ്മൾ ചോദിച്ചാൽ റെലവെന്റ് ആയിട്ടുള്ള ആൻസർ തരുന്ന വെബ്സൈറ്റ്. ഓക്കെ, ഇത് ലാസ്റ്റ് സ്റ്റേജ് ആണ്, റാങ്ക് ചെയ്ത് കാണിക്കുന്നത് പറയുന്നത് ലാസ്റ്റ് സ്റ്റേജ് ആണ്. അതില് ഈ സെർച്ച് എഞ്ചിൻ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ക്രോളിംഗ് എന്ന് പറയുന്ന പ്രോസസ് ആണ് സെർച്ച് എഞ്ചിൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഞാൻ സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, സെർച്ച് ചെയ്തു. ഈ സെർച്ച് ചെയ്ത ഈ ടേമില് ഏറ്റവും മെയിൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനെ ഡിഫൈൻ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ് ആയിരിക്കും ആദ്യം എന്ത് ചെയ്യുന്ന സെർച്ച് എഞ്ചിൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ ആണ്, ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പം ഇപ്പം ഒരാള് ഒരു ഹെൽത്ത് ഇൻഷുറൻസിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെക്കുക. അതായത് ഒരു 10-300 പേജുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ബുക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം പുള്ളി ഇത് കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചെന്നിട്ട് ഇപ്പം പുള്ളി ഇത് ചോദിക്കുവാണ്, അതായത് എന്തിനെ പറ്റിയിട്ടാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിക്കുവാണെങ്കിൽ അവൻ ഒറ്റ വേർഡിൽ പറയും, അതായത് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. നോട്ട് ചെയ്യണം, ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടിരിക്കുക എന്നായിരിക്കും പറയുന്നത്. അങ്ങനെ പറയുന്നതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ ആ ഒരു ഹോൾ കണ്ടന്റ് മെയിൻ തീം എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും, ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഈ കീവേഡിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഒരു വലിയ ടേമിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സിംഗിൾ ടേമിനെയാണ് കീവേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വലിയ ടേമിനെ അല്ലെങ്കിൽ വലിയൊരു സെന്റൻസ് അല്ലെങ്കിൽ വലിയൊരു കണ്ടന്റിനെ ഡിഫൈൻ ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു സിംഗിൾ ടേമിനെയാണ് കീവേഡ് എന്ന് പറയുന്നത്. ഞാനിപ്പോ ഈ സെർച്ച് ചെയ്ത കണ്ടന്റിൽ നിന്ന് ആദ്യം ഗൂഗിൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു കീവേഡ് എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു. ബെസ്റ്റ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ട്രിവാൻഡ്രത്തുള്ള ബെസ്റ്റ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് എനിക്ക് എന്ത് ചെയ്യണം, വേണം. ഇതാണ് ഞാൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് എന്താണ്, സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കീവേഡ് എന്ന് പറയുന്നത്. ഇത് ആദ്യം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു. ഈ കീവേഡ് സെർച്ച് എഞ്ചിൻ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇത് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ സെർച്ച് എഞ്ചിന്റെ സെർച്ച് ബോർഡ്സിന് എന്ത് ചെയ്യുന്നു, ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. സെർച്ച് ബോർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോഗ്രാംസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓരോ സെർച്ച് എഞ്ചിൻസിനും അതിൻ്റെതായിട്ടുള്ള എന്തുണ്ട്, സെർച്ച് ബോർഡ്സ് ഉണ്ട്. ഇപ്പൊ ഗൂഗിളിന്റെ സെർച്ച് ബോർഡ്സിനാണെങ്കിൽ നമ്മൾ ഗൂഗിൾ ബോർഡ്സ് എന്ന് പറയും. മൈക്രോസോഫ്റ്റിന്റെ ബിങ് സെർച്ച് എഞ്ചിന്റെ സെർച്ച് ബോർഡ്സിനാണെങ്കിൽ ബിങ് ബോർഡ്സ് എന്ന് പറയും. ഈ ബോർഡ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കീവേഡ്സ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ആരും ഡിവൈഡ് ചെയ്ത് കൊടുക്കും, ഗൂഗിൾ ആണ് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ബോർഡ്സ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ കീവേഡ് എടുത്തുകൊണ്ട് ഇന്റർനെറ്റിലോട്ട് എന്ത് ചെയ്യും, ക്രോൾ ചെയ്യും അല്ലെങ്കിൽ സെർച്ച് ചെയ്യും എന്ന് പറയാം. ഓക്കെ, ഇന്റർനെറ്റിൽ എന്ന് പറയുന്ന സ്പേസിൽ പല രീതിയിലുള്ള പല ടൈപ്പിലുള്ള പല ഇൻഫർമേഷൻ തരുന്ന വെബ്സൈറ്റ്സ് ആയിരിക്കും എന്ത്, ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സ്പേസിൽ അവൈലബിൾ ആയിട്ടുള്ള. ഇതില് ഈ സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഈ ഒരു കീവേഡിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന വെബ്സൈറ്റിനെ മാത്രം ബോട്ട് എന്ത് ചെയ്യുന്നു, സെർച്ച് ചെയ്ത് കളക്ട് ചെയ്യുന്നു.
ഇതാണ് സെർച്ച് എഞ്ചിന്റെ പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന ക്രോളിംഗ് എന്ന് പറയുന്ന സ്റ്റേജ്. നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്ന അതിൽ നിന്ന് ഒരു കീവേഡ് ഐഡന്റിഫൈ ചെയ്ത് ഗൂഗിൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ എന്ത് ചെയ്യുന്നു, അതിന്റെ സെർച്ച് ബോർഡ്സിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ സെർച്ച് ബോർഡ്സ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ്, അല്ല അത് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സിന് എന്ത് ചെയ്യുന്നു, ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഈ സ്പേസ് ഫുള്ള് സെർച്ച് ചെയ്ത് കളക്ട് ചെയ്യുന്നു. അതിനാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്. ഓക്കെ, ഇനി ഈ ക്രോൾ ചെയ്തെടുത്ത കണ്ടന്റ് അല്ലെങ്കിൽ ഈ സെർച്ച് ചെയ്ത് കളക്ട് ചെയ്ത കണ്ടന്റ് ഒന്നും ഡയറക്റ്റ് എവിടെ കൊണ്ട് കൊടുക്കത്തില്ല, ഈ സെർച്ച് ചെയ്ത യൂസറിനെ കൊണ്ട് കൊടുക്കത്തില്ല. പകരം ഈ ബോട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ കളക്ട് ചെയ്ത വെബ്സൈറ്റ്സിനെ എല്ലാം ഒരു ഗൂഗിളിന്റെ ഒരു ടെമ്പററി ഡേറ്റാ സെന്ററിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഡയറക്റ്റ് കൊണ്ട് കൊടുക്കുന്നതിന് പകരം ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഈ പ്രോസസ്സിനെയാണ് ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് വേറൊരു ഇമ്പോർട്ടൻസ് കൂടി ഉണ്ട്, ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ ഈ കളക്ട് ചെയ്യുന്ന ഡേറ്റ അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന വെബ്സൈറ്റ്സിനെ എല്ലാം ഒരു ഇമാജിനറി സ്പേസിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനെയാണ് രണ്ടാമത്തെ പ്രോസസ്സ്, അതാണ് സെർച്ച് ചെയ്യുന്ന രണ്ടാമത്തെ പ്രോസസ്സ് ഇൻഡെക്സിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, ഇനി ഈ ഇൻഡെക്സിംഗ് ഫേസസ് അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ഇപ്പം ഞാനിപ്പം ബോട്ട് കളക്ട് ചെയ്ത്, അതായത് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റിനെ കളക്ട് ചെയ്ത് ഇപ്പം ഈ ഒരു സ്പേസിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഈ സ്പേസിൽ ഇപ്പം ആക്ച്വലി സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് മാത്രമേ എന്തിലുള്ളൂ, ഈ ഒരു സ്പേസിലുള്ളൂ. ഈ സ്പേസിൽ നിന്ന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഗൂഗിൾ വന്നിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റിനെ എടുത്തിട്ട് ഈ വൈറ്റ് പേജിൽ കൊണ്ടുവന്ന് ഫസ്റ്റ് റാങ്ക് ചെയ്ത് കാണിക്കും. ഇനി അതിൽ നിന്നും ക്വാളിറ്റി കുറഞ്ഞ വെബ്സൈറ്റിനെ സെക്കൻഡ് റാങ്ക് ചെയ്ത്, അതിൽ നിന്ന് ക്വാളിറ്റി കുറഞ്ഞ തേർഡ് റാങ്ക് ചെയ്ത് കാണിക്കും. അങ്ങനെ ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ് എന്ന് പറഞ്ഞിട്ട് റാങ്ക് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് ഈ റിസൾട്ട് പേജിൽ കാണിക്കുന്നു. ഇതാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ്, റാങ്കിങ് എന്ന് പറയുന്ന സ്റ്റേജ്. ഇങ്ങനെയാണ് ഒരു സെർച്ച് എഞ്ചിൻ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ റാങ്കിങ് എന്ന് പറയുന്ന ഈ പ്രോസസ്സ് മാത്രമേ കാണുന്നുള്ളൂ, അതിന് മുന്നേ ഈ രണ്ട് പ്രോസസ്സ് കൂടി ഉണ്ട്. ഓക്കെ, ക്രോളിങ്ങും ഇൻഡെക്സിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കൂടി ഉണ്ട്. അതായത് ഒന്നുകൂടെ പറയാം, നമ്മളൊരു കണ്ടന്റ് സെർച്ച് ചെയ്യുമ്പോൾ ആ കണ്ടന്റിലെ മെയിൻ കീവേഡ് എന്താണോ അത് എന്ത് ചെയ്യുന്നു, സെർച്ച് എഞ്ചിൻ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു. ഈ ഐഡന്റിഫൈ ചെയ്ത കീവേഡ് എടുത്ത് സെർച്ച് എഞ്ചിന്റെ സെർച്ച് ബോർഡ്സിന് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്രോളേഴ്സ് എന്ന് പറയും, ഈ ക്രോളേഴ്സിന് എന്ത് ചെയ്യുന്നു, ഈ കീവേഡ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ ക്രോളേഴ്സ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ കീവേഡ് എടുത്തുകൊണ്ട് പോയിട്ട് ഇന്റർനെറ്റ് ഫുൾ എന്ത് ചെയ്യുന്നു, ക്രോൾ ചെയ്ത് അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സിന് എന്ത് ചെയ്യുന്നു, ഈ ബോർഡ്സ് കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്രോളിംഗ് എന്ന് പറയുന്നത്. ഈ ക്രോൾ ചെയ്തെടുത്ത കണ്ടന്റിനെല്ലാം ഗൂഗിളിലെ ഒരു ഡേറ്റാ സെന്ററിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്ത് വെക്കുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനെയാണ് രണ്ടാമത്തെ പ്രോസസ്സ് ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത്. ഈ ഇൻഡെക്സിംഗ് ഫേസിൽ നിന്ന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റിന് എടുത്ത് ടോപ്പിൽ, അതേപോലെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, റാങ്ക് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു സെർച്ച് എഞ്ചിൻ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനനുസരിച്ച് അപ്പൊ തന്നെ നമുക്ക് സ്പോട്ടിൽ കണ്ടന്റ് കിട്ടും. പക്ഷേ ഈ മൂന്ന് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ റെലവെന്റ് ആയിട്ടുള്ള ഈ റിസൾട്ട് നമുക്ക് ഈ ഒരു റിസൾട്ട് പേജിൽ കിട്ടുന്നത്. ഇത് നമ്മൾ SERP പേജ് എന്ന് പറയും, സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്, SERP പേജ് എന്ന് നമ്മൾ എന്ത് ചെയ്യും പറയാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കളക്ട് ചെയ്തെടുക്കുന്ന കണ്ടന്റ്സ് ഒന്നും ബോട്ട് എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് എവിടെ കൊണ്ട് കൊടുക്കുന്നില്ല, യൂസറിനെ കൊണ്ട് കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഇൻഡെക്സിംഗ് ഫേസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് എന്ത് വരാം, ഒരു തോട്ട് വരാം. റീസൺ എന്താന്ന് പറഞ്ഞാൽ ഈ ബോട്ട്സിന് ഒരു കളക്ട് ചെയ്യുന്ന വെബ്സൈറ്റ് ലീഗൽ വെബ്സൈറ്റ് ആണോ, ഇല്ലീഗൽ വെബ്സൈറ്റ് ആണോ, ഇറലവന്റ് വെബ്സൈറ്റ് ആണോ, റെലവന്റ് വെബ്സൈറ്റ് ആണോ എന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ബോട്ട് ജസ്റ്റ് ഇത് മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പൊ ഞാൻ കൊണ്ടുപോകുന്ന കണ്ടന്റുമായിട്ട് അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്ന കീവേഡുമായിട്ട് ഈ വെബ്സൈറ്റ് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ ഗൂഗിൾ എന്ത് ചെയ്യത്തുള്ളൂ, നോക്കത്തുള്ളൂ. ഇപ്പം ഗൂഗിൾ അല്ല, ഈ സെർച്ച് ബോട്ട് നോക്കത്തുള്ളൂ. ഈ ബോട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പം റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് കിട്ടുവാണെങ്കിൽ അതിന് എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. അത് ലീഗൽ ആണോ, ഇല്ലീഗൽ വെബ്സൈറ്റ് ആണോ, റെലവന്റ് വെബ്സൈറ്റ് ആണോ, ഇറലവന്റ് വെബ്സൈറ്റ് ആണോ എന്ന് എന്ത് ചെയ്യത്തില്ല, ചെക്ക് ചെയ്തില്ല. ഓക്കെ, അതാണ് ഇൻഡെക്സിംഗ് ഫേസിലെ ഒരു ഇമ്പോർട്ടൻസ് വന്നത്. ഫോർ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പം ആരെങ്കിലും ഒരാൾ ഇപ്പം ഡ്രഗ്സ് ഫോർ സെയിൽ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, സെർച്ച് ചെയ്യുന്നു നോക്കി. ആക്ച്വലി ഈ ഡ്രഗ് എന്ന് പറയുന്ന ടേമിന് രണ്ട് മീനിങ് ആണ് വരുന്നത്. ഒരു ലീഗൽ മീനിങ്ങും വരും, ഇല്ലീഗൽ മീനിങ്ങും വരും. ആക്ച്വലി ഈ ഡ്രഗിന്, മെഡിസിന് നമ്മൾ മറ്റൊരു പേരാണെന്ന് പറയുന്നത് ഈ ഡ്രഗ് എന്ന് പറയുന്നത് ഈ ഒരു ടേം. ഓക്കെ, ഈ ഡ്രഗ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്ന പുള്ളി പാവപ്പെട്ടവൻ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഒരു മെഡിസിനോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിനെ പറ്റിയിട്ടോ ആയിരിക്കും പുള്ളി എന്ത് ചെയ്യുന്നത്, സെർച്ച് ചെയ്യുന്നത്. പക്ഷേ ഈ ഡ്രഗ്സ് ഫോർ സെയിൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഈ ബോട്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ മെഡിക്കൽ സ്റ്റോറിന്റെ വെബ്സൈറ്റ് കളക്ട് ചെയ്യും. അതേപോലെ തന്നെ ഈ ഇല്ലീഗൽ ആയിട്ട് ഈ ഡ്രഗ് ഡീലിംഗ് നടക്കുന്ന വെബ്സൈറ്റിനെ എന്ത് ചെയ്യും, ബോട്ട് വന്ന് കളക്ട് ചെയ്യും. ഇതിനെല്ലാത്തിനെയും കൊണ്ടുവന്ന് എവിടെ കൊണ്ടുവെക്കും, ഈ ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞ ഫേസിന്റെ അത് കൊണ്ടുവെക്കും. എന്നിട്ട് ഈ ഇൻഡെക്സിംഗ് ഫേസിൽ വെച്ചിട്ടാണ് ഗൂഗിൾ എന്ത് ചെയ്യുന്നത്, ഗൂഗിൾ വന്നിട്ട് ഇതിൽ ഇലീഗൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ഏതൊക്കെയാണെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഇവരെല്ലാം എന്ത് ചെയ്യും, അങ്ങ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് മാറ്റും. അതായത് ഈ ലിസ്റ്റിലേ കാണിക്കത്തില്ല. എന്നിട്ട് ലീഗൽ ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള വെബ്സൈറ്റിനെ മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഈ ലിസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യും, തിരിച്ചെടുക്കും. എന്നിട്ട് ആ ലിസ്റ്റിൽ നിന്നാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, നമുക്ക് റാങ്ക് ചെയ്ത് ഈ SERP പേജിൽ കാണിക്കുന്നത്. ഓക്കെ, അതാണ് ഇൻഡെക്സിംഗ് പേജിന് മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മളൊരു സെർച്ച് എഞ്ചിൻ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. മൂന്ന് ഫേസ് വഴിയാണ് ഒരു സെർച്ച് എഞ്ചിൻ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്ന. ക്രോളിംഗ് ഫേസ്, ഇൻഡെക്സിംഗ് ഫേസ്, റാങ്കിങ് അല്ലെങ്കിൽ റിട്രീവൽ ഫേസ് എന്ന് പറയും. ഓക്കെ, ഇനി ഇങ്ങനെയാണ് ഒരു സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഒരു സെർച്ച് എഞ്ചിന്റെ അകത്ത്, അതായത് നമ്മളിപ്പോ സെർച്ച് എഞ്ചിൻ, ആക്ച്വലി സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു സോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം.
ഓക്കെ, അതായത് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സ്പേസിൽ നമ്മൾ ആക്സസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു സോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഈ സെർച്ച് എഞ്ചിൻ. അതായത് ഗൂഗിള്, ബിങ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് എന്ന് പറയുന്ന സ്പേസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ അല്ലെങ്കിൽ സോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഇന്റർനെറ്റില് അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ എങ്ങനെ റാങ്ക് ചെയ്യണം, എന്തിന്റെ ബേസിസിൽ റാങ്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഈ സെർച്ച് എഞ്ചിനാണ് തീരുമാനിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റ് എല്ലാ വെബ്സൈറ്റിനെയും പോലെ ആണ് എവിടെ കിടക്കുന്നത്, ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സ്പേസിൽ കിടക്കുന്നത്. പക്ഷേ ഇത് എവിടെ കാണിക്കണം, എങ്ങനെ കാണിക്കണം, ഏത് പൊസിഷനിൽ കാണിക്കണം എന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ വെബ്സൈറ്റ് കാണിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? ഈ സെർച്ച് എഞ്ചിനാണ് തീരുമാനിക്കുന്നത്. അതായത് നമ്മൾ ഏത് സെർച്ച് എഞ്ചിൻ ത്രൂ ആണോ നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സ്പേസ് ആക്സസ് ചെയ്യാൻ പോകുന്നത്, ആ സെർച്ച് എഞ്ചിനാണ് ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. ഓക്കെ, സോ ഇനി നമ്മളിപ്പോ ഈ ഇന്റർനെറ്റിൽ നിന്നുള്ള സ്പേസിൽ നമ്മൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്തിട്ടേ കാര്യമുള്ളൂ? നമ്മുടെ സർവീസസ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ടോപ്പിൽ റാങ്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു വെബ്സൈറ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് എനിക്ക് വെബ്സൈറ്റ് എന്ന് പറയുന്നതിൽ യൂസ് ഉള്ളൂ. കാരണം നമ്മളിപ്പോ ഒരു മൂന്നാമത്തെയോ അല്ലെങ്കിൽ ഒരു 10ാമത്തെയോ 40ാമത്തെ പേജിൽ റാങ്ക് ചെയ്ത് വന്നിട്ട് കാര്യമില്ല. കാരണം ആൾക്കാർ മാക്സിമം ഒരു ഫസ്റ്റ് പേജ് അല്ലെങ്കിൽ സെക്കൻഡ് പേജിലുള്ള വെബ്സൈറ്റ്സ് മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ചെക്ക് ചെയ്തുള്ളൂ. അപ്പൊ നമ്മൾ 30ാമത് കിടക്കുകയാണെങ്കിൽ 30ാമത് വരെ ഒന്നും ആരും എന്ത് ചെയ്തില്ല, ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്ത് ഒന്നും നോക്കത്തില്ല. ഫസ്റ്റ് അവർ മെയിൻ ആയിട്ടും പ്രിഫർ ചെയ്യുന്ന ആദ്യത്തെ ഒരു ടോപ്പ് 3 അല്ലെങ്കിൽ ഒരു ടോപ്പ് 10ലുള്ള വെബ്സൈറ്റ് മാത്രമേ അവരെന്ത് ചെയ്യത്തുള്ളൂ, എപ്പോഴും പ്രിഫർ ചെയ്യത്തുള്ളൂ. ഇനി നമ്മൾ ആ ടോപ്പ് 10ൽ അല്ലെങ്കിൽ ആ ടോപ്പ് 3ൽ വന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗിന്റെ റീച്ച് നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ, അതാണ് എന്തിൽ വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഓർഗാനിക് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അതായത് പേയ്മെന്റ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ വെബ്സൈറ്റിനെ ടോപ്പിലോട്ട് കൊണ്ടുവരും. ഓക്കെ, ഇനി ഒരു വെബ്സൈറ്റിനെ ഗൂഗിൾ പല ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, റാങ്ക് ചെയ്ത് ടോപ്പിലോട്ട് കൊണ്ടുവരും. ഓക്കെ, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ് ഒരു വെബ്സൈറ്റ് റാങ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗൂഗിൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു വെബ്സൈറ്റിനെ ടോപ്പിലോട്ട് കൊണ്ടുവരുന്നത്, ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ മെത്തേഡ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സിനെ ബേസിസിലാണ് ചെയ്യുന്നത്, ഇതെല്ലാം വരുന്നത് SEO എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. SEO എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ടെക്നിക്സ് അല്ലെങ്കിൽ പ്രാക്ടീസസ് ആണ്. ഇത് നമ്മൾ വെബ്സൈറ്റിന് അകത്തും പുറത്തുമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ടെക്നിക്സ് ആണ്. ഈ ടെക്നിക്സ് നമ്മൾ വെബ്സൈറ്റിന് അകത്ത് പുറത്തുമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ വെബ്സൈറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, മുകളിലോട്ട് വരും. അതായത് ഇപ്പൊ ബെസ്റ്റ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്കോപ്പ് ഇന്ത്യ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇപ്പൊ ഒരു 20ാമത്തെ പൊസിഷനിലാണ് വരുന്നതെന്ന് വെക്കുക. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മൾ റാങ്ക് എന്ന് പറയുന്നത് 20ാമത്തെ പൊസിഷനിലാണ്. ഓക്കെ, നമ്മൾ ഈ SEO എന്ന് പറയുന്ന ടെക്നിക്ക് ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് വെബ്സൈറ്റ് ഇംപ്രൂവ് ചെയ്ത് പതുക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോപ്പിലോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ ആദ്യമേ നമ്മുടെ വെബ്സൈറ്റ് എവിടെ പോകത്തില്ല, ടോപ്പിൽ വരത്തില്ല. നമ്മൾ വെബ്സൈറ്റ് ഇംപ്രൂവ് ചെയ്ത് SEO ടെക്നിക്സ് ഇംപ്ലിമെന്റ് ചെയ്ത് ഇംപ്രൂവ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പതുക്കെ വെബ്സൈറ്റിനെ ടോപ്പിലോട്ട് കൊണ്ടുവരുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്ന എന്തൊക്കെയാണ് ഈ SEO ടെക്നിക്സ്, അല്ലെങ്കിൽ എന്തൊക്കെ മെയിൻ ടെക്നിക്സ് നമ്മൾ വെബ്സൈറ്റിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് കയറി വരുന്നു. അതാണ് ഞാൻ അടുത്ത പറയാൻ പോകുന്നത്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ SEO എന്ന് പറയുന്നത് എ സെറ്റ് ഓഫ് പ്രാക്ടീസസ് ദാറ്റ് ആർ ഇംപ്ലിമെന്റഡ് ഇൻസൈഡ് എ വെബ്സൈറ്റ് ആൻഡ് ഔട്ട്സൈഡ് എ വെബ്സൈറ്റ്. ടെക്നിക്സ് ആണ്. അതേപോലെ ഇതിന്റെ അകത്ത് കുറച്ച് തിയറീസും ഐഡിയാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം എന്തിനകത്താണ് വരുന്നത്, SEO വരുന്നത്. ഇനി ഈ SEO ടെക്നിക്സിന് ഞാൻ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് ഈ ടെക്നിക്സ് എന്ത് ചെയ്യാം, വെബ്സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇനി വെബ്സൈറ്റിന്റെ അകത്ത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ടെക്നിക്സിന് ഞാൻ ഓൺ പേജ് SEO എന്നാണ് പറയുന്നത്. അതായത് വെബ്സൈറ്റിന്റെ അകത്ത് ഞാൻ കുറെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും, കുറെ ടെക്നിക്സ് അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യും. അതെല്ലാം വെബ്സൈറ്റിന്റെ അകത്താണ് ചെയ്യുന്നത്. വെബ്സൈറ്റിന്റെ അകത്ത് ചെയ്യുന്ന ടെക്നിക്സിനെല്ലാം ഓൺ പേജ് SEO എന്നും, വെബ്സൈറ്റിന്റെ പുറത്ത് നിന്ന് ചെയ്യുന്ന ടെക്നിക്സിനെല്ലാം ഞാൻ ഓഫ് പേജ് SEO എന്നാണ് പറയുന്നത്. ഈ SEO ചെയ്യുമ്പോൾ പൊതുവെ നമുക്ക് എന്ത് ചെയ്യും, വെബ്സൈറ്റ് റാങ്ക് ചെയ്ത് വരും. അതേപോലെ തന്നെ റാങ്ക് ചെയ്യുന്നതിലൂടെ കൂടെ നമുക്ക് എന്തും കൂടെ വരും, വെബ്സൈറ്റിനകത്തോട്ട് ആൾക്കാർ വരും. നമ്മൾ ഈ ഒരു ഷോപ്പിനകത്ത് ആൾക്കാർ വരുന്നതിന് നമ്മൾ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന പോലെ നമ്മുടെ വെബ്സൈറ്റിന്റെ അകത്ത് വരുന്ന ആൾക്കാരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ വെബ്സൈറ്റിന്റെ അകത്ത് വന്നാലേ ആൾക്കാർ വന്നാലേ നമ്മുടെ സർവീസസ് എന്താണ്, നമ്മുടെ കമ്പനി എന്തിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ സർവീസസ് എന്താണ് എന്നൊക്കെ അവർ നോക്കിയിട്ട് അവർ നമ്മളെ സർവീസ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് അവർ എന്ത് ചെയ്യത്തുള്ളൂ, പർച്ചേസ് ചെയ്യത്തുള്ളൂ. സോ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്യുവാണെങ്കിൽ ആൾക്കാർ നമ്മുടെ വെബ്സൈറ്റിന് അകത്തോട്ട് വരണം, നമ്മളെ സർവീസസും നമ്മുടെ പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് അറിയണം, നമ്മളെ കമ്പനി എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് അറിയണം, നമ്മുടെ സർവീസ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് അവരെന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. പ്രോഡക്റ്റ് എപ്പോഴും എന്താണ്, പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഈ SEO ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മളെ വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നു, ടോപ്പിലോട്ട് റാങ്ക് ചെയ്ത് വരുന്നു. അതായത് നമ്മൾ സർവീസ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എവിടെ ആയിരിക്കും കാണിക്കുന്നത്, ടോപ്പിലായിരിക്കും കാണിക്കുന്നത്. അത് കാണുമ്പോഴത്തേക്ക് ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിന് അകത്തോട്ട് വരുന്നു. വെബ്സൈറ്റിനകത്തോട്ട് വന്ന് നമ്മൾ സർവീസസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നു, അവരെന്ത് ചെയ്യുന്നു, അത് പർച്ചേസ്. ഓക്കെ, ഒരു ഷോപ്പിലെ ഒരു കസ്റ്റമർ വരുന്നതിന് നമ്മൾ ഒരു ആൾക്കാർ വരുന്നതിന് നമ്മൾ എന്തെന്ന് പറയും,
കസ്റ്റമേഴ്സ് എന്ന് പറയും. അറ്റ് ദ സെയിം ടൈം ഒരു വെബ്സൈറ്റിനകത്ത് വരുന്ന ആൾക്കാരെ നമ്മൾ കസ്റ്റമേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ അവരെ വിളിക്കുന്ന ടേം കസ്റ്റമേഴ്സ് എന്നല്ല, നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ട്രാഫിക് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരെ വിളിക്കുന്നത്. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റിനകത്ത് വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ ട്രാഫിക് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത്. നമ്മൾ SEO ചെയ്യുന്നതിലൂടെ രണ്ട് മെയിൻ കാര്യങ്ങളാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ വെബ്സൈറ്റിന്റെ റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ നമ്മളെ വെബ്സൈറ്റിന്റെ അകത്ത് വരുന്ന ആൾക്കാരുടെ കൗണ്ട് എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാം. അതായത് റാങ്കിങ്ങും ട്രാഫിക്കും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SEO ടെക്നിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അത് രണ്ട് രീതിയിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓൺ പേജ് SEO ആയിട്ടും ഓഫ് പേജ് SEO ആയിട്ടും. അതായത് വെബ്സൈറ്റിന്റെ അകത്ത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, അതിന് ഓൺ പേജ് SEO എന്ന് പറയും. വെബ്സൈറ്റിന്റെ പുറത്ത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, അതിന് ഓഫ് പേജ് SEO എന്ന് പറയും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓൺ പേജ് SEOന്റെ അകത്ത് വരുന്ന ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഓൺ പേജ് SEOയിലെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ വെബ്സൈറ്റിനകത്ത് എപ്പോഴും ക്വാളിറ്റി ഉള്ള കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, പ്രൊവൈഡ് ചെയ്യാവുള്ളൂ. ഓക്കെ, അത് എന്തിട്ടാണെന്ന് പറഞ്ഞാൽ, ക്വാളിറ്റി ഉള്ള കണ്ടന്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ നമ്മൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നണം, അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള കണ്ടന്റ് വേണം നമ്മൾ എപ്പോഴും എന്തിൽ കൊടുക്കാൻ, നമ്മുടെ വെബ്സൈറ്റിനകത്ത് പ്രൊവൈഡ് ചെയ്യാൻ. അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പം സ്കോപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ്, ഓക്കെ, ഇവിടെ എനിക്കിപ്പം അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ഈ ബാനേഴ്സ് ആണെന്ന് വെക്കാം. ഓക്കെ, ഇപ്പൊ കൊള്ളാം, ഇപ്പൊ ഇവിടെ ഒരു 8 ബാനർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്കിപ്പം ഈ വെബ്സൈറ്റിൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ഈ ബാനറാണ്. ഓക്കെ, ഞാനിപ്പോ ഒരു POV കാണിക്കുകയാണ്, എന്റെ ഒരു പെർസ്പെക്റ്റീവ് കാണിക്കുകയാണ്. അതായത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വെബ്സൈറ്റിൽ എന്ത് ചെയ്യുന്നത്, വിസിറ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കുള്ള ഒരു POV ഞാൻ കാണിച്ചു. ഓക്കെ, ഞാൻ ഡയറക്റ്റ് സ്കോപ്പിനെ സെർച്ച് ചെയ്യുന്നു, സ്കോപ്പിന്റെ വെബ്സൈറ്റിനകത്തോട്ട് വരുന്നു. ഓക്കെ, സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഓക്കെ, ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ ബാനർ കാണുന്നു. ബാനർ എന്ത് ചെയ്യുന്നു, ഈ ബാനർ എനിക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ബാനറെല്ലാം എനിക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഈ ബാനർ എല്ലാം ഓരോന്നായിട്ട് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഓക്കെ, കൊള്ളാം, കോഴ്സസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ സ്ക്രോൾ ചെയ്തെല്ലാം നോക്കി. താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ സൈൻ അപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഞാൻ കുറച്ച് ടെക്സ്റ്റ് കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൺ സെക്കൻഡ്. ഓക്കെ, ഞാൻ ഇവിടെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ടെക്സ്റ്റ് കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് കണ്ടന്റ്സ് ഞാൻ അങ്ങനെ ഒരുപാടൊന്നും നോക്കത്തില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് വായിക്കുന്നു. ഓക്കെ, താഴെ പ്ലേസ്മെന്റ്സ്, കോഴ്സസ്, അതിലോട്ട് പോകാനുള്ള പേജസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ട്രെയിനിങ്, ഇന്റേൺഷിപ്പ്, ഗ്രൂമിംഗ്, പ്ലേസ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, പേജ് കഴിഞ്ഞു, ഞാൻ എന്ത് ചെയ്യുന്നു, ബാക്കിലോട്ട് പോകുന്നു. ഓക്കെ, ഞാനിപ്പം ഇവിടെ ഒരു ആവറേജ് ഇപ്പോൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് സ്പെൻഡ് ചെയ്തു എന്ന് വെക്കാം. ഓക്കെ, ഈ വെബ്സൈറ്റിൽ ഈ ഒരു പേജിന്റെ അകത്ത് ഞാൻ 2 മിനിറ്റ്സ് എന്ത് ചെയ്തു, സ്പെൻഡ് ചെയ്തു എന്ന് വെക്കാം. അതില് ഞാൻ ഒരു 80% ടൈം സ്പെൻഡ് ചെയ്തത് എന്ത് ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ബാനേഴ്സ് ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ടൈം എടുത്തത്. കാരണം ഇവിടെ എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ ബാനേഴ്സ് ആണ്, അല്ലെങ്കിൽ ഈ പോസ്റ്റേഴ്സ് ആണ് എനിക്ക് എന്തായിട്ട് തോന്നിയത്, കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. സോ എന്റെ ഒരു 80% ടൈമും ഞാൻ സ്പെൻഡ് ചെയ്തത് എവിടെയാണ്, ഈ ബാനർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പെൻഡ് ചെയ്തത്. ഓക്കെ, ഒരു 1 മിനിറ്റ് ഇപ്പൊ കൺസിഡർ ചെയ്യാം, ഞാൻ 1 മിനിറ്റ് ഈ വെബ്സൈറ്റിനകത്ത് സ്പെൻഡ് ചെയ്തു. ഇനി അടുത്ത ഒരു POV എന്ന് പറഞ്ഞാൽ സെയിം, ഇവിടെ ഞാൻ ഈ ബാനർ ഇട്ടിട്ടില്ല എന്ന് വെക്കാം. ആക്ച്വലി ഇവിടെ ഇപ്പം ഇങ്ങനെ കിടക്കുന്ന പോലെ ഇപ്പൊ പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്. ഞാൻ ഈ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പേജിനകത്ത് ഞാൻ ബാനർ ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പോഴുള്ള ഒരു പെർസ്പെക്റ്റീവ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഇതേപോലെ തന്നെ ഫസ്റ്റ് ടൈം ഞാൻ ഈ വെബ്സൈറ്റിന്റെ അകത്ത് വരുവാണ്. ഓക്കെ, സ്കോപ്പിനെ സെർച്ച് ചെയ്ത് ഡയറക്റ്റ് ഞാൻ ഇവിടെ എത്തി, നേരെ സ്ക്രോൾ ചെയ്ത് എന്ത് ചെയ്യും, താഴോട്ട് പോകും. കാരണം ഇവിടെ ഇപ്പൊ കണ്ടന്റ് ഒന്നും ഇട്ടിട്ടില്ല, ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. നേരെ എന്ത് ചെയ്യുന്നു, ഞാൻ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുന്നു. താഴോട്ട് വരുമ്പോഴത്തേക്ക് ഓക്കെ, സൈൻ അപ്പ് ഫോമിന്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് കണ്ടന്റ്സ് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് ഓടിച്ച് വായിക്കും. ഓക്കെ, കോഴ്സസ് പേജസിന്റെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ട്രെയിനിങ്, ഇന്റേൺഷിപ്പ്, ഗ്രൂമിംഗ്, പ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. പേജ് കഴിഞ്ഞു, ഞാൻ എന്ത് ചെയ്യുന്നു, ബാക്ക് പോകുന്നു. ഓക്കെ, ഇപ്പം എന്റെ ടൈം എത്ര ആയിട്ട് കൺവേർട്ട് ആയി, അതായത് ഞാൻ ആദ്യം വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ ബാനർ ഉണ്ടായിരുന്നു. ഈ ബാനർ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ ടൈം എന്ത് ചെയ്യേണ്ടി വന്നു, ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതായത് അതൊരു 1 മിനിറ്റ് ആയിട്ട് എന്തായി, അത് കൺവേർട്ട് ആയി. പക്ഷേ ഇവിടെ ബാനർ ഇടാണ്ട് വന്നപ്പോ എന്റെ ഈ 1 മിനിറ്റ് എന്ന് പറയുന്ന ഈ ടൈം ചെറുതായിട്ട് എത്രയായിട്ട് മാറി, ഒരു 20 സെക്കൻഡ് 30 സെക്കൻഡ് ആയിട്ട് എന്തായി, കൺവേർട്ട് ആയിട്ട് മാറി. അതായത് ഇതിന്റെ ഓവറോൾ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ ബാനർ അല്ലെങ്കിൽ ഈ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ഇട്ടപ്പോൾ യൂസർ കുറച്ചുകൂടെ ടൈം എന്ത് ചെയ്തു, ഈ വെബ്സൈറ്റിന്റെ അകത്ത് സ്പെൻഡ് ചെയ്തു. അത് ഇട്ടിട്ടില്ലാതിരുന്നപ്പോൾ അവിടെ സ്പെൻഡ് ചെയ്ത ടൈം എന്ത് ചെയ്തു, കുറഞ്ഞു. ഓക്കെ, അതായത് ഒരു വെബ്സൈറ്റിന്റെ അകത്ത് ഒരു യൂസർ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനെ നമ്മൾ എൻഗേജ്മെന്റ് ടൈം എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു വെബ്സൈറ്റിന്റെ അകത്ത് ഒരു യൂസർ സ്പെൻഡ് ചെയ്യുന്ന ടൈമിന് എൻഗേജ്മെന്റ് ടൈം എന്ന് പറയും. ഓക്കെ, ഈ എൻഗേജ്മെന്റ് ടൈം എന്ന് പറയുന്നത് ഒരു റാങ്കിങ് ഫാക്ടറാണ്. അതായത് ഗൂഗിള് ഒരുപാട് ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ് ഒരു വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നത്, റാങ്ക് ചെയ്ത് ടോപ്പിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ റാങ്ക് ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഈ എൻഗേജ്മെന്റ് ടൈം എന്ന് പറയുന്നത്. അതായത് ഒരു യൂസർ ഒരു വെബ്സൈറ്റിനകത്ത് എത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ആര് ചെക്ക് ചെയ്യും, ഗൂഗിൾ ചെക്ക് ചെയ്യും. ഇനി നമുക്ക്
നേരത്തെ ഈ വെബ്സൈറ്റിനകത്ത് ഈ 1 മിനിറ്റ് ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യിക്കാൻ പറ്റി? ഇവിടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ഇട്ടപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? സ്പെൻഡ് ചെയ്യിക്കാൻ പറ്റി. പകരം നമ്മളിവിടെ കണ്ടന്റ് ഇടാണ്ടിരുന്നപ്പോൾ അവിടെ എന്ത് ചെയ്യേണ്ടി വന്നു? എൻഗേജ്മെന്റ് ടൈം അവിടെ കുറഞ്ഞു. ഓക്കെ, ഒരു വെബ്സൈറ്റിനകത്ത് എൻഗേജ്മെന്റ് ടൈം കുറവാണെങ്കിൽ ഗൂഗിൾ എന്ത് കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞാൽ യൂസറിന് ആവശ്യമായിട്ടുള്ള കണ്ടന്റ്സ് ഒന്നും അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഒന്നും ഈ വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് കൺസിഡർ ചെയ്യും? ഗൂഗിൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു POV വെച്ച് നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മളൊരു വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങി. എനിക്കിപ്പോ ഈ വെബ്സൈറ്റിനകത്ത് യൂസ്ഫുൾ ആയിട്ടൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല എങ്കിൽ ഞാൻ അപ്പോഴും എന്ത് ചെയ്യും? വെബ്സൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത വെബ്സൈറ്റ് ചെക്കൗട്ട് ചെയ്യും. ഓക്കെ, സെയിം അതേപോലെ തന്നെയാണ് ഗൂഗിൾ എന്ത് ചെയ്യുന്നത്? ഇവിടെയും കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ ഒരു വെബ്സൈറ്റിനകത്ത് ഒരുപാട് ടൈം ഒന്നും ആരും സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് ഉള്ളതിന്റെ ഫൈനൽ മീനിങ് എന്താന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിൽ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് മെയിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതാണ് ഒന്നാമത്തെ ഫാക്ടർ. നമ്മൾ ക്വാളിറ്റി ഉള്ള കണ്ടന്റ് വെബ്സൈറ്റിനകത്ത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസറിന്റെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യിക്കാൻ പറ്റും. വെബ് പേജിന്റെ അകത്ത് അല്ലെങ്കിൽ വെബ്സൈറ്റിനകത്ത് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യിക്കാൻ പറ്റും. ഇനി നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ഇടുമ്പോൾ നമുക്ക് വേറൊരു ഫാക്ടർ കൂടി കിട്ടും. അതായത് ഇപ്പൊ എനിക്ക് ഇതിൽ ഈ ബാനേഴ്സ് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. ഓക്കെ, അപ്പം എനിക്ക് ബാക്കിയുള്ള പേജസ് ചെക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഒരു ടെൻഡൻസി വരും. ഓക്കെ, അതായത് ഇപ്പം ബാക്കിയുള്ള പേജസിൽ എന്തൊക്കെയാണ് കണ്ടന്റ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും കിടപ്പുണ്ടോ, അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും കണ്ടന്റ് കിടപ്പുണ്ടോ എന്ന് ചെക്ക്ഔട്ട് ചെയ്യാനായിട്ട് എന്ത് വരും? ഒരു ടെൻഡൻസി വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഹോം പേജിൽ നിന്ന്, ഇപ്പൊ ഹോം പേജിലാണ് കറന്റ് നിൽക്കുന്നത്, ഞാൻ ബാക്കിയുള്ള പേജസ് എന്ത് ചെയ്യും? ചെക്ക് ചെയ്ത് നോക്കും. ഇവിടെ നിന്ന് ഞാൻ ഹോം പേജിൽ നിന്ന് കോഴ്സസ് പേജിലോട്ട് പോയപ്പോൾ ഇവിടെ ഒരു ആക്ഷൻ നടന്നു. അതായത് ഞാൻ ഹോം പേജിൽ നിന്ന് കോഴ്സസ് പേജിലോട്ട് പോയപ്പോൾ ഇവിടെ ഒരു ആക്ഷൻ നടന്നു. അതായത് ഞാൻ ഈ ഹോം പേജിൽ നിന്ന് കോഴ്സസ് പേജിലോട്ട് ക്ലിക്ക് ചെയ്താണ് പോയത്. ഓക്കെ, ഞാനിപ്പോൾ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലോട്ട് പോകാൻ വേണ്ടി ഞാൻ മെയിൻ ആയിട്ട് ബേസിക്കലി എന്താണ് ചെയ്യുന്നത്? നമ്മൾ അവിടെ പോയിട്ട് ക്ലിക്ക് ആണ് ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലും ലിങ്കോ ബട്ടണോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യും? ക്ലിക്ക് ചെയ്യും. ക്ലിക്സ്, സ്ക്രോൾസ്, സ്വൈപ്സ്, അല്ലെങ്കിൽ ക്ലിക്ക്, സ്ക്രോള്, സ്വൈപ്പ്, ഇങ്ങനെയുള്ള കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഓക്കെ, ഒരു വെബ്സൈറ്റിന് അകത്ത് നടക്കുന്ന മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ക്ലിക്സ്, സ്ക്രോൾസ്, സ്വൈപ്സ്, ഇങ്ങനെയുള്ള എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ക്ലിക്ക് എന്ന് പറയുന്നത്. ഒരു വെബ്സൈറ്റിന് എത്രത്തോളം ക്ലിക്ക് കിട്ടുമെന്നും ആര് കൺസിഡർ ചെയ്യും? ഗൂഗിൾ കൺസിഡർ ചെയ്യും. അതായത് ഒരു വെബ്സൈറ്റിനകത്ത് ഒരുപാട് ക്ലിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ഒരു ആക്റ്റീവ് ആയിട്ടുള്ള സൈറ്റ് ആയിട്ട് ഗൂഗിൾ എന്ത് ചെയ്യും? കാണും. അപ്പൊ നമ്മൾക്ക് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ഇടുമ്പോഴത്തേക്ക് നമുക്ക് മാക്സിമം എന്ത് ചെയ്യാനും പറ്റും? ഒരു വെബ്സൈറ്റിൽ ക്ലിക്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതും ആക്ച്വലി എന്താണ്? ഒരു റാങ്കിങ് ഫാക്ടർ, ക്ലിക്ക് ത്രൂ റേറ്റ്, CTR എന്ന് പറയും. ഓക്കെ, സോ നമുക്ക് രണ്ട് റാങ്കിങ് ഫാക്ടേഴ്സ് ആണ് ക്വാളിറ്റി ഉള്ള കണ്ടന്റ് വെബ്സൈറ്റിൽ ഇടുമ്പോൾ കിട്ടുന്നത്. ഒന്ന്, നമുക്ക് യൂസറിന്റെ മെയിൻ ആയിട്ടും എൻഗേജ്മെന്റ് ടൈം, അതായത് യൂസർ വെബ്സൈറ്റിനകത്ത് സ്പെൻഡ് ചെയ്യുന്നതിന്റെ ടൈം എന്ത് ചെയ്യാൻ പറ്റും? ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് മാക്സിമം ക്ലിക്സും എന്ത് ചെയ്യാൻ പറ്റും? ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഓൺ പേജ് എസ്ഇഒ ടെക്നിക്. നമ്മൾ വെബ്സൈറ്റിന്റെ അകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഓൺ പേജ് എസ്ഇഒ ടെക്നിക് ആണ് പബ്ലിഷ് ഹൈ ക്വാളിറ്റി കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ URL. രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ URL ഒപ്റ്റിമൈസേഷൻ. URL ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഒരു പേജിന്റെ URL എപ്പോഴും എന്തായിരിക്കാം? ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ റെഫറൻസിന് ഒരു സൈറ്റ് എടുക്കാം. ഓക്കെ, ഇതൊരു പേജാണ്. ഇത് നമ്മുടെ സ്കോപ്പിന്റെ ഒരു പേജാണ്. ഇപ്പൊ എനിക്കിപ്പോ ഒരാൾക്ക് ഒരു പേജ് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഞാൻ മെയിൻ ആയിട്ട് എന്തായിരിക്കും ചെയ്യുന്ന? പേജിന്റെ URL കോപ്പി ചെയ്ത് ഒരാൾക്ക് എന്ത് ചെയ്യുന്നു? അയച്ചു കൊടുക്കുന്നു. ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഞാൻ എന്ത് ചെയ്യുന്നു? ആൾക്ക് ആ URL അയച്ചു കൊടുക്കുന്നു. ഇപ്പം ഒരു URL ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ അതൊരു ടെക്സ്റ്റ് ഫോർമാറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? വരുന്നത്. അതായത് ഞാൻ ഇപ്പൊ നോർമലി ടൈപ്പ് ചെയ്തിരുന്ന പോലെ ആയിരിക്കും എന്തിൽ വരുന്നത്? ആൾക്ക് ആ ഒരു ലിങ്ക് പോകുന്നത്. ഓക്കെ, ഞാനിപ്പം ഈ സ്കോപ്പിന്റെ കോൺടാക്ട് പേജിന്റെ URL ഒരാൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ആൾക്ക് മനസ്സിലാവും, ക്ലിയർ ആയിട്ട് മനസ്സിലാവും, ഇത് സ്കോപ്പിന്റെ എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ കോൺടാക്ട് പേജിന്റെ ലിങ്ക് ആണ് ഈ അയച്ചു തന്നിരിക്കുന്നത് എന്ത് ചെയ്യും? ആ ആൾക്ക് മനസ്സിലാവും. പകരം ഞാൻ ഈ ഒരു URL ആണ് ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നതെന്ന് വെക്കാം. ഓക്കെ, ആൾക്ക് വല്ലതും മനസ്സിലാവും? അതായത് ഇപ്പം ഫ്രീ പിക്ക് വെബ്സൈറ്റിന്റെ ലിങ്ക് ആണ് മനസ്സിലാവും. പക്ഷെ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഏത് പേജിലാണ് ചെന്നെത്തുന്നത്, അല്ലെങ്കിൽ ഈ പേജ് എന്ത് ഡേറ്റയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അറിയാൻ പറ്റത്തില്ല. റീസൺ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ആവശ്യമില്ലാത്ത ക്യാരക്ടേഴ്സ്, വേർഡ്സ്, സിമ്പിൾസ്, കാര്യങ്ങളെല്ലാം യൂസ് ചെയ്ത് അതിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? മീനിങ്ലെസ് ആക്കിയിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ആക്കുമ്പോൾ ഒരു യൂസറിന് എന്താകത്തില്ല? ആ ഒരു URL സ്ട്രക്ചർ കാണുമ്പോഴത്തേക്ക് ആൾക്ക് ഇതിനെ പറ്റി ചെറിയൊരു ഐഡിയ വരത്തില്ല. ഓക്കെ, ഇതാണ് ഈ പോയിന്റിൽ പറയുന്നത്, URL ഒപ്റ്റിമൈസേഷനിൽ പറയുന്നത്. അതായത് നമ്മൾ ഒരിക്കലും ഒരു URL സ്ട്രക്ചർ ആവശ്യമില്ലാത്ത ക്യാരക്ടേഴ്സ്, വേർഡ്സ്, സിമ്പിൾസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യരുത്? അതിനെ മീനിങ്ലെസ് ആക്കരുത്. ഒരു യൂസറിന് ഒരു URL ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിൽ കാണുമ്പോഴത്തേക്ക് ആൾക്ക് എന്ത് ചെയ്യണം?
മനസ്സിലാവണം. ഓക്കെ, ഇത് ഇന്ന വെബ്സൈറ്റിന്റെ ഇന്ന URL-ന്റെ ഇന്ന പേജിന്റെ URL ആണ്, അല്ലെങ്കിൽ ഇത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള പേജിലോട്ടായിരിക്കും പോകുന്നത് എന്നാൽ യൂസറിനെ URL കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇങ്ങനെയാണ് നമ്മളൊരു പ്രോപ്പർ URL സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്, URL ഒപ്റ്റിമൈസേഷൻ. അതായത് ഒരു URL-ന്റെ സ്ട്രക്ചർ കാണുമ്പോഴത്തേക്ക് ആൾക്ക് എന്ത് ചെയ്യണം, മനസ്സിലാവണം. ഓക്കെ, ഇത് ഇന്ന വെബ്സൈറ്റിന്റെ ഇന്ന പേജിന്റെ URL ആണ്, അല്ലെങ്കിൽ ഈ ഇന്ന പേജിന്റെ കണ്ടന്റ് ആണ് ഇതിനെ പറ്റി പറയുന്നതെന്ന് ആൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ലിങ്ക്. നമ്മുടെ വെബ്സൈറ്റിനകത്ത് രണ്ട് ടൈപ്പ് ലിങ്ക്സ് ആണ് വരുന്നത്. ഓക്കെ, ഇന്റേണലും എക്സ്റ്റേണലും. ഇന്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിന്റെ അകത്ത് ഒരുപാട് പേജ് ഉണ്ടാവും. അതായത് ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഓഫ് വെബ് പേജസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് ഹോം പേജ് ഉണ്ടാവും, കോൺടാക്ട് പേജ് ഉണ്ടാവും, അബൌട്ട് പേജ് ഉണ്ടാവും. അങ്ങനെ അത് റിലേറ്റഡ് ആയില്ല, വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള പേജസ് എല്ലാം എന്തുണ്ടാവും, അതിനകത്ത് ഉണ്ടാവും. ഇപ്പം ഒരു വെബ്സൈറ്റിന്റെ അകത്ത് എന്നെ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലോട്ട് കൊണ്ടുപോകുന്ന ലിങ്കിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്, ഇന്റേണൽ ലിങ്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ ഹോം പേജിൽ നിൽക്കുകയാണ്, ഞാൻ ഈ ഹോം പേജിൽ നിന്ന് എന്തിലോട്ട് പോയി, കോഴ്സസ് പേജിലോട്ട് പോയി. ഈ കോഴ്സ് പേജിലോട്ട് കൊണ്ടുപോയത് എന്താണ്, ഒരു ഇന്റേണൽ ലിങ്ക് ആണ് എന്നെ എന്ത് ചെയ്തത്, ആ ഹോം പേജിൽ നിന്ന് കോഴ്സസ് പേജിലോട്ട് കൊണ്ടുപോയത്. അതായത് ഞാനിപ്പോ നിൽക്കുന്നത് സ്കോപ്പ് ഇന്ത്യ എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ അകത്ത് തന്നെയാണ്, പക്ഷെ എന്നെ നാവിഗേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് എന്താണ്, ഈ ഇന്റേണൽ ലിങ്ക് ആണ്. അതായത് ഞാൻ ഈ വെബ്സൈറ്റ് വിട്ട് വെളിയിൽ എവിടെയും പോയില്ല, ഞാൻ ആക്ച്വലി ഈ വെബ്സൈറ്റിന്റെ അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഈ വെബ്സൈറ്റിന്റെ അകത്തുള്ള ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലോട്ട് എന്ത് ചെയ്തു, നാവിഗേറ്റ് ചെയ്ത് പോയി. അങ്ങനെ നാവിഗേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ലിങ്കിനെയാണ് ഇന്റേണൽ ലിങ്ക് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ലിങ്ക് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ലിങ്ക് ആണ്. അതായത് ഒരു വെബ്സൈറ്റിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു വെബ്സൈറ്റിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്ന ലിങ്കിനെയാണ് എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറയുന്നത്. അതായത് ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്കോപ്പ് ഇന്ത്യ എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്താണ്. ഇപ്പൊ താഴെ സഫിക്സി സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ഇവിടെ പേര് മെൻഷൻ ചെയ്തിരിക്കുന്നുണ്ട്. ആക്ച്വലി ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഡയറക്ട്ലി പോകുന്നത് എങ്ങോട്ടായിരിക്കും, സഫിക്സി സൊല്യൂഷൻസ് എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട്. അതായത് സ്കോപ്പ് ഇന്ത്യ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് എന്നെ എങ്ങോട്ട് കൊണ്ടുപോയി, സഫിക്സി സൊല്യൂഷൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് കൊണ്ടുപോയി. ആക്ച്വലി ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു എക്സ്റ്റേണൽ ലിങ്ക് ആണ്. അതായത് ഒരു വെബ്സൈറ്റിൽ നിന്ന് മറ്റൊരു വെബ്സൈറ്റിലോട്ട് കൊണ്ടുപോകുന്ന ലിങ്കിനെയാണ് എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ ലിങ്ക്സിന്റെ മറ്റൊരു പേരാണ് ബാക്ക് ലിങ്ക്സ് എന്ന് പറയുന്നത്. ബാക്ക് ലിങ്ക്സ് നമ്മൾ ഓഫ് പേജ് SEO ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. അത് ഞാൻ ഓഫ് പേജ് SEO എത്തുമ്പോൾ പറയാം. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന ഒരു ഇന്റേണൽ ലിങ്കിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഓക്കെ, നമ്മളൊരു വെബ്സൈറ്റിനകത്ത് ഒരുപാട് ഇന്റേണൽ ലിങ്ക്സ് കൊടുക്കണമെന്ന് ആര് പറയും, ഗൂഗിൾ പറയും. കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന്, ഈ ഇന്റേണൽ ലിങ്ക്സ് നമ്മളെ ഒരു പേജിൽ നിന്നും മറ്റു പേജസ്, അതായത് വെബ്സൈറ്റിനകത്തുള്ള മറ്റു പല പേജസിലോട്ടും നമ്മളെ നാവിഗേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ലിങ്ക് ആണ് എന്തെന്ന് പറയുന്നത്, ഈ ഇന്റേണൽ ലിങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇപ്പോൾ ഈ ഹോം പേജിൽ തന്നെ ഞാൻ ബാക്കിയുള്ള പേജസിന്റെ എല്ലാ ലിങ്ക്സും കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലോട്ട് പോകണ്ട, എനിക്ക് എന്ത് ചെയ്താൽ മതി, ഈ സെയിം പേജിൽ തന്നെ എനിക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട പേജിലോട്ട് പോകാം. ഇപ്പൊ ഈ മെനുവിൽ പേജസ് ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ഹോം പേജിൽ തന്നെ ഈ കോഴ്സസ് പേജിന്റെ അകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഓരോ ഇതിലും ക്ലിക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കോഴ്സ് ഡീറ്റെയിൽസ് എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അതിന്റെ സിലബസ്, അതിന്റെ ഡ്യൂറേഷൻ, അതിന്റെ ഫീസ്, കാര്യങ്ങളെല്ലാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അറിയാൻ പറ്റും. ഓക്കെ, പക്ഷെ എനിക്കിപ്പോ ഹോം പേജിൽ നിന്ന് ഞാൻ കോഴ്സസ് പേജിൽ പോയി, കോഴ്സസ് പേജിൽ നിന്ന് ഞാൻ പിന്നെ ഏതാണോ എനിക്ക് ആ വേണ്ട സ്പെസിഫിക് പേജ് അത് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കാണ് ഞാൻ ഇതിൽ പോയത്, ആ കോഴ്സസ് പേജിലോട്ട് പോയത്. അപ്പൊ എനിക്ക് ഇവിടെ മൾട്ടിപ്പിൾ ടൈംസ് എന്ത് ചെയ്യേണ്ടി വന്നു, ആ പേജിൽ മൾട്ടിപ്പിൾ ടൈംസ് എനിക്ക് ഇവിടെ ഇന്റേണൽ ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്യേണ്ടി വന്നു. ഓക്കെ, പകരം ഞാൻ ഈ ഹോം പേജിൽ തന്നെ ഈ എല്ലാ കോഴ്സസിന്റെയും ഓരോ ഇന്റേണൽ ലിങ്ക്സ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അവർ കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഹോം പേജിൽ തന്നെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പം എനിക്ക് മൾട്ടിപ്പിൾ ടൈംസ്, അതായത് കോഴ്സസ് പേജിന്റെ അകത്ത് പോയി അവിടെ നിന്ന് പിന്നെയും കോഴ്സസിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യേണ്ട എനിക്ക് എന്തില്ല, ആവശ്യമില്ല. ഡയറക്റ്റ് എന്തെങ്കിലും ചെയ്താൽ മതി, ഈ ഹോം പേജിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യാം, ഇഷ്ടപ്പെട്ട കോഴ്സിലോട്ട് നാവിഗേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ ഒരു യൂസർ, അതായത് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന യൂസറിനെ നാവിഗേഷൻ അവിടെ കുറച്ചുകൂടെ എന്താക്കിയിരിക്കണം, എളുപ്പമാക്കിയിരിക്കണം. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ ഗൂഗിൾ എന്ത് കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിനകത്ത് പ്രോപ്പർ ഒരു നാവിഗേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ യൂസറിനെ എളുപ്പത്തിൽ നാവിഗേറ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രക്ചർ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഗൂഗിൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇന്റേണൽ ലിങ്ക്സിന്റെ ഒരു ഇമ്പോർട്ടൻസ്. ഇന്റേണൽ ലിങ്ക്സിന്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോ നമ്മൾ ഒരു വെബ്സൈറ്റ് റാങ്ക് ചെയ്യണമെങ്കിൽ ഗൂഗിൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഗൂഗിൾ ഈ പേജ് എല്ലാം കാണാം. ഗൂഗിൾ എല്ലാം ഈ പേജ് എല്ലാം കണ്ട് നമ്മൾ പേജ് എല്ലാം റീഡ് ചെയ്ത് ഇൻഡെക്സ് ചെയ്ത് അതിനനുസരിച്ചാണ് ഗൂഗിൾ എന്ത് ചെയ്യുന്നത്, റാങ്ക് ചെയ്യുന്നത്. ഇനിയിപ്പോ നമ്മളെ വെബ്സൈറ്റിന്റെ അകത്ത് ഒരു 100 പേജ് ഉണ്ടെന്ന് വെക്കുക, ഈ 100 പേജും ഗൂഗിളിന് അറിയണമെന്നില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഡ്യൂട്ടിയാണ് ഈ നമ്മളെ വെബ്സൈറ്റിനകത്തുള്ള എല്ലാ പേജസും ആരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്, ഗൂഗിളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. സോ നമ്മളിപ്പം കറന്റ് ഇപ്പൊ എനിക്കൊരു 100 പേജ് ഉണ്ടെന്ന് വെക്കുക, ഞാൻ ഇപ്പൊ പുതിയൊരു കോഴ്സ് ആഡ് ചെയ്തു. ഓക്കെ, ഞാൻ ഇന്നലെയാണ് ആ കോഴ്സ് എന്ത് ചെയ്തത്, ആഡ് ചെയ്തത്. അപ്പൊ അതിനൊരു സെപ്പറേറ്റ് പേജ് ഉണ്ടാവും. അപ്പം ഈ പേജ് ഇംപ്ലിമെന്റ് ചെയ്ത് ഇപ്പം 3-4 ദിവസമായാലും ഇപ്പൊ എത്ര ദിവസമായാലും ചിലപ്പോൾ ഗൂഗിൾ എന്ത് ചെയ്യണമെന്നില്ല, ഇങ്ങനെ ഒരു പേജ് ഉള്ളതായിട്ട് അറിയണമെന്നില്ല.
നമ്മുടെ വെബ്സൈറ്റിന്റെ അകത്തുള്ള എല്ലാ പേജസും നമുക്ക് എന്താണ് ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എല്ലാ പേജസും ഒരേപോലെ റാങ്ക് ചെയ്താലേ നമ്മൾ ഓവറോൾ വെബ്സൈറ്റ് എന്ത് ചെയ്യത്തുള്ളൂ, റാങ്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അത് ഗൂഗിളിലോട്ട് എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, ഗൂഗിൾ വരാൻ ചാൻസ് ഉള്ള പേജസിൽ ഞാൻ എന്ത് ചെയ്യും, ഈ പേജിൽ ലിങ്ക് കൊണ്ട് മെൻഷൻ ചെയ്യും. അതായത് നമ്മളൊരു വെബ്സൈറ്റിന്റെ ഒരു കോർണർ സ്റ്റോൺ പേജ് എന്ന് പറയുന്നത് ഹോം പേജ് ആണ്. അതായത് ഒരു വെബ്സൈറ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേജ് എന്ന് പറയുന്നത് എന്താണ്, ഹോം പേജ് ആണ്. ഈ ഹോം പേജിൽ ഗൂഗിൾ എപ്പോഴും വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഫസ്റ്റ് റാങ്ക് ചെയ്യാൻ ചാൻസ് ഉള്ള പേജ് എന്ന് പറഞ്ഞാൽ ഹോം പേജ് ആണ്. ഗൂഗിൾ എപ്പോഴും വന്ന് ചെക്ക് ചെയ്യാൻ ചാൻസ് ഉള്ള പേജും ഹോം പേജ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഇപ്പൊ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു പേജ് ആഡ് ചെയ്യുവാണെങ്കിൽ ആ പേജിന്റെ ഇന്റേണൽ ലിങ്ക് കൊണ്ടുവന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഹോം പേജിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യുന്നു. വി ഇൻട്രൊഡ്യൂസ് അവർ ന്യൂ കോഴ്സ് ഫോർ എക്സാമ്പിൾ. ഇപ്പൊ ഞാൻ ഈ പേജിനകത്ത് കൊടുക്കുകയാണ് വി ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ബട്ടൺ കൊടുത്തിട്ട് എന്റെ ആ പുതിയ കോഴ്സ് ഞാൻ അവിടെ മെൻഷൻ ചെയ്യുകയാണ്. അപ്പം ഹോം പേജ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ക്ലിക്ക് ചെയ്ത ആൾക്കും എന്ത് ചെയ്യാം, കോഴ്സ് പേജ് ചെക്ക് ചെയ്യാം. അതേ അറ്റ് ദ സെയിം ടൈം ഈ ഹോം പേജ് ഇൻഡെക്സ് ചെയ്ത് അല്ലെങ്കിൽ ഹോം പേജ് അനലൈസ് ചെയ്യാൻ പറയുന്ന ഗൂഗിളിലും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ പുതിയ പേജിലോട്ട് പോയി ആ പേജ് എന്ത് ചെയ്യാം, ഇൻഡെക്സ് ചെയ്യാം. അതായത് എന്റെ പേജിലുള്ള കാണാത്ത അല്ലെങ്കിൽ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത പേജസ് ഗൂഗിളിലോട്ട് എത്തിക്കാൻ വേണ്ടി എനിക്ക് ഇന്റേണൽ ലിങ്ക്സ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് ഇതിന്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഇന്റേണൽ ലിങ്ക്സിന്റെ ഇമ്പോർട്ടൻസ്. എന്റെ പേജിൽ കാണാത്ത പേജസ് എനിക്ക് ഗൂഗിളിലോട്ട് എത്തിക്കാൻ എന്നെ എന്ത് ചെയ്യും, ഇന്റേണൽ ലിങ്ക്സ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇന്റേണൽ ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിനകത്തുള്ള മൾട്ടിപ്പിൾ പേജസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നാവിഗേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ലിങ്ക്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇന്റേണൽ ലിങ്ക്സ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു വെബ്സൈറ്റിലൂടെ തന്നെ കൊണ്ടുപോകുന്ന ലിങ്കിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അപ്പം 3 പോയിന്റ്സ് ആയി, 3 ടെക്നിക്സ് ആയി. അടുത്ത പറയുന്നതെന്ന് പറഞ്ഞാൽ പേജ് ലോഡിംഗ് സ്പീഡ്. അതായത് ഇതെന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതായത് നമ്മൾ ചില വെബ്സൈറ്റിന്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് ഒരുപാട് ലോഡിംഗ് ടൈം എടുക്കും. ഓക്കെ, അതായത് ഒരു ഹോം പേജ്, ഇപ്പൊ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ റിസൾട്ട് പേജിൽ നിന്ന് ആ പേജ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലോഡ് ചെയ്തെടുക്കാനുള്ള ടൈം എന്താണ്, ഭയങ്കര കൂടുതലായിട്ട് എടുക്കും. ചില വെബ്സൈറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തപ്പന എന്ത് ചെയ്യും, ലോഡായി വരും. പക്ഷെ ചില വെബ്സൈറ്റ് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ടൈം എടുക്കും എന്താ, ലോഡ് ആവാനായിട്ട്. അത് എന്തുകൊണ്ടാണ് ഈ പേജ് ലോഡ് ആവാൻ റീസൺ ആവുന്നത്, ആ ഫാക്ടേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതില് ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ വെബ് പേജിന്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഇമേജിന്റെ ഫയൽ സൈസ്. ഓക്കെ, അതായത് ഒരു പേജ് ലോഡ് ആവുന്നതെന്ന് പറയുമ്പോൾ ഒരു പേജിന്റെ അകത്ത് പല ടൈപ്പിലുള്ള കണ്ടന്റ്സ് ഉണ്ടാവും. ടെക്സ്റ്റ് കണ്ടന്റ്സ് ഉണ്ടാവും, വീഡിയോ കണ്ടന്റ്സ് ഉണ്ടാവും, ഇമേജ് കണ്ടന്റ്സ് ഉണ്ടാവും. അങ്ങനെ പല ടൈപ്പിലുള്ള കണ്ടന്റ്സ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കും, വെബ് പേജിന്റെ അകത്ത് യൂസ് ചെയ്തിരിക്കും. അതിൽ ഇമ്പോർട്ടന്റ് മെയിൻ ആയിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ ഇമേജ് കണ്ടന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ക്വാളിറ്റി കൂടിയ ഇമേജസിന് സൈസ് കൂടുതലാണ്. അതായത് ഇപ്പൊ ഞാനിപ്പോ ഒരു 4K HD ഒക്കെ ആയിട്ടുള്ള ഒരു ഇമേജ് ഒക്കെ എടുത്ത് നമ്മൾ വെബ്സൈറ്റിനകത്ത് കൊണ്ട് ഇടുവാണെങ്കിൽ ആ ഇമേജിന്റെ ഫയൽ സൈസ് എന്ന് പറയുന്നത് ഒരു 30 MB അല്ലെങ്കിൽ ഒരു 20 MB 30 MB ഫയൽ സൈസ് എന്തുണ്ടാവും, ആ ഒരു ഇമേജിന് ഉണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ ഇതേപോലെ ഒരു 10 ഇമേജ് കൊണ്ടിടുവാണ്. അതായത് 20 MB ഫയൽ സൈസ് ഉള്ള ഒരു 10 ഇമേജ് ഞാൻ വെബ്സൈറ്റിന്റെ അകത്ത് കൊണ്ടുവന്ന് ഇടുവാണ്, അല്ലെങ്കിൽ ഒരു പേജിന്റെ അകത്ത് കൊണ്ടുവന്ന് ഇടുവാണ്, ഒരു സിംഗിൾ പേജ്. ഓക്കെ, ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ആൾക്കാർ കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഇമേജ് കാണണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഈ 20 MB 30 MB ഫയൽ സൈസ് ഉള്ള ഇമേജ് കൊണ്ടുവന്ന് ഞാൻ ഈ പേജിനകത്ത് കൊണ്ടുവന്ന് ഇടും. അപ്പൊ ഓക്കെ, അപ്പം ഇതേപോലെ ഒരു 10 ഇമേജ് ഇടുമ്പം 20 × 30 മൊത്തം എത്ര MB ആയി, 200 MB ഫയൽ സൈസ് ഇമേജിന് മാത്രമായി. അതായത് ആ ഒരു പേജിന്റെ ഫയൽ സൈസ് എന്ന് പറയുന്നത് 200 MBക്ക് മേലെ ഉണ്ട്. അതായത് ഒരു യൂസർ ആ പേജ് ക്ലിക്ക് ചെയ്ത് കാണുമ്പോൾ ഈ 200 MB ഫയൽ സൈസ് ലോഡ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ യൂസറിന് കാണിക്കുന്നത്. അപ്പൊ 200 MB ലോഡ് ആവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ പേജ് ഒരുപാട് ടൈം എടുക്കും എന്താവാൻ, ലോഡായി ആ യൂസറിന് കാണിക്കും. ഓക്കെ, അപ്പം പൊതുവെ ഇതിന് 2 നെഗറ്റീവ്സ് ആണുള്ളത്. ഇപ്പൊ ഒരു പേജ് ഒരുപാട് ലോഡിംഗ് ടൈം എടുക്കുകയാണെങ്കിൽ ഗൂഗിൾ എന്ത് കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഗൂഗിൾ ഇതൊരു പെർഫോമിംഗ് ആയിട്ടുള്ള സൈറ്റ് അല്ല എന്ന് ഗൂഗിൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. അതായത് പേജിന്റെ ലോഡിംഗ് സ്പീഡും ഗൂഗിൾ റാങ്കിങ്ങിന് എടുക്കുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, എത്ര സ്പീഡിലാണ് പേജ് ലോഡായി വരുന്നത്. അതായത് ഇപ്പൊ ഒരു പേജ് പെട്ടെന്ന് ലോഡായി വന്നില്ല എങ്കിൽ യൂസർ ഫ്രണ്ട്ലി അല്ലാത്തൊരു പേജ് ആണ് ഗൂഗിൾ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അത് ഒരു ഫാക്ടർ. ഇനി നമ്മൾ ഒരുപാട് പേജ് ലോഡിംഗ് ടൈം എടുക്കുകയാണെങ്കിൽ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു യൂസർ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോവാണ്, ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം എടുക്കും. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു 5 സെക്കൻഡ് കൂടുതൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഒരു പേജ് ലോഡായി തീരുന്നവരെ വെയിറ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് അത്രയും നിർബന്ധമാണ് ഈ പേജ് കാണണമെന്നോ നിർബന്ധമാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, നിൽക്കത്തുള്ളൂ. അത് റെയർ കേസസിൽ മാത്രം. അല്ലാണ്ട് ഒരാളൊരു ക്ലിക്ക് ചെയ്ത് ഒരു 3 സെക്കൻഡ് 4 സെക്കൻഡിൽ കൂടുതൽ ലോഡിംഗ് ടൈം എടുക്കുകയാണെങ്കിൽ ആൾ എന്ത് ചെയ്യുന്നു, അപ്പോഴേ ബാക്ക് അടിച്ചിട്ട് തൊട്ട് താഴെ കിടക്കുന്ന വെബ്സൈറ്റിലോട്ട് പോകും. അതിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞാൽ, നമ്മളെ വെബ്സൈറ്റിൽ കയറി വന്ന് നമുക്ക് കിട്ടേണ്ട ക്ലിക്സും എൻഗേജ്മെന്റ് ടൈമും അങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം നമുക്ക് തൊട്ട് താഴെ കിടക്കുന്ന വെബ്സൈറ്റ് എന്ത് ചെയ്തു, പാസ് ചെയ്ത് പോയി. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളെ താഴെ കിടക്കുന്ന വെബ്സൈറ്റ് എന്ത് ചെയ്യും, ടോപ്പിലോട്ട് വരും, നമ്മൾ എന്തിനോട്ട് പോകും, താഴോട്ട് പൊക്കോണ്ടിരിക്കും. ഓക്കെ, അതാണ് പേജ് ലോഡിംഗ് ടൈം ഒരുപാട് എടുത്താനുള്ള റീസൺ. ഒന്ന്, വെബ്സൈറ്റിന്
പെർഫോമിംഗ് ആയിട്ടുള്ള വെബ്സൈറ്റിലാണ് ഗൂഗിൾ കൺസിഡർ ചെയ്യും. രണ്ടെന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, തൊട്ട് താഴെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മളെ കോമ്പറ്റീറ്റർ വെബ്സൈറ്റ് എന്ത് ചെയ്യും, കൊണ്ടുപോകും. ഓക്കെ, അതില് 3 ഫാക്ടേഴ്സ്. അതിൽ ഒന്നാമത്തെ ഫാക്ടറാണ് ഞാൻ പറഞ്ഞത് ഇമേജ് ഫയൽ സൈസ്. നമ്മൾ ഓവറായിട്ട് ഫയൽ സൈസുള്ള ഇമേജസ് ഒക്കെ കീപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പേജിന് ഒരുപാട് ലോഡ് കൂടും. അത് നമ്മളെ ലോഡിംഗ് ടൈം കൂടുതൽ എടുക്കാൻ എന്ത് ചെയ്യുന്നു, ടൈം എടുക്കും. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഓവറോൾ പേജ് ഫയൽ സൈസ്. അതായത് നമ്മുടെ പേജിനകത്ത് ടെക്സ്റ്റ് കണ്ടന്റ്സ് ഉണ്ടാവും. നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്യുന്ന മെയിൻലി കോഡ് യൂസ് ചെയ്തിട്ടാണ്. അതായത് HTML, CSS, ജാവാസ്ക്രിപ്റ്റ് അങ്ങനെ പറയുന്ന ഒരുപാട് കോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു വെബ് പേജ് എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഇതില് ചില ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആവശ്യമില്ലാത്ത കോഡ് അവർ റിമൂവ് ചെയ്യത്തില്ല. ഓക്കെ, പകരം അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവർ അതിനെ കമന്റ് ചെയ്തിട്ടേക്കും. അതായത് അത് വർക്ക് ആവത്തില്ല, പക്ഷെ സോഴ്സ് അവിടെ തന്നെ എന്ത് ചെയ്യും, ഉണ്ടാവും. ഇതൊക്കെ ഒരു പേജിന് അഡീഷണൽ അല്ലെങ്കിൽ എക്സ്ട്രാ വരുന്ന കുറെ ലോഡ്സ് ആണ്. ഓക്കെ, അതൊരു ഫാക്ടർ. പിന്നെ അല്ലാണ്ട് നമ്മൾ ഒരുപാട് ട്രാൻസിഷൻ എഫക്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെബ്സൈറ്റിനകത്ത് ആഡ് ചെയ്യുവാണെങ്കിൽ അത് അതിന്റെ ഒപ്റ്റിമൈസേഷൻ എന്ത് ചെയ്യും, അത് ബാധിക്കും. ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് സ്മൂത്ത് ആയിട്ട് ഒരു യൂസറിന് കാണിക്കുന്ന ആ ഒരു ഫ്ലോയിനെ എന്ത് ചെയ്യും, അത് അഫക്ട് ചെയ്യും. ചില ടൈംസ് ഈ അനിമേഷൻ ഒന്നും വർക്ക് ചെയ്തില്ല, റെൻഡറിങ് ടൈം എടുക്കും. അതേപോലെ ഇമേജ് ലോഡിങ്ങിനൊക്കെ ആ ഒരു ഇപ്പൊ ഇമേജ് ലോഡ് ആവുന്നതിനൊക്കെ നമ്മൾ ഒരു ഇമേജ് അനിമേഷൻ കൊടുത്തിട്ടാണെന്ന് വിചാരിക്കാം. ചില ടൈംസ് ഒന്നും എന്ത് ചെയ്തില്ല, പ്രോപ്പർ ആയിട്ട് വർക്ക് ആവണമെന്നില്ല. അപ്പൊ ഇങ്ങനെ വെട്ടി 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 വെട്ടിയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അത് ലോഡായി കാണിക്കുന്നത്. അത് ഒട്ടും യൂസർ ഫ്രണ്ട്ലി അല്ല. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഫാക്ടർ. നമ്മൾ നമ്മളൊരു വെബ്സൈറ്റിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കോഡും കാര്യങ്ങളും, ആവശ്യമില്ലാത്ത കോഡും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്ത് അതിനെ ഒപ്റ്റിമൈസ് ആയിട്ട് എന്ത് ചെയ്യാം, എപ്പോഴും കീപ്പ് ചെയ്യാം. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് സൈറ്റിന്റെ സെർവർ ആണ്. ഓക്കെ, അതായത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സെർച്ച് എഞ്ചിന്റെ വർക്കിംഗ് പറഞ്ഞല്ലോ. അതായത് നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു കീവേഡ് ഐഡന്റിഫൈ ചെയ്ത് ബോട്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞു, ആ കീവേഡ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഇന്റർനെറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സ്പേസിൽ പോയിട്ട് കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, ആക്ച്വലി ഈ സ്പേസിൽ ഒരു വെബ്സൈറ്റ്, അതായത് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സ്പേസിൽ ഒരു വെബ്സൈറ്റ് അവൈലബിൾ ആയിരിക്കണമെങ്കിൽ നമ്മൾ ഒരു സെർവറിൽ കൊണ്ടുവന്ന് നമ്മളെ വെബ്സൈറ്റിന്റെ ഫയൽസ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ ആ സ്പേസ്, അതായത് ഇന്റർനെറ്റ് എന്ന് പറയുന്ന സ്പേസിൽ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ വെബ്സൈറ്റ് അവൈലബിൾ ആകത്തുള്ളൂ. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഒരു ഫോട്ടോ എടുക്കാന്ന് വെക്കാം. എന്റെ ഫോണിൽ ഞാനിപ്പം കറണ്ട് ഇപ്പൊ ഞാനൊരു ഫോട്ടോ എടുത്തു. ഇത് വേറെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല, കാരണം എന്റെ ഫോണിലാണ് ആ ഫയൽ എന്ത് ചെയ്യുന്നത്, കിടക്കുന്നത്. ഇനിയിപ്പം എനിക്ക് ഈ ഒരു ഫയൽ എന്റെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് കാണണമെങ്കിൽ ഞാനൊരു പബ്ലിക് മീഡിയം അല്ലെങ്കിൽ ഒരു പബ്ലിക് സോഴ്സിൽ കൊണ്ടുവന്ന് ഞാൻ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അതായത് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, അത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ആ ഒരു സ്പേസ്, അതായത് ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇമേജ് ആ ഒരു സ്പേസിൽ എന്താവും, അവൈലബിൾ ആവുന്നു. ഇൻസ്റ്റാഗ്രാമിന്റെ സ്പേസ് പോലെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇന്റർനെറ്റ് എന്ന് പറയുന്ന സ്പേസ്. സോറി, അതായത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ആ സ്പേസിൽ കൊണ്ടുവന്ന് ഞാൻ അപ്ലോഡ് ചെയ്ത പോലെ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സ്പേസിൽ കൊണ്ടുവന്ന് ഞാൻ എന്ത് ചെയ്യണം, എന്റെ വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്യണം. എന്നാൽ മാത്രമേ അവിടെ എന്താവത്തുള്ളൂ, ഇന്റർനെറ്റ് എന്ന സ്പേസിൽ എന്റെ വെബ്സൈറ്റ് അവൈലബിൾ ആവത്തുള്ളൂ. അതായത് ഒരു ബോട്ട് ഇന്റർനെറ്റ് എന്ന് പറയുന്ന സ്പേസിൽ പോയിട്ട് ഒരു സ്പെസിഫിക് വെബ്സൈറ്റ് കളക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഏതൊരു സെർവറിലാണോ വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ആ സെർവറിന്റെ അടുത്ത് ചെന്ന് എന്ത് ചെയ്യും, ഈ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ സ്പെസിഫിക് വെബ് പേജ് റിക്വസ്റ്റ് ചെയ്യും. ഓക്കെ, പിടിച്ചു മേടിക്കുന്നില്ല, പകരം എന്ത് ചെയ്യും, ഈ ബോട്ട് ചെന്ന് റിക്വസ്റ്റ് ചെയ്തേ ഉള്ളൂ. സെർവർ ഏത് പേജാണോ ബോട്ടിന് വേണ്ടതെന്ന് സെർച്ച് ചെയ്തെടുത്ത് കൊടുത്താൽ മാത്രമേ ബോട്ടിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ പേജ് യൂസറിന് കൊണ്ടുവന്ന് റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഇൻഡെക്സിംഗ് ഫേസിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മളെ ഒരു സെർവർ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ മീഡിയം പോലെയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഇലക്ട്രോണിക് ഡിവൈസ് പോലെയാണ്. നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ. ഈ ഫോൺ ആയിരുന്നാലും ലാപ്ടോപ്പ് ആയിരുന്നാലും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവും, ഒരു മെമ്മറി ഉണ്ടാവും, ഒരു റാം ഉണ്ടാവും, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. മെയിൻ ആയിട്ട് അതിന്റെ വർക്കിങ്ങിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു സെർവറിന് വന്നിട്ട് ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് അതിനൊരു മെമ്മറി ഉണ്ടാവും, ഒരു പ്രോസസിംഗ് സ്പീഡ് ഉണ്ടാവും, ഒരു സ്റ്റോറേജ് ഉണ്ടാവും. ഓക്കെ, ഇനി ഞാനൊരു 2 GB റാം ഉള്ള ഒരു ഫോണിന്റെ അകത്ത് കൊണ്ട് അറ്റ് ദ സെയിം ടൈം ഒരു 30 ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ഇടുവാണെന്ന് വെക്കാം, സ്വാഭാവികമായിട്ട് എന്റെ ഫോൺ എന്താവും, ഹാങ് ആവും. അതേപോലെ സെർവറിന് ഒരു പെർഫോമൻസ് കുറഞ്ഞ ഒരു സെർവറിൽ കൊണ്ടുവന്ന് ഞാനൊരു വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്യാണെന്ന് വെക്കാം. ഒരു സെർവറിൽ നമുക്ക് മൾട്ടിപ്പിൾ വെബ്സൈറ്റ് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ഇപ്പം എന്റെ വെബ്സൈറ്റ് പോലെ തന്നെയാണ് ഒരു 10-15 വെബ്സൈറ്റ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ഈ ഒരു സെർവറിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. അപ്പം എന്റെ വെബ്സൈറ്റ് തേടി വരുന്ന ബോട്ട് അവിടെ വെയിറ്റ് ചെയ്യും. അതായത് അറ്റ് ദ സെയിം ടൈം ബാക്കിയുള്ള വെബ്സൈറ്റിന് എന്ത് വരുവാണ്, ബാക്കി ബോട്ടിന്റെ റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ലോ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു സെർവർ ആണെങ്കിൽ അതിന്റെ പെർഫോമൻസ് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും സ്ലോ ഡൗൺ ആവും അല്ലെങ്കിൽ ഹാങ് ആവും. അപ്പം ഹാങ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടിന് ഈ സെർവർ നമ്മുടെ വെബ് ഫയൽ എടുത്ത് കൊടുക്കാൻ എടുക്കുന്ന ടൈം എന്ത് ചെയ്യും, കൂടുതൽ എടുക്കുമ്പോൾ ഓവറാൾ നമുക്ക് ഈ പേജ് എടുത്തുകൊണ്ട് ഈ യൂസറിന് കൊടുക്കാൻ എടുക്കുന്ന ടൈം എന്ത് ചെയ്യും, ഓവറാൾ കൂടുതലെടുക്കും. സ്വാഭാവികമായിട്ടും ആ പേജ് സ്ലോ ആയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, ലോഡായി കാണിക്കത്തുള്ളൂ. ഇങ്ങനെയാണ് ഒരു സൈറ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന സെർവർ നമ്മുടെ പേജിന്റെ ലോഡിംഗ് സ്പീഡിനെ അഫക്ട് ചെയ്യും. ഓക്കെ, ഇതാണ് 3 മെയിൻ ഫാക്ടേഴ്സ്. ഒരു പേജ് ലോഡിംഗ് സ്പീഡിനെ അഫക്ട് ചെയ്യുന്ന 3 മെയിൻ ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. ഒന്ന്, ഇമേജിന്റെ ഫയൽ സൈസ്.
രണ്ട് പേജിന്റെ ഫയൽ സൈസ്, മൂന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, അതായത് നമ്മളെ വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന സൈറ്റിന്റെ സെർവറിന്റെ പെർഫോമൻസ്. ഓക്കെ, ഇതാണ് നാലാമത്തെ ഓൺ പേജ് എസ് ഫാക്ടർ, നമ്മൾ വെബ്സൈറ്റിന്റെ അകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഫാക്ടർ. ലാസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ലാസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഞാനിപ്പോ ഒരു 10 ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈസിലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് അടുത്ത SEO ഇമേജസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വെബ്സൈറ്റിന്റെ അകത്ത് മെയിൻലി 2 ടൈപ്പ് കണ്ടന്റ്സ് ആണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഒന്ന് ഇമേജ് കണ്ടന്റ്സ്, 2 ടെക്സ്റ്റ് കണ്ടന്റ്സ്. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് ഇമേജ് എന്ന് പറയുന്നത്. അതായത് ഗൂഗിൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിന്റെ അകത്ത് ഇമേജ് ഫയൽസ് മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. അതായത് ഒരു വെബ്സൈറ്റിനകത്ത് ഇമേജസ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രസന്റേഷൻ വൈസ് ഈ വെബ്സൈറ്റ് ഓക്കെ അല്ലാന്ന് ആര് കൺസിഡർ ചെയ്യും? ഗൂഗിൾ കൺസിഡർ ചെയ്യും. ഓക്കെ ഓക്കെ അപ്പോ നമുക്ക് വെബ്സൈറ്റിനകത്ത് ഇമേജസ് യൂസ് ചെയ്ത് പറ്റും. പക്ഷേ ഈ ഇമേജസ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളെ റാങ്കിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇംപ്രൂവ് ചെയ്യാം. അതിന് 4 മെയിൻ ഫാക്ടേഴ്സ് ആണുള്ളത്. ഒരു ഇമേജിനെ എങ്ങനെ SEO ഒപ്റ്റിമൈസ് ആക്കാം, അല്ലെങ്കിൽ ഒരു ഇമേജ് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മളെ SEO ബേസ് അല്ലെങ്കിൽ നമ്മളെ റാങ്കിങ് ബേസ്, നമ്മൾ വെബ്സൈറ്റിനകത്ത് യൂസ് ചെയ്യുന്ന ഇമേജസ് എല്ലാം നോൺ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. അതായത് ഒരു യൂസറിന്റെ അതായത് ഇപ്പം മെയിൻ ഒരു കണ്ടന്റ് ക്രിയേറ്റർ, അതായത് ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറിന്റെ ഇമേജ് ആണെന്ന് വെക്കാം. അപ്പം പുള്ളിക്കാണ് ആ റൈറ്റ്, ആ കണ്ടന്റ്, ആ പുള്ളി എടുത്ത ഫോട്ടോ യൂസ് ചെയ്യാനുള്ള ഹോൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാണ്. ഓക്കെ, അപ്പൊ പുള്ളിയുടെ അനുവാദം ഇല്ലാതെ നമ്മൾ ആ ഇമേജ് എടുത്തുകൊണ്ട് നമ്മളെ വെബ്സൈറ്റിനകത്ത് കൊണ്ടുവന്ന് ഇടാന്ന് വെക്കാം. ഓക്കെ, ഇത് ഞാൻ എടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വെബ്സൈറ്റിനകത്ത് കൊണ്ടുവന്ന് ഇടുവാണെങ്കിൽ അതെന്താണ്? കണ്ടന്റ് സ്റ്റീലിംഗ് ആണ്, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ വരും. അതായത് ഒറിജിനൽ ഓണറിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പോ ഒരു യൂട്യൂബിലാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ, പുള്ളി ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു. അപ്പം ആ പുള്ളിയുടെ വീഡിയോ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അതേപോലെ ഡൗൺലോഡ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ ചാനലിൽ കൊണ്ടുവന്നിടുവാണ്. ഇത് ഞാൻ എന്റെ കണ്ടന്റ് ആണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? എന്റെ ചാനലിൽ കൊണ്ടുവന്നിടുവാണ്. അങ്ങനെ ഇടുവാണെങ്കിൽ ക്രിയേറ്റർ വന്ന് ഇത് കണ്ടുപിടിച്ച് പുള്ളി സ്ട്രൈക്ക് ചെയ്യുന്ന മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? എനിക്ക് ആ ചാനലിൽ അഫക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എന്തില്ല, പുള്ളി അത് കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് വരത്തില്ല, ഇഷ്യൂ വരത്തില്ല. ഓക്കെ, പക്ഷേ ഒരു വെബ്സൈറ്റിന്റെ കേസിൽ അങ്ങനെയല്ല. അതായത് ഒരു ഇന്റർനെറ്റിൽ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. അതിൽ ഞാൻ വിചാരിക്കുകയാണ്, ഇപ്പൊ യൂട്യൂബിന്റെ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുവാണ്, എന്റെ വെബ്സൈറ്റിൽ ഞാൻ ഈ സെയിം പ്രാക്ടീസ് ചെയ്യുവാണ്. അതായത് ഇപ്പൊ ഞാനിപ്പോ എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, ഞാൻ ഇപ്പോൾ ഒരു ഇന്തോനേഷ്യക്കാരന്റെ വെബ്സൈറ്റിൽ ഒരു ഇമേജ് എടുത്തിട്ട് ഞാൻ എന്റെ വെബ്സൈറ്റിനകത്ത് കൊണ്ടുവന്ന് ഇടുവാണ്. അപ്പൊ എന്റെ തോട്ട് പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇന്തോനേഷ്യക്കാരനെ എന്റെ വെബ്സൈറ്റ് കണ്ടുപിടിച്ച് എനിക്ക് കോപ്പറേറ്റ് സ്ട്രൈക്ക് തരത്തില്ലല്ലോ എന്ന് ഞാൻ എന്ത് ചെയ്യും? വിചാരിക്കും. പക്ഷേ ഇത് ആര് കണ്ടുപിടിക്കും? ഗൂഗിൾ കണ്ടുപിടിക്കും. ഗൂഗിളിന്റെ പാൻഡ എന്ന് പറയുന്ന അൽഗോരിതം കണ്ടുപിടിക്കും. ആക്ച്വലി പാൻഡ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, ഗൂഗിളിന്റെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ പാൻഡയാണ് ഈ കോപ്പറേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു അൽഗോരിതം. ഓക്കെ, ഇതൊരു അൽഗോരിതം ആണ്, ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഈ പാൻഡ എന്ന് പറയുന്നത് കണ്ടന്റ് ബേസ് കാര്യങ്ങൾ റാങ്ക് ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്ന ആളാണ് ഈ പാൻഡ അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പാൻഡയുടെ കയ്യിൽ ഏതൊക്കെ ഗൂഗിളിന്റെ ഇൻഡെക്സിലുള്ള ഏതൊക്കെ വെബ്സൈറ്റ് ഉണ്ടോ ആ വെബ്സൈറ്റിന്റെ എല്ലാം കണ്ടന്റിന്റെ ഡേറ്റ ആരുടെ കയ്യിലുണ്ടാവും? പാൻഡ അൽഗോരിതത്തിന്റെ കയ്യിലുണ്ടാവും. ഓക്കെ, അപ്പം പാൻഡയ്ക്ക് ഒരു കണ്ടന്റ് കാണുമ്പോൾ അറിയാൻ പറ്റും എന്താണ് ഈ കണ്ടന്റ് വേറെ എവിടെയെങ്കിലും വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇമേജ് ആണോ അല്ലയോ എന്ന് ആർക്കറിയാൻ പറ്റും? പാൻഡയ്ക്ക് അറിയാൻ പറ്റും. ഇപ്പൊ സപ്പോസ് ഞാനിപ്പോ കോപ്പറേറ്റ് ഉള്ള ഏതെങ്കിലും ഒരു ഇമേജ് ആണ് എന്റെ വെബ്സൈറ്റിൽ ഇടുവാണെങ്കിൽ എനിക്ക് പാൻഡ അതിനനുസരിച്ചുള്ള പെനാൽറ്റി തരും. സപ്പോസ് ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ വെബ്സൈറ്റ് മൊത്തത്തിൽ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്ത് കളയും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 60 days 70 days ഒക്കെ എനിക്ക് എന്ത് ചെയ്യും? ബാൻ ഒക്കെ തരും. അത് എനിക്ക് ഈ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പെനാൽറ്റി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് പിന്നെ എന്ത് ചെയ്തുള്ളൂ? എന്റെ പേജ് ലൈവ് ആകത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെയുള്ള ഇഷ്യൂസ് എന്തിൽ വരും? കോപ്പിറൈറ്റ് ഉള്ള ഇമേജ് ഇട്ടാൽ വരും. അപ്പൊ നമ്മൾ എപ്പോഴും ഫ്രീ ആയിട്ടുള്ള ഇമേജ് മാത്രമേ നമ്മുടെ വെബ്സൈറ്റിനകത്ത് എന്ത് ചെയ്യാവുള്ളൂ? യൂസ് ചെയ്യാവുള്ളൂ. ഫ്രീ പിക്ക് എന്നൊക്കെ പറയുന്ന ഫ്രീ ആയിട്ട് നമുക്ക് ഇമേജ് കിട്ടുന്ന വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ഇമേജ് മാത്രമേ നമ്മൾ എവിടെ യൂസ് ചെയ്യാവുള്ളൂ? വെബ്സൈറ്റിനകത്ത് യൂസ് ചെയ്യാവുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പേജ് ലോഡിംഗ് സ്പീഡിൽ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇമേജ് എപ്പോഴും സൈസ് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ? യൂസ് ചെയ്യാൻ. അതായത് ഗൂഗിൾ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 200 KB അകത്താണ് ഒരു ഒപ്റ്റിമൽ ഇമേജിന്റെ ഫയൽ സൈസ് കീപ്പ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, അത് ആക്ച്വലി ഒരു ലോജിക് ആണ്. അതായത് ഇപ്പൊ നമുക്ക് 1 to 2 അല്ലെങ്കിൽ ഒരു 3-4 ഇമേജ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ മാൻഡറ്ററി ആയിട്ട് കീപ്പ് ചെയ്യണമെന്നില്ല. നമുക്ക് ഒരു 2-3 MB ഫയൽ സൈസ് ഉള്ള ഇമേജ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. കാരണം ഇപ്പൊ 3 ഇമേജസ് ആണ് വരുന്നത്, 3 MB വെച്ചിട്ട് 9 MB മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ആ ഓവറോൾ ഇമേജിന്റെ ഫയൽ സൈസ് വരത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ അതിന്റെ സെയിം സ്ഥാനത്ത് ഇപ്പോൾ ഒരു 10-100 ഇമേജ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അതിനനുസരിച്ച് ഫയൽ സൈസ് കുറയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഇമേജ് ഫയൽ സൈസ് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ? കീപ്പ് ചെയ്യാം. മൂന്നാമത്തെ എന്ന് പറയുന്നത്, നമ്മൾ ഇമേജ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഓൾട്ട് ആട്രിബ്യൂട്ട് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. അത് ആക്ച്വലി ഒരു HTML ടേം ആണ്, HTML കോഡിങ്ങിന്റെ അകത്ത് വരുന്നതാണ്. ഓൾട്ട് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ടാഗ് ആണ്. ടാഗ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓൾട്ട് ടാഗ് എന്തിനു യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, സപ്പോസ് ചില ടൈമിൽ ഒരു പേജിനകത്ത് ഇമേജ് ലോഡ് ആവാണ്ടൊക്കെ ഇരിക്കും. ഓക്കെ, ഇമേജ് ലോഡ് ആവാണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ബ്രോക്കൺ ഐക്കണിന്റെ ഇമേജ് മാത്രമേ വരുള്ളൂ. ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഐക്കൺ കാണിക്കും. അപ്പം ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ വെബ്സൈറ്റിന്റെ അകത്ത് വരുവാണെങ്കിൽ, ഒരു യൂസർ ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റിനകത്ത് വിസിറ്റ് ചെയ്യുന്നു, അപ്പൊ നമ്മൾ ഇട്ടിട്ടുള്ള ബാനർ എല്ലാം എന്തോ എറർ വന്നിട്ട് എന്ത് ചെയ്യുന്നില്ല? കാണിക്കുന്നില്ല, ഷോ ചെയ്യുന്നില്ല. പകരം അവിടെ മൊത്തം എന്ത് വരുന്നു? ഐക്കൺ വരുന്നു. ഐക്കൺ വന്നാൽ ഇപ്പൊ യൂസർ കാണുമ്പോഴത്തേക്ക് വിചാരിക്കും
എന്താണ് ഇവിടെ എന്ത് ഇമേജിന് എന്ത് ബേസ് ചെയ്തിട്ടുള്ള ഇമേജ് ആണ് ഇട്ടിരിക്കുന്നതെന്ന് യൂസറിന് എന്ത് ചെയ്യത്തില്ല, മനസ്സിലാവത്തില്ല. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഈ ഇമേജിന്റെ ഈ ബ്രോക്കൺ ഐക്കണിന്റെ ഇമേജ് പറഞ്ഞതിന് പകരം അവിടെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേറെ എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. അതിനു വേണ്ടി കീപ്പ് ചെയ്യുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ആണ് എന്തെന്ന് പറയുന്നത് ഓൾട്ട് ടാഗ് എന്ന് പറയുന്നത്. അതായത് ഈ ഓൾട്ട് ടാഗിന്റെ അകത്ത് നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യും. അതായത് ഇപ്പൊ ഒരു എന്താ ഇപ്പൊ ഒരു ഫീൽഡിന്റെ പടമാണ് വെച്ചിരിക്കുന്നത്, ഒരു നോർമൽ ഫാമിങ്ങിന്റെ ഫീൽഡിന്റെ പടമാണ് അവിടെ ഇട്ടിരുന്നതെന്ന് വെക്കുക, ഫോട്ടോ ആണ് ഇട്ടിരുന്നതെന്ന് വെക്കാം. അപ്പൊ സപ്പോസ് അത് എന്ത് ചെയ്യുന്നില്ല, എറർ അടിച്ചിട്ട് അത് പ്ലേ ആവാണ്ട് വരും. ചില ടൈംസ് ഒക്കെ എന്ത് വരും, ഇമേജ് ലോഡ് ആവാണ്ട് വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഓൾട്ട് ടാഗ് ഇട്ടിട്ട് ഈ ടാഗിന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഇമേജിനെ ഡിസ്ക്രൈബ് ചെയ്തൊരു പേരിടും. അതായത് ഇപ്പം ഫാമിംഗ് ഇമേജ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇടും. അപ്പൊ സപ്പോസ് ഇമേജ് ലോഡ് ആയില്ലെങ്കിലും ഈ ടെക്സ്റ്റ് എന്ത് ചെയ്യും, ആ ഇമേജിന്റെ ഐക്കണിന്റെ കൂടെ എഴുതി കാണിക്കും. അപ്പം ഈ കാണുന്ന യൂസറിന് മനസ്സിലാവും, ഓക്കെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജ് ആണ് ഇവിടെ ഇട്ടിരുന്നത് എന്നെന്ത് ചെയ്യും, ആ യൂസറിന് മനസ്സിലാവും. ഇത് ആക്ച്വലി ഒരു ഡെവലപ്പറിന്റെ POV നോക്കുമ്പോൾ, അതായത് ഡെവലപ്പറിന്റെ POV നോക്കുവാണെങ്കിൽ ഈ ഓൾട്ട് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് സപ്പോസ് ആ ഇമേജ് ലോഡ് ആയില്ലെങ്കിൽ അതിന്റെ സ്ഥാനത്ത് എന്ത് എഴുതി കാണിക്കണം, ഒരു ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് എഴുതി കാണിക്കണം. അതാണ് ഓൾട്ട് ആട്രിബ്യൂട്ടിന്റെ യൂസ് എന്നാണ് ആര് കൺസിഡർ ചെയ്യുന്നത്, ഒരു ഡെവലപ്പർ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പൊ SEO ചെയ്യുന്ന ഒരാൾ കൺസിഡർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഓൾട്ട് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാത്ത ഒരു ഇമേജ് ഫയലായിട്ട് ആര് കൺസിഡർ ചെയ്യത്തില്ല, ഗൂഗിൾ കൺസിഡർ ചെയ്യത്തില്ല. അതായത് നമുക്ക് പല ടൈപ്പിലുള്ള ഇമേജ് നമുക്ക് എന്തിൽ യൂസ് ചെയ്യാം, ഒരു വെബ്സൈറ്റിനകത്ത് യൂസ് ചെയ്യാം. അതായത് ഇപ്പൊ നമുക്ക് ഓഡിയോ ഫയൽസ് യൂസ് ചെയ്യാം, ഡോക്യുമെന്റ് ഫയൽസ് യൂസ് ചെയ്യാം, വീഡിയോ ഫയൽസ് യൂസ് ചെയ്യാം, ഇമേജ് ഫയൽസ് യൂസ് ചെയ്യാം. അങ്ങനെ പല ടൈപ്പിലുള്ള ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റിനകത്ത് യൂസ് ചെയ്യാം. ഇതില് ഒരു ഓൾട്ട് ആട്രിബ്യൂട്ട് ഇടാത്ത ഇമേജിന് ഗൂഗിൾ ഒരു ഇമേജ് ഫയലായിട്ട് എന്ത് ചെയ്യത്തില്ല, കൺസിഡർ ചെയ്യത്തില്ല. ഇപ്പൊ നമ്മൾ ഒരുപാട് നമ്മൾ ആദ്യത്തെ പോയിന്റ് ആണ് പറഞ്ഞത്. അതായത് നമ്മൾ ഒരു വെബ്സൈറ്റിന്റെ പ്രസന്റേഷൻ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഇമേജ് ഫയൽസ് യൂസ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിത് അറിയാം. നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലൊക്കെ നമുക്ക് വെബ്സൈറ്റ് ഇമേജ് വേണം, നമ്മൾ ഒരു 10-15 ഇമേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വെബ്സൈറ്റിനകത്ത് കൊണ്ടുവന്ന് ഇടുന്നു. പക്ഷേ ഒരു ഇമേജിന് എന്ത് യൂസ് ചെയ്തില്ല, ഓൾട്ട് ആട്രിബ്യൂട്ട് യൂസ് ചെയ്തില്ല. ഓൾട്ട് ആട്രിബ്യൂട്ട് യൂസ് ചെയ്തില്ല എങ്കിൽ അവിടെ ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഗൂഗിൾ ഈ പേജ് അനലൈസ് ചെയ്യാൻ വരുമ്പോൾ ഇവിടെ എന്തോ ഒരു ഫയൽ കിടപ്പുണ്ട്, ഇത് ഇമേജ് ഫയൽ അല്ല എന്തായാലും. ഓക്കെ, പക്ഷേ ഇത് എന്തോ ഒരു ഫയലാണ് എന്നേ ഗൂഗിൾ എന്ത് ചെയ്തുള്ളൂ, കൺസിഡർ ചെയ്തോളൂ. സോ സ്റ്റിൽ നമ്മൾ 10-15 ഇമേജ് അവിടെ ആഡ് ചെയ്താലും സ്റ്റിൽ ഗൂഗിൾ എന്തേ പറയുള്ളൂ, ഇവിടെ ഇമേജ് ഒന്നുമില്ല, ഈ പേജിന് ഇമേജ് ഒന്നുമില്ല, സ്റ്റിൽ ഈ പേജ് എന്താണ് പ്രസന്റേഷൻ വൈസ് ഇമേജ് ഓക്കെ അല്ല എന്ന് കാണും. അതാണ് ഓൾട്ട് ആട്രിബ്യൂട്ടിന്റെ മറ്റൊരു ഇമ്പോർട്ടൻസ്. ഓൾട്ട് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാത്ത ഇമേജസിനെ ഒന്നും എന്തായിട്ട് കൺസിഡർ ചെയ്യത്തില്ല, ഒരു ഇമേജ് ഫയലായിട്ട് കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, അതാണ് ഓൾട്ട് ആട്രിബ്യൂട്ടിന്റെ ഒരു യൂസ്. അപ്പൊ എപ്പോഴും ഇമേജ് നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഇമേജ് യൂസ് ചെയ്യുമ്പോൾ ഓൾട്ട് ആട്രിബ്യൂട്ട് ഇട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എന്ത് ചെയ്യണം, ആ ഫയലിനകത്ത് കാണിക്കാം. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് ടൈപ്പ് ഫയലാണോ ഏത് ടൈപ്പ് ഫയലിലുള്ള ഇമേജ് ആണോ യൂസ് ചെയ്യുന്നത് അതിന്റെ എക്സ്റ്റൻഷൻ എന്ത് ചെയ്യാം, അതിന്റെ കൂടെ മെൻഷൻ ചെയ്യാം. ഇപ്പൊ നമുക്ക് പല ഫയൽ ഫോമാറ്റിലുള്ള ഇമേജ് ഉണ്ടാവും. അപ്പൊ PNG ഉണ്ടാവും, JPEG ഉണ്ടാവും, JPG ഉണ്ടാവും. അപ്പം അങ്ങനെ പല ടൈപ്പിലുള്ള ഇമേജ് ഫയൽസ് ഉണ്ടാവും. അപ്പം ഏത് ടൈപ്പ് ഇമേജ് ഫയലാണോ നമ്മളവിടെ യൂസ് ചെയ്തത്, ആ ഫയലിന്റെ എക്സ്റ്റൻഷൻ നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ കൂടെ കീപ്പ് ചെയ്യാം. ഇപ്പം ഇമേജ് ഇപ്പോൾ ഒരു JPEG ഇമേജ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഇമേജിന്റെ സോഴ്സിനെ കൂടെ .jpeg എന്ന് കാണിക്കുക. ഇപ്പൊ PNG ഇമേജ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കൂടെ എക്സ്റ്റൻഷൻ എന്ത് കാണിക്കാം, .png എന്ന് പറഞ്ഞിട്ട് എക്സ്റ്റൻഷൻ കാണിക്കാം. ഓക്കെ, അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഇൻഫർമേഷൻ ഗൂഗിളിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗൂഗിളിന് ആ ഒരു പർട്ടിക്കുലർ ഇമേജ്, ഇപ്പൊ എല്ലാം ഒരു ഒറ്റ ഇമേജിന് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്, ഇതെല്ലാം നമ്മൾ ഒരു ഇമേജിന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ അത്രത്തോളം വാല്യൂ എന്ത് ചെയ്യും, ആ ഇമേജിന് കീപ്പ് ചെയ്യും. ഓക്കെ, അതാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഒരു ഇമേജ് SEO ഒപ്റ്റിമൈസ് ആക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ്. അതായത് ഗൂഗിൾ പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിനകത്തുള്ള കണ്ടന്റ് എത്രത്തോളം ട്രാൻസ്പാരന്റ് ആയിട്ട് ഗൂഗിളിന് കാണിച്ചു കൊടുക്കാൻ പറ്റും, അത്രത്തോളം ട്രാൻസ്പാരന്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അത്രത്തോളം നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. എത്രത്തോളം മനസ്സിലാക്കുന്ന ഗൂഗിൾ അത്രത്തോളം നമുക്ക് എന്ത് തരും, റാങ്ക് തരും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഇമേജ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇത്രയാണ് ഞാൻ മെയിൻ ആയിട്ടും ഓൺ പേജ് SEO, അതായത് വെബ്സൈറ്റിന്റെ അകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഹൈ ക്വാളിറ്റി ഉള്ള കണ്ടന്റ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എപ്പോഴും വെബ്സൈറ്റിനകത്ത് കീപ്പ് ചെയ്യാൻ. ഓക്കെ, അത് കീപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള എൻഗേജിംഗ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ വെബ്സൈറ്റിനകത്ത് കീപ്പ് ചെയ്യുമ്പോൾ എനിക്ക് 2 റാങ്കിങ് ഫാക്ടേഴ്സ് കിട്ടും. ഒന്ന് എൻഗേജ്മെന്റ് ടൈമും, രണ്ടെന്ന് പറയുന്നത് നമുക്ക് ക്ലിക്കിന്റെ റേറ്റിംഗ് കൂടുതൽ കിട്ടും. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് URL ഒപ്റ്റിമൈസേഷൻ. ഒരു URL സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, ഒപ്റ്റിമൈസ് ചെയ്ത് കീപ്പ് ചെയ്യുക. അതായത് മീനിങ്ലെസ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കാണ്ട് നല്ല പ്രോപ്പർ സ്ട്രക്ചറിൽ രീതിയിൽ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. ആവശ്യമില്ലാത്ത ക്യാരക്ടേഴ്സും വേർഡ്സും സിമ്പിൾസും ഒന്നും യൂസ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ URL സ്ട്രക്ചർ കീപ്പ് ചെയ്യുക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്റേണൽ ലിങ്ക്സും എക്സ്റ്റേണൽ ലിങ്ക്സും. ഇന്റേണൽ ലിങ്ക്സ് എന്ന് പറയുമ്പോൾ ഒരു വെബ്സൈറ്റിന്റെ അകത്തുള്ള മൾട്ടിപ്പിൾ പേജസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നാവിഗേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ലിങ്ക്സ് ആണ് ഇന്റേണൽ ലിങ്ക്സ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ലിങ്ക്സ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു വെബ്സൈറ്റിലോട്ട് കൊണ്ടുപോകുന്ന ലിങ്കിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറയുന്നത്.
ഇവിടെ ഇന്റേണൽ ലിങ്ക്സ് നമുക്ക് നമ്മളെ വെബ്സൈറ്റിൽ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത പേജസ് ഗൂഗിളിലോട്ട് എത്തിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അതെങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള പേജസിൽ നമ്മൾ പുതിയ പേജസ് കൊണ്ടുവന്ന് എന്ത് ചെയ്യും, ഒരു ഇന്റേണൽ ലിങ്ക് വഴി ലിങ്ക് ചെയ്ത് കാണും. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പേജ് ലോഡിംഗ് സ്പീഡ് ആണ്. പേജ് ലോഡിംഗ് സ്പീഡിൽ 3 മെയിൻ ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ് ഒരു പേജിന് ഒരുപാട് ലോഡിംഗ് ടൈം എടുക്കുന്നത്, അതിന് പറഞ്ഞത് 3 മെയിൻ ഫാക്ടേഴ്സ് ആണ്: സെർവറിന്റെ പെർഫോമൻസ്, ഇമേജിന്റെ ഫയൽ സൈസ്, പേജിന്റെ ഓവറോൾ ഫയൽ സൈസ്. അടുത്തെന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇമേജസ് എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ കോപ്പറേറ്റ് ഇല്ലാത്ത ഇമേജസ് ആണ് എപ്പോഴും എന്ത് ചെയ്യാൻ, കീപ്പ് ചെയ്യാൻ. ഇമേജിന്റെ ഫയൽ സൈസ് എപ്പോഴും ഒപ്റ്റിമൈസ് ആയിട്ട് കീപ്പ് ചെയ്യുക. ഓൾ ടാക്സ് യൂസ് ചെയ്ത ഒരു ഇമേജ് ഫയലാണ് ഡിസ്ക്രൈബ് ചെയ്ത് കാണിക്കുക. അടുത്തത്, എന്ത് ടൈപ്പ് ഫയലാണോ, എന്ത് ടൈപ്പ് ഇമേജ് ഫയലാണോ നമ്മൾ യൂസ് ചെയ്ത് അത് എന്ത് ചെയ്യുക, അതിന്റെ കൂടെ മെൻഷൻ ചെയ്ത് കാണിക്കുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ ഓൺ പേജ് എസ് കഴിഞ്ഞു. ഇനി നമ്മൾ ഓഫ് പേജ് എസ് ആണ് പറയുന്നത്. ഓഫ് പേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റിന് പുറത്ത് നിന്നുകൊണ്ട് വെബ്സൈറ്റിന്റെ റാങ്ക് ഇംപ്രൂവ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് എന്തിനകത്ത് വരുന്നത്, ഓഫ് പേജ് എസ് അത് വരണം. ഓക്കെ, ഓഫ് പേജ് എസ് സിഒയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഓഫ് പേജ് എസ് സിന്റെ അകത്ത് വരുന്ന ഒരു മെയിൻ ഫാക്ടർ ആണ് ഈ ബാക്ക് ലിങ്ക്സ് എന്ന് പറയുന്നത്. ബാക്ക് ലിങ്ക്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലിങ്ക്. എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ മറ്റൊരു വെബ്സൈറ്റിലോട്ട് കൊണ്ടുവന്ന ലിങ്കിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ ലിങ്ക് അഥവാ ബാക്ക് ലിങ്ക് എന്ന് പറയുന്നത്. ഈ ബാക്ക് ലിങ്ക് ആണ് ഓഫ് പേജ് എസ് സിഒയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. ഓക്കെ, അതായത് നമുക്ക് ഓൺ പേജ് എസ് സിക്കകത്ത് പല ഫാക്ടേഴ്സ് പറഞ്ഞു. അത് ചില ഫാക്ടേഴ്സ് നമുക്ക് റാങ്കിങ് തരും, ചില ഫാക്ടേഴ്സ് നമുക്ക് ട്രാഫിക് തരും, ചില ഫാക്ടേഴ്സ് രണ്ടും തരും. ഓക്കെ, പക്ഷെ ഒരു ബാക്ക് ലിങ്ക് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ലിങ്ക് നമുക്ക് റാങ്കിങ്ങും തരും, ട്രാഫിക്കും തരും, അതിന്റെ കൂടെ നമുക്ക് വേറെ 2 ഫാക്ടേഴ്സ് കൂടി തരും. ഓക്കെ, അത് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ 2 എക്സാമ്പിൾ പറയണം. അതായത് ഇപ്പോൾ ഒരു 2 വെബ്സൈറ്റ് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട്, ഇപ്പോൾ എ എന്ന് പറയുന്ന വെബ്സൈറ്റും ബി എന്ന് പറയുന്ന വെബ്സൈറ്റും. ഓക്കെ, ഇതില് എ എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ റാങ്കിങ് ആക്ച്വലി ടോപ്പിലാണ് നിൽക്കുന്നത്. ഓക്കെ, രണ്ടും ഒരു IT കമ്പനിയാണെന്ന് വെക്കാം. ഓക്കെ, എ എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ റാങ്ക് ഏറ്റവും ടോപ്പിലാണ്. ഇപ്പം ബെസ്റ്റ് IT കമ്പനീസ് ഇൻ ട്രിവാൻഡ്രം സെർച്ച് ചെയ്യുമ്പോൾ എന്റെ ഈ എ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആയിരിക്കും എന്തിൽ വരുന്നത്, ടോപ്പിൽ റാങ്ക് ചെയ്ത് വരുന്നത്. അറ്റ് ദ സെയിം ടൈം ബി എന്ന് പറയുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ തുടങ്ങിയ ഒരു വെബ്സൈറ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ റീസെന്റ് തുടങ്ങിയ ഒരു വെബ്സൈറ്റ് ആണ്. സോ അതിന്റെ റാങ്കിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഭയങ്കര താഴെയായിരിക്കും. ഇപ്പൊ 60ാമത്തെ 70ാമത്തെ പേജിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് റാങ്ക് ചെയ്ത് വരുന്നത്. സ്വാഭാവികമായിട്ടും ആ വെബ്സൈറ്റ് ആർക്കും അറിയാത്തൊരു വെബ്സൈറ്റ് ആയിരിക്കും, ആൾക്കാരൊന്നും വലുതായിട്ട് വരാത്തൊരു വെബ്സൈറ്റ് ആയിരിക്കും. പക്ഷേ എ എന്ന് പറയുന്ന വെബ്സൈറ്റ് ടോപ്പിൽ റാങ്ക് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാർ എപ്പോഴും വിസിറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അതായത് ഇപ്പൊ ഡെയിലി ഇപ്പൊ ഒരു 1000 പേര് ഈ വെബ്സൈറ്റിന്റെ അകത്ത് വരും, അല്ലെങ്കിൽ ഒരു 1000 ട്രാഫിക് വരുന്ന ഒരു വെബ്സൈറ്റ് ആണ് വെബ്സൈറ്റ് എ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഇതാണ് എന്റെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ബി എന്ന് പറയുന്ന വെബ്സൈറ്റിനെ കൊണ്ടുവന്ന് ഞാൻ എവിടെ കൊടുക്കുകയാണ്, എ എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ അകത്ത് കൊടുക്കുകയാണ്. ഒരു ലിങ്ക് ആയിട്ട് കൊടുക്കുക, ഒരു എക്സ്റ്റേണൽ ലിങ്ക് ആയിട്ട് കൊടുക്കുകയാണ്. അതായത് എ എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ അകത്ത് ബിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ആരെങ്കിലും ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ എ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് എങ്ങോട്ട് പോകും, ബി എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് പോകും. നമ്മൾ നേരത്തെ നോക്കിയ എക്സാമ്പിൾ പോലെ, അതായത് സ്കോപ്പിനിയ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ എന്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, സഫിക്സി സൊല്യൂഷൻ വെബ്സൈറ്റിന്റെ ലിങ്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആരെങ്കിലും ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് അങ്ങോട്ട് പോകും, സഫിക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ അകത്തോട്ട് പോകും. ഓക്കെ, ഇതാണ് ഇപ്പൊ കറന്റ് സിനാരിയോ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു ബാക്ക് ലിങ്ക് വഴി എങ്ങനെ ബി എന്ന് പറയുന്ന വെബ്സൈറ്റിന് ബെനിഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇപ്പം എ എന്ന് പറയുന്ന വെബ്സൈറ്റ് ടോപ്പിൽ റാങ്ക് ചെയ്യുന്ന വെബ്സൈറ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് ആണ് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ വെബ്സൈറ്റിന്റെ അകത്താണ് ഞാൻ എന്ത് കൊടുത്തിരിക്കുന്നത്, ബി എന്ന് പറയുന്ന വെബ്സൈറ്റിനെ പറ്റി ആ എ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുക. കൺസിഡർ ഇപ്പൊ രണ്ടുപേരും പാർട്ട്നേഴ്സ് ആണെന്ന് വെക്കാം. അപ്പം എ എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ അകത്ത് ബി എന്ന് പറയുന്ന വെബ്സൈറ്റിനെ കൊണ്ടുവന്ന് മെൻഷൻ ചെയ്തിരിക്കുകയാണ്. വിസിറ്റ് അവർ പാർട്ണർ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തിരിക്കുന്നു, ബി എന്ന് പറയുന്ന വെബ്സൈറ്റിനെ എ എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് എന്ത് ചെയ്തിരിക്കുന്നത്, മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ കയറുന്ന ഇപ്പൊ ഒരു ദിവസം ഈ എ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ 1000 പേര് കയറുന്നു ഞാൻ പറഞ്ഞു. ഈ കയറുന്ന 1000 പേരും എ എന്ന് പറയുന്ന വെബ്സൈറ്റ് അല്ല, എ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുന്ന ആൾക്കാരെല്ലാം ഈ ബി എന്ന് പറയുന്ന വെബ്സൈറ്റിനെ പറ്റി എന്ത് ചെയ്യുന്നു, അറിയുന്നു. ഓക്കെ, അതായത് എയിൽ കയറുന്ന വെബ്സൈറ്റ്, ഈ എ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുന്ന ആൾക്കാരെല്ലാം ഈ ബി എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇവിടെ കിടക്കുന്ന കാണുന്നു. ഓക്കെ, അതായത് അവിടെ എന്ത് ക്രിയേറ്റ് ആണ്, ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ഒരു റീച്ച് ക്രിയേറ്റ് ആവുകയാണ്. അതായത് ഡെയിലി 1000 പേര് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബി എന്ന് പറയുന്ന വെബ്സൈറ്റിനെ പറ്റി ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് വിസിറ്റർ പാർട്ണർ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ് ബി എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ 1000 പേരും ഓക്കെ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ട് എന്ന് എന്ത് ചെയ്യും, മനസ്സിലാക്കും. അപ്പൊ അവിടെ നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ കിട്ടി, പോപ്പുലാരിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ കിട്ടി, അല്ലെങ്കിൽ റീച്ച് എന്ന് പറയുന്നത് എന്ത് കിട്ടി, ഒരു ഫാക്ടർ കിട്ടി. ഇതെല്ലാം ഒരൊറ്റ ബാക്ക് ലിങ്ക് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, റീച്ച് എന്ന് പറയുന്ന ഫാക്ടർ കിട്ടി. ഇനി ഈ കയറുന്ന 1000 പേരിൽ അറ്റ്ലീസ്റ്റ് ഒരു 100 പേരെങ്കിലും എന്ത് ചെയ്യും, ഈ ബി എന്ന് പറയുന്ന വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കും. ഓക്കെ, അതായത് എന്താണ് സംഭവം എന്ന് അറിയണമല്ലോ. അതായത് ഈ വെബ്സൈറ്റ് ബിയിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനെ പറ്റിയിട്ടാണ് ഈ ബി എന്ന് പറയുന്ന വെബ്സൈറ്റ് പറയുന്നത് എന്ന് അവർക്ക് ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണമല്ലോ. അപ്പൊ എന്ത് ചെയ്യും, ഈ കയറുന്ന 1000 പേരിൽ മിനിമം അറ്റ്ലീസ്റ്റ് ഒരു 100 പേരെങ്കിലും എന്ത് ചെയ്യും, ഈ ബി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഈ ഒരു ലിങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ബട്ടണിൽ എന്ത് ചെയ്യും, ക്ലിക്ക് ചെയ്ത് നോക്കും. ബട്ടണിൽ ക്ലിക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ എയിൽ കയറിയ ട്രാഫിക് എല്ലാം ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് എന്തിലോട്ട് പോകും, ബി എന്ന് പറയുന്ന വെബ്സൈറ്റിന് അകത്തോട്ട് പോകും. എന്ന് വെച്ചാൽ അതിന് മീനിങ് എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ
ട്രാഫിക് കിട്ടുവാണ്. ഏത് ത്രൂ? എ എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ബി എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് ട്രാഫിക് കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ രണ്ടാമത്തെ ഫാക്ടർ. ഒരു ബാക്ക്ലിങ്ക് വഴി നമുക്ക് മറ്റൊരു വെബ്സൈറ്റിലെ ട്രാഫിക് നമുക്ക് എന്ത് ചെയ്യാം? അക്വയർ ചെയ്യാം. അപ്പൊ രണ്ട് ഫാക്ടേഴ്സ് ആയി. ഒന്ന് പോപ്പുലാരിറ്റി എന്ന് പറയുന്ന ഫാക്ടറായി, രണ്ടെന്ന് പറയുന്ന റാങ്കിങ് എന്ന് പറയുന്ന ട്രാഫിക് എന്ന് പറയുന്ന ഫാക്ടർ. ഓക്കെ, മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗൂഗിളിൽ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഗൂഗിള് ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റിനെ മാത്രമേ എപ്പോഴും എന്തിൽ കൊണ്ടുവരുള്ളൂ? ടോപ്പിൽ കൊണ്ടുവരത്തുള്ളൂ. ഓക്കെ, ഗൂഗിളിനെ ട്രസ്റ്റഡ് അല്ലാത്ത വെബ്സൈറ്റ് ഒന്നും ഗൂഗിൾ എന്ത് ചെയ്യത്തില്ല? ടോപ്പിൽ കൊണ്ടുവരത്തില്ല. അതായത് ഇപ്പം അതുകൊണ്ടാണ് ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഒക്കെ ഗൂഗിൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ടോപ്പിൽ റാങ്ക് ചെയ്ത് ടോപ്പിലോട്ട് കൊണ്ടുവരും. കാരണം ബ്രാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഓൾറെഡി ആ ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇപ്പം ഏതൊരു ബ്രാൻഡ് ആണെങ്കിലും ഗൂഗിൾ പെട്ടെന്ന് ആ ബ്രാൻഡഡ് വെബ്സൈറ്റിനെ ടോപ്പിലോട്ട് കൊണ്ടുവരാൻ നോക്കും. ഓൾറെഡി ആ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഓൾറെഡി അവിടെ ഉള്ളത് കൊണ്ട് ഗൂഗിൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ആ വെബ്സൈറ്റിനെ റാങ്ക് ചെയ്ത് ടോപ്പിലോട്ട് കൊണ്ടുവരും. ഇനി ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു എ എന്ന് പറയുന്ന വെബ്സൈറ്റ് ടോപ്പിൽ റാങ്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഞാൻ പറഞ്ഞു. അതായത് ഗൂഗിളിന്റെ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? എ എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് മറ്റൊരു വെബ്സൈറ്റിനെ റെഫർ ചെയ്യുമ്പോൾ ഗൂഗിൾ ഓട്ടോമാറ്റിക്കലി ഈ റെഫർ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റിനെ എന്ത് ചെയ്യും? ട്രസ്റ്റ് ചെയ്യും. ഓക്കെ, അതായത് എ എന്ന് പറയുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ബി എന്ന് പറയുന്ന വെബ്സൈറ്റ് ഗൂഗിളിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ബാക്ക് ലിങ്ക് വഴി അല്ലെങ്കിൽ ബാക്ക് ലിങ്ക് റെഫറൻസ് വഴി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഗൂഗിൾ എന്തായാലും അറിയാം, അതായത് ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് എ എന്ന് പറയുന്നത്. സോ അവൻ ട്രസ്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു വെബ്സൈറ്റിനെ റെഫർ ചെയ്യുള്ളൂ എന്ന് ആർക്കറിയാം? ഗൂഗിളിന് അറിയാം. ഗൂഗിൾ എന്ത് ചെയ്യും? ഈ വെബ്സൈറ്റിന് റാങ്ക് ചെയ്യും. ഗൂഗിളിന് ഈ ഒരു മ്യൂച്വൽ ട്രസ്റ്റ്, ഈ എന്റെ അടുത്തുള്ള മ്യൂച്വൽ ട്രസ്റ്റ് ഏതിനൂടെ പോകും? ഈ വെബ്സൈറ്റ് ബിനും കൂടി എന്ത് ചെയ്യും? ഗൂഗിൾ പാസ് ചെയ്യും. ഗൂഗിളിന്റെ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. അത് കിട്ടാൻ ഭയങ്കര പാടാണ്. അതേപോലെ ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യത്തുള്ളൂ? ടോപ്പിലോട്ട് റാങ്ക് ചെയ്യത്തുള്ളൂ. സോ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് മറ്റൊരു വെബ്സൈറ്റിനെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ആ മ്യൂച്വൽ ട്രസ്റ്റ് ഈ റെഫർ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റിന് പോകും. അപ്പൊ മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ട്രസ്റ്റ് എന്ന് പറയുന്ന ഫാക്ടർ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ഇനി നാലാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം എ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഞാൻ ബിന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അതായത് ഒരു എക്സ്റ്റേണൽ ലിങ്ക് ആണ് ഞാൻ എന്തിരിക്കുന്നത്? എ എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ അത് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? ആൾക്കാർ എ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയ ആൾക്കാർ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ബി എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് പോകുന്നു പറഞ്ഞു. അപ്പൊ ട്രാഫിക് എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ എക്സ്റ്റേണൽ ലിങ്ക് അല്ലെങ്കിൽ ഈ ഒരു ബാക്ക് ലിങ്ക് വഴി പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ട്രാഫിക് പാസ് ചെയ്യുന്നതിന്റെ കൂടെ വേറൊരു ഫാക്ടർ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബാക്ക് ലിങ്ക് വഴി പാസ് ചെയ്യുന്നുണ്ട്. ആ ഫാക്ടറിനെയാണ് ലിങ്ക് ജ്യൂസ് അല്ലെങ്കിൽ ലിങ്ക് ഇക്വിറ്റി എന്ന് പറയാം. ഓക്കെ, ഈ ലിങ്ക് ജ്യൂസ് അല്ലെങ്കിൽ ലിങ്ക് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു വാല്യൂ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ അതോറിറ്റി അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ ഈ ഒരു വെബ്സൈറ്റ് വഴി ഈ എ എന്ന് പറയുന്ന വെബ്സൈറ്റിന് ഓൾറെഡി ഒരു അതോറിറ്റി ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ലിങ്ക് കൊടുത്തിരിക്കുകയാണെങ്കിൽ ഈ അതോറിറ്റി വാല്യൂ ഈ എ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി ഈ എക്സ്റ്റേണൽ ലിങ്ക് വഴി ഈ ബി എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് എന്ത് പോകും? ഈ അതോറിറ്റി അല്ലെങ്കിൽ വാല്യൂ പോകും. ഈ ആക്ച്വലി ഈ ലിങ്ക് ജ്യൂസ് അല്ലെങ്കിൽ ലിങ്ക് ഇക്വിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടർ നമ്മളെ റാങ്കിങ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ. ഓക്കെ, അപ്പോ ഒരു എക്സ്റ്റേണൽ ലിങ്ക് വഴി എന്തും ഫാക്ടർ പാസ് ചെയ്യും. ലിങ്ക് ജ്യൂസ് അല്ലെങ്കിൽ ഈ ലിങ്ക് അതോറിറ്റി എന്ന് പറയുന്ന ഫാക്ടറും ഈ എക്സ്റ്റേണൽ ലിങ്ക് വഴി ബി എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് പാസ് ചെയ്യും. ഈ ട്രാഫിക് പാസ് ചെയ്തപോലെ ബി എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് എന്ത് ചെയ്യും? പാസ് ചെയ്യും. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളെ ബി എന്ന് പറയുന്ന വെബ്സൈറ്റ് എന്ത് ഇമ്പ്രൂവ് ചെയ്യും? റാങ്കിങ് ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യും. സോ നമുക്ക് നാലാമത്തെ ഫാക്ടർ കിട്ടി, റാങ്കിങ് എന്ന് പറയുന്ന ഫാക്ടർ കിട്ടി. ഇങ്ങനെയാണ് നമ്മളൊരു ബാക്ക് ലിങ്ക് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ലിങ്ക് നമ്മളെ വെബ്സൈറ്റിന് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ 4 ഫാക്ടേഴ്സ് ആണ് ഒരു എക്സ്റ്റേണൽ ലിങ്ക് അല്ലെങ്കിൽ ഒരു ബാക്ക് ലിങ്ക് തരുന്നത്. ഒന്ന്, ഒരു വെബ്സൈറ്റിന് പോപ്പുലാരിറ്റി തരും. രണ്ടെന്ന് പറയുന്നത് വെബ്സൈറ്റിന്റെ റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്യും. മൂന്നെന്ന് പറയുന്നത് വെബ്സൈറ്റിന് അഡീഷണലി ട്രാഫിക് എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു. നാലെന്ന് പറയുന്നത് ഗൂഗിളിന്റെ ട്രസ്റ്റ് എന്ത് ചെയ്യും? ഈ എക്സ്റ്റേണൽ ലിങ്ക് വഴി പാസ് ചെയ്യും. അതായത് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് റെഫർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പോകത്തുള്ളൂ? ഈ ഗൂഗിളിന്റെ ട്രസ്റ്റ് മ്യൂച്വലി പാസ് ആകത്തുള്ളൂ. ഓക്കെ, ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഒരു ബാക്ക് ലിങ്ക് എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യുന്നത്. അതിന് ഇനി വേറൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം ബി എന്ന് പറയുന്ന വെബ്സൈറ്റ് ആക്ച്വലി ഒരു ലോ റാങ്കിങ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. ഓക്കെ, ഇപ്പൊ 2 മാസം ആയിട്ടുള്ളൂ. ഇപ്പം ഒരു കാലത്തും ഒരു ട്രസ്റ്റഡ് വെബ്സൈറ്റ് റെഫർ ചെയ്തില്ലെങ്കിൽ ഗൂഗിൾ ആദ്യമേ എന്ത് ചെയ്യത്തില്ല? ബി എന്ന് പറയുന്ന വെബ്സൈറ്റിനെ ട്രസ്റ്റ് ചെയ്തില്ല. ഓക്കെ, ഗൂഗിൾ ആക്ച്വലി കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂ ഉള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത്? ഗൂഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി ഇപ്പം നമ്മളിപ്പം എ എന്ന് പറയുന്ന വെബ്സൈറ്റും ബി എന്ന് പറയുന്ന വെബ്സൈറ്റും ഒരു എക്സ്റ്റേണൽ ലിങ്ക് വഴി ലിങ്ക്ഡ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന വെബ്സൈറ്റിന് ആക്ച്വലി എന്ത് വന്നിട്ടുണ്ട്? എ എന്ന് പറയുന്ന വെബ്സൈറ്റിന് ഒരു ബാക്ക് ലിങ്ക് വന്നിട്ടുണ്ട്. ഇനി സപ്പോസ് അതേപോലെ ഗൂഗിൾ ഈ ബി എന്ന് പറയുന്ന വെബ്സൈറ്റ് ഫൈൻഡ് ചെയ്തതും ആര് ത്രൂ ആണ്? എ എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ആണ് എന്ത് ചെയ്തത്? ഫൈൻഡ് ചെയ്തത്. ഓക്കെ, ഇപ്പോ ഒരു ദിവസം ബി എന്ന് പറയുന്ന വെബ്സൈറ്റ് എന്തെങ്കിലും ഗൂഗിളിന്റെ ഗൈഡ് ലൈൻസിന് എതിരായിട്ട് എന്തെങ്കിലും പ്രാക്ടീസ് ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് വെക്കാം. ഇത് ആര് കണ്ടുപിടിച്ചു? ഗൂഗിൾ കണ്ടുപിടിച്ചു. ഗൂഗിൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് വന്ന് എന്ത് ചെയ്യും? ബി എന്ന് പറയുന്ന വെബ്സൈറ്റിനെ ബ്ലോക്ക് ചെയ്യും. അതിന്റെ കൂടെ ഇത് ആരെയും കൂടെ ബ്ലോക്ക് ചെയ്യും? എ എന്ന് പറയുന്ന വെബ്സൈറ്റിനെ കൂടി ബ്ലോക്ക് ചെയ്യും. അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ ഈ ഗൂഗിള് ഈ ബി എന്ന് പറയുന്ന വെബ്സൈറ്റിന് ട്രസ്റ്റ് കൊടുത്തതും ബി എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് എത്തിപ്പെട്ടതും ആര് റെഫറൻസ് വഴിയാണ്? എ എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ റെഫറൻസ് വഴിയാണ് ബി എന്ന് പറയുന്ന വെബ്സൈറ്റിനെ ഗൂഗിൾ കണ്ടത്. ഓക്കെ, ഇനി സപ്പോസ് ഗൂഗിള്
ബി എന്തെങ്കിലും ആക്ടിവിറ്റി, അതായത് ഇപ്പം ഗൂഗിളിലെ റൂൾസിനെതിരായിട്ട് എന്തെങ്കിലും കാണിച്ച് ബ്ലോക്ക് ആയി പോവുകയാണെങ്കിൽ ഈ പെനാൽറ്റി ഡയറക്ട്ലി ആരെയും കൂടെ അഫക്ട് ചെയ്യും, എ എന്ന് പറയുന്ന വെബ്സൈറ്റിനെ കൂടി അഫക്ട് ചെയ്യും. കാരണം ഗൂഗിൾ കണ്ടത് ആര് വഴിയാണ്, അല്ലെങ്കിൽ ആരുടെ റെഫറൻസ് ത്രൂ ആണ്, എ എന്ന് പറയുന്ന റെഫറൻസ് ത്രൂ ആണ് ഗൂഗിൾ എന്ത് ചെയ്തത്, ബി എന്ന് പറയുന്ന വെബ്സൈറ്റിനെ കാണുന്നത്. അപ്പം ബി എന്തെങ്കിലും തെറ്റ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ബി എന്തെങ്കിലും ഗൂഗിളിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ, എന്തെങ്കിലും ഉടായ്പ കാണിക്കുവാണെങ്കിൽ ഇത് ആരെ കൂടെ അഫക്ട് ചെയ്യും, എ എന്ന് പറയുന്ന വെബ്സൈറ്റിനെ കൂടി അഫക്ട് ചെയ്യും. സോ ഇപ്പൊ ഇവിടെ ഒരു സിറ്റുവേഷൻ വരുവാണ്, അതായത് എ എന്ന് പറയുന്ന വെബ്സൈറ്റിനാണ് ഈ ഒരു സിറ്റുവേഷൻ വരുന്നത്. അതായത് എനിക്കിപ്പം ബി എന്ന് പറയുന്ന വെബ്സൈറ്റിനെ റെഫർ ചെയ്യും വേണം, പക്ഷെ എന്തും ചെയ്യാൻ പാടില്ല, എന്നെ അത് അഫക്ട് ചെയ്യാനും പാടില്ല. അതായത് എ എന്ന് പറയുന്ന വെബ്സൈറ്റിനെ അറിയാം ഈ ബി എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇൻ ടൈം എന്തെങ്കിലും കാണിക്കും, അത് അവന്റെ വെബ്സൈറ്റ് കൊണ്ടുപോകും. അതേപോലെ തന്നെ ആരെ കൂടെ കൊണ്ടുപോകും, എന്റെ എ എന്ന് പറയുന്ന വെബ്സൈറ്റിനെ കൂടെ ഗൂഗിൾ എന്ത് ചെയ്യും, കൊണ്ടുപോകുന്ന ആർക്കറിയാം, എ എന്ന് പറയുന്ന വെബ്സൈറ്റിനെ അറിയാം. സോ ഇപ്പൊ ഇവിടെ ഒരു സിറ്റുവേഷൻ വരുവാണ്, എവനെ റെഫർ ചെയ്യും, അതായത് ബി എന്ന് പറയുന്ന വെബ്സൈറ്റിനെ എക്ക് റെഫർ ചെയ്യും വേണം, പക്ഷെ എന്തും ചെയ്യാൻ പാടില്ല, എ എന്ന് പറയുന്ന വെബ്സൈറ്റിനെ അത് അഫക്ട് ചെയ്യാനും പാടില്ല. ഇവിടെയാണ് രണ്ട് ടൈപ്പ് ബാക്ക്ലിങ്ക് വരുന്നത്, ഡു ഫോളോ ബാക്ക്ലിങ്കും നോ ഫോളോ ബാക്ക്ലിങ്കും. അതായത് ഞാൻ പറഞ്ഞു ഇവിടെ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഒരു ബാക്ക്ലിങ്ക് വഴി പാസ് ചെയ്യുന്നത്. എ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് രണ്ട് ഫാക്ടേഴ്സ് ആണ് പാസ് ചെയ്യുന്നത്. ഒന്ന്, എ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് എന്ത് പാസ് ചെയ്യും, ട്രാഫിക് പാസ് ചെയ്യും. വെബ്സൈറ്റ് എ എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ അകത്ത് വരുന്ന ആൾക്കാരെല്ലാം ഈ ബി എന്ന് പറയുന്ന വെബ്സൈറ്റ് കണ്ട് ലിങ്ക് കണ്ട് ക്ലിക്ക് ചെയ്ത് എന്തിലോട്ട് പോകും, ബി എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് പോകും. അപ്പൊ അവിടെ ട്രാഫിക് എന്ന് പറയുന്ന ഫാക്ടർ പാസ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലിങ്ക് ജ്യൂസ് അല്ലെങ്കിൽ ലിങ്ക് ഇക്വിറ്റി എന്ന് പറയുന്നത് റാങ്ക് പാസ് ചെയ്യുന്ന ഒരു ഫാക്ടറും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതുവഴി പാസ് ചെയ്യുന്നുണ്ട്. ഒരു ഡു ഫോളോ ബാക്ക്ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ട്രാഫിക്കും ഈ ലിങ്ക് അതോറിറ്റിയും പാസ് ചെയ്യുന്ന ഒരു ബാക്ക്ലിങ്കിനെയാണ് ഡു ഫോളോ ബാക്ക്ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നോ ഫോളോ ബാക്ക്ലിങ്ക് എന്ന് പറഞ്ഞാൽ ട്രാഫിക് മാത്രമേ പാസ് ചെയ്യുള്ളൂ, പക്ഷെ എന്ത് പാസ് ചെയ്യത്തില്ല, ഈ ലിങ്ക് അതോറിറ്റി അല്ലെങ്കിൽ പേജ് അതോറിറ്റി എന്ത് ചെയ്യത്തില്ല, പാസ് ചെയ്യത്തില്ല. ഇനി ഒരു ബാക്ക്ലിങ്ക് ലിങ്ക് അതോറിറ്റി അല്ലെങ്കിൽ പേജ് അതോറിറ്റിയും അല്ലെങ്കിൽ ലിങ്ക് ജ്യൂസ് അല്ലെങ്കിൽ ലിങ്ക് അതോറിറ്റിയും അതേപോലെ ട്രാഫിക്കും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് സപ്പോസ് ഈ എ എന്ന് പറയുന്ന വെബ്സൈറ്റ്, ഓക്കെ, ഈ ബി എന്ന് പറയുന്ന വെബ്സൈറ്റ് എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ചെയ്തു എന്ന് വയ്ക്കാം. ഇപ്പം എ എന്ന് പറയുന്ന വെബ്സൈറ്റ് അതിന്റെ പേജ് അതോറിറ്റി ബിന് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തിനെ അഫക്ട് ചെയ്യും, എനെ അഫക്ട് ചെയ്യും, ബിനെ അഫക്ട് ചെയ്യും. ഓക്കെ, അതായത് ഒരു ഡു ഫോളോ ബാക്ക്ലിങ്ക് ആയിട്ടാണ് ബിനെ എ റെഫർ ചെയ്തിരിക്കുകയാണെങ്കിൽ ബിനെ അഫക്ട് ചെയ്യും, അത് ഡയറക്ട്ലി ആരെ അഫക്ട് ചെയ്യും, എ എന്ന് പറയുന്ന വെബ്സൈറ്റിനെ അഫക്ട് ചെയ്യും. ഓക്കെ, അതാണ് ഒരു ഡു ഫോളോ ബാക്ക്ലിങ്ക് എന്ന് പറയുന്നത്. ഇനി നോ ഫോളോ ബാക്ക്ലിങ്ക് എന്ന് പറഞ്ഞാൽ ഈ ബാക്ക്ലിങ്ക് എന്ത് പാസ് ചെയ്തേ ട്രാഫിക് പാസ് ചെയ്തുള്ളൂ, അതായത് ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാർ അതിലോട്ട് പോകും, പക്ഷേ എ എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് എ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് ബിയിലോട്ട് എന്ത് പാസ് ചെയ്യത്തില്ല, പേജ് അതോറിറ്റി അല്ലെങ്കിൽ ലിങ്ക് അതോറിറ്റി എന്ത് ചെയ്യത്തില്ല, പാസ് ചെയ്തില്ല. ലിങ്ക് അതോറിറ്റി പാസ് ചെയ്തില്ല എങ്കിൽ ഇപ്പൊ സപ്പോസ് ബിന് എന്തെങ്കിലും പെനാൽറ്റി കിട്ടിയാലും ഇത് ആരെ അഫക്ട് ചെയ്തില്ല, എ എന്ന് പറയുന്ന വെബ്സൈറ്റിനെ അഫക്ട് ചെയ്തില്ല. അതാണ് നോ ഫോളോ ബാക്ക്ലിങ്ക് എന്ന് പറയുന്നത്. സോ എ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ബി എന്ന് പറയുന്ന വെബ്സൈറ്റിനെ ഒരു നോ ഫോളോ ബാക്ക്ലിങ്ക് ആക്കി അവിടെ കാണിക്കും. ഈ ഒരു വെബ്സൈറ്റിനെ ഒരു നോ ഫോളോ ബാക്ക്ലിങ്ക് ആക്കുക എങ്ങനെയാന്ന് പറഞ്ഞാൽ നോ ഫോളോ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്, അതായത് ഓൾട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുത്ത പോലെ നമ്മൾ ഇതിന്റെ കൂടെ ഈ എക്സ്റ്റേണൽ ലിങ്കിന്റെ കൂടെ നോ ഫോളോ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് അതിന്റെ കൂടെ കൊടുക്കും. ഈ ആട്രിബ്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്തേ പാസ് ചെയ്തുള്ളൂ, ട്രാഫിക്കേ പാസ് ചെയ്യത്തുള്ളൂ, പകരം എന്ത് പാസ് ചെയ്തില്ല, പേജ് അതോറിറ്റി പാസ് ചെയ്തില്ല. പേജ് അതോറിറ്റി പാസ് ചെയ്തില്ല എങ്കിൽ ഇപ്പം ആരെയാണോ റെഫർ ചെയ്യുന്നത് ആ റെഫർ ചെയ്യുന്ന വെബ്സൈറ്റ് എന്തെങ്കിലും പെനാൽറ്റി കിട്ടുവാണെങ്കിൽ അത് എന്ത് ചെയ്തില്ല, നമ്മൾ അഫക്ട് ചെയ്തില്ല. ആ പേജിനെ മാത്രമേ എന്ത് ചെയ്തില്ല, അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിനെ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, അഫക്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ പോപ്പുലർ ആയിട്ടുള്ള വെബ്സൈറ്റ് എപ്പോഴും എന്ത് തരത്തുള്ളൂ, നമുക്ക് നോ ഫോളോ ബാക്ക്ലിങ്ക് തരത്തുള്ളൂ. നമുക്ക് എന്ത് തരത്തില്ല, ഡു ഫോളോ ബാക്ക്ലിങ്ക് തരത്തില്ല. ഡു ഫോളോ ബാക്ക്ലിങ്ക് എന്ന് പറയുമ്പോൾ രണ്ടും പാസ് ചെയ്യും, ട്രാഫിക്കും പാസ് ചെയ്യും, അതേപോലെ തന്നെ എന്തും പാസ് ചെയ്യും, പേജ് അതോറിറ്റിയും പാസ് ചെയ്യും. പേജ് അതോറിറ്റി പാസ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും, ഈ റെഫർ ചെയ്യുന്ന വെബ്സൈറ്റിനെ അഫക്ട് ചെയ്യും, അതേപോലെ തന്നെ ചെയ്ത വെബ്സൈറ്റിനെ എന്ത് ചെയ്യും, അഫക്ട് ചെയ്യും. പക്ഷേ ഇപ്പോൾ ഒരു നോ ഫോളോ ബാക്ക്ലിങ്ക് ആയിട്ടാണ് ഈ എക്സ്റ്റേണൽ ലിങ്ക് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നതെങ്കിൽ എന്തിനെ അഫക്ട് ചെയ്യത്തുള്ളൂ, പേജ് റെഫർ ചെയ്യുന്ന വെബ്സൈറ്റിനെ അഫക്ട് ചെയ്തില്ല, ഏത് വെബ്സൈറ്റിനെയാണോ ഞാൻ റെഫർ ചെയ്തിരിക്കുന്നത് ആ പേജിനെ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, അഫക്ട് ചെയ്തു. ഇതാണ് രണ്ട് ടൈപ്പ് ബാക്ക്ലിങ്ക്. സോ നമുക്ക് ഒരു ബാക്ക്ലിങ്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു രീതിയിലും കൊടുക്കാം. അപ്പൊ നമുക്ക് ട്രസ്റ്റഡ് അല്ലാത്ത വെബ്സൈറ്റിനെയാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്കൊരു നോ ഫോളോ ബാക്ക്ലിങ്ക് ആയിട്ട് അവിടെ കാണിച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യത്തില്ല, നമ്മളത് അഫക്ട് ചെയ്തില്ല. ഓക്കെ, ഇതാണ് ഓഫ് പേജസിൽ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഓഫ് പേജസിലെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ബാക്ക് ലിങ്ക് ആണ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ലിങ്ക് ആണ്. അത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് തരുന്നതെന്ന് പറഞ്ഞു. അതായത് നമുക്ക് മെയിൻ ആയിട്ട് തരുന്നത് വെബ്സൈറ്റിന്റെ ക്വാളിറ്റി ആണ്, അല്ല വെബ്സൈറ്റിന്റെ റാങ്കിങ് ഇംപ്രൂവ് ചെയ്യും, ട്രാഫിക് ഇംപ്രൂവ് ചെയ്യും, വെബ്സൈറ്റിന്റെ പോപ്പുലാരിറ്റി ഇംപ്രൂവ് ചെയ്യും, അതേപോലെ തന്നെ വെബ്സൈറ്റിന്റെ ട്രസ്റ്റ് എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, അതേപോലെ ഇതിന് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഒരു ബാക്ക് ലിങ്കിന് എന്ത് ചെയ്യാം, ഒരു വെബ്സൈറ്റിന്റെ അകത്ത് കൊടുക്കാം, ഒരു ഡു ഫോളോ ബാക്ക് ലിങ്ക് ആയിട്ടും ഒരു ഡോ ഫോളോ ബാക്ക് ലിങ്ക് ആയിട്ടും. ഒരു ഡു ഫോളോ ബാക്ക് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ട്രാഫിക്കും ലിങ്ക് അതോറിറ്റിയും പാസ് ചെയ്യുന്ന ഒരു ലിങ്കിനെയാണ് ഡു ഫോളോ ബാക്ക് ലിങ്ക് എന്ന് പറയുന്നത്. നോ ഫോളോ ബാക്ക് ലിങ്ക് എന്ന് പറഞ്ഞാൽ ട്രാഫിക് മാത്രമേ പാസ് ചെയ്യുള്ളൂ, പക്ഷെ എന്ത് പാസ് ചെയ്യത്തില്ല, പേജ് അതോറിറ്റി അല്ലെങ്കിൽ
ലിങ്ക് അതോറിറ്റി പാസ് ചെയ്യത്തില്ല. ഓക്കെ, അങ്ങനെയുള്ള ലിങ്കിനെയാണ് നോ ഫോളോ ബാക്ക് ലിങ്ക്. ഇപ്പൊ ട്രസ്റ്റഡ് അല്ലാത്തൊരു വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് എന്തായിട്ട് പാസ് ചെയ്യാം? ഒരു നോ ഫോളോ ബാക്ക് ലിങ്ക് ആയിട്ട് പാസ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇത്രയാണ് നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത്. സോ വെബിനാർ ഇവിടെ എൻഡ് ആവുകയാണ്. ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെയിൻ ആയിട്ടുള്ള ഒരു 5 ടൈപ്സും അതേപോലെ തന്നെ നമ്മൾ എന്താണ് ഒരു സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗിന്റെ അകത്ത് വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സും ആണ് ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും ഉണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ ചെറിയൊരു ബേസ് ആണ് പറഞ്ഞത്. നമുക്ക് ഡെയിലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, സോ നമ്മളെ സെഷൻ ഇവിടെ എൻഡ് ആവുകയാണ്. സോ നിങ്ങൾക്ക് ചാറ്റിൽ ആരും ലീവ് ചെയ്യരുത്. നിങ്ങൾക്ക് ചാറ്റിൽ ഇപ്പോൾ ഒരു ഫീഡ്ബാക്കിന്റെ ഒരു ഇതിടും. സോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫീഡ്ബാക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ലിങ്ക് ത്രൂ അറിയിക്കാം. എന്റെ വെബിനാറിന്റെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അറിയിക്കുക. സോ ടോപ്പിക് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Q&A സെക്ഷൻ ആണ്. സാർ രാഹുൽ സാർ, ഹലോ. ഹലോ, പറഞ്ഞോളൂ. Q&A സെക്ഷൻ ആണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മ്യൂട്ട്. ഓക്കെ, ചാറ്റ് ത്രൂ ആയാലും മതിയാവും. ചാറ്റ് ത്രൂ ആരെങ്കിലും മതിയാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ, ഇപ്പൊ എടുത്ത ടോപ്പിക്കിൽ എന്തെങ്കിലും ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യേണ്ടയോ അങ്ങനെ എന്തെങ്കിലും? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ജയലാൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓൾഡ് മാർക്കറ്റിംഗ് മോഡലാണോ? ഓൾഡ് മാർക്കറ്റിംഗ് മോഡൽ എന്ന് പറയത്തില്ല. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കറന്റ് ഇപ്പൊ എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. സോ അതിന് മുന്നേ നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇത്രയും പോപ്പുലർ ആയതിനു ശേഷമാണ് ഇപ്പൊ എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗിലോട്ട് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിന് മുന്നേ എന്തൊക്കെ പ്രാക്ടീസസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്, അതാണ് ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ അകത്ത് വരുന്നത്. അതായത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അതുവഴിയൊക്കെ നമ്മൾ ചെയ്യണതിന് മുന്നേ നമ്മൾ നോർമലി എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു, നമ്മൾ എന്തെങ്കിലും നോട്ടീസ് കൊടുക്കുന്നു, നമ്മൾ ഫ്ലെക്സ് വെക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയത് പഴയതെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പഴയതെന്നും പറയാം, അല്ലാണ്ട് നമ്മൾ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാണ്ട് അല്ലാണ്ട് ഓഫ്ലൈൻ ആയിട്ട് ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഓൾഡ് മെത്തേഡ്സ് അങ്ങനെയാണ് പറയാം. ഓക്കെ, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗിന് ലൈസൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ആവശ്യമില്ല. നമുക്കിപ്പം ഇതിനെപ്പറ്റി അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ആർക്ക് വേണമെങ്കിലും സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ചെയ്യാം. ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നേ ഉള്ളൂ, മാർക്കറ്റിംഗ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു വെബ്സൈറ്റ് വേണം. അപ്പം പെയ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗൂഗിൾ ആഡ്സിൽ നമുക്ക് ഒരു അക്കൗണ്ട് വേണം. അതിന് പെർമിഷൻ, അങ്ങനെ സെപ്പറേറ്റ് പെർമിഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർ ചിലപ്പം കുറച്ച് കമ്പനി റിലേറ്റഡ് ആയിട്ട്, നമ്മളിപ്പോൾ കൊമേഴ്സ് പരമായിട്ടായിരിക്കും നമ്മൾ അഡ്വർടൈസിങ് ചെയ്യുന്നത്. അങ്ങനെ കൊമേഴ്സ് പരമായിട്ട് അഡ്വർടൈസിങ് ചെയ്യുമ്പോൾ ഈ കമ്പനി റിലേറ്റഡ് കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. അതിനങ്ങനെ ലൈസൻസോ പെർമിഷനോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പം നമ്മളിപ്പോൾ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനിയുടെ എന്തെങ്കിലും രജിസ്ട്രേഷനോ അങ്ങനെ എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതൊരു അഡ്വർടൈസേഴ്സ് വെരിഫിക്കേഷൻ എന്ന് പറയും. കമ്പനി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു സോൾഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് അവർക്ക് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്ത് ഇത് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ ലൈസൻസോ അങ്ങനെ സെപ്പറേറ്റ് പെർമിഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഓക്കെ, എനി മോർ ഡൗട്ട്സ്? ഇപ്പൊ എടുത്തതിൽ എന്തെങ്കിലും ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ എന്തെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? Hope you guys enjoy copy strike സൈറ്റിന് കോപ്പറേറ്റ് സ്ട്രൈക്ക് പെർമനന്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ അത് എന്താണോ ആ പെനാൽറ്റിയുടെ ഇന്റൻസിറ്റി പോലെ ഇരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള സൈറ്റിൽ നിന്നാണ് നമ്മളിപ്പം ഒരു കണ്ടന്റ് കൊണ്ടുവന്ന് ഇടുവാണെങ്കിൽ അത്രത്തോളം ഇന്റൻസ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് ആയിരിക്കും വരുന്നത്. സ്ട്രൈക്ക് എന്ന് പറയത്തില്ല, നമുക്ക് പെനാൽറ്റി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ കോപ്പറേറ്റ്, ഇപ്പൊ ഒരുപാട് കോപ്പറേറ്റ് വരുന്നുണ്ട്. അതേപോലെ കോപ്പറേറ്റ് മാത്രമല്ല, ഇപ്പം സ്പാം ചെയ്യുന്ന വെബ്സൈറ്റ് ആണ്. ഇപ്പൊ വെബ്സൈറ്റിന്റെ URL കുറെ വെബ്സൈറ്റിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഓക്കെ ഓക്കെ ഒരുപാട് സൈറ്റിലൊക്കെ കൊണ്ടുവന്ന് ഞാൻ സ്പാം ചെയ്യുന്ന ഒരു സൈറ്റ് ആണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം ഒരുപാട് ഹാക്ക് ആയിട്ടുള്ള പോയിട്ടുള്ള സൈറ്റ് ആണ്. ഇപ്പൊ ഞാൻ ഒരുപാട് കോപ്പറേറ്റ് ഉള്ള കണ്ടന്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ വെബ്സൈറ്റിന്റെ സ്പാം സ്കോർ ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്റെ വെബ്സൈറ്റിന്റെ സ്പാം സ്കോർ ഇൻക്രീസ് ചെയ്യും. സ്പാം സ്കോർ ഇൻക്രീസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ട്രൈക്ക് ആയിട്ട് കിട്ടും. സ്ട്രൈക്ക് ആയിട്ട് കിട്ടൂല, ബ്ലോക്ക് ആയിട്ടാണ് പോകുന്നത്.
സ്ട്രൈക്ക് എന്ന് പറയത്തില്ല. സ്ട്രൈക്ക് ആയാലും അല്ലെങ്കിൽ ഇപ്പൊ ബ്ലോക്ക് ആയാലും ഓക്കെ, സ്ട്രൈക്ക് പോലെ തന്നെയാണ്, ബ്ലോക്ക് ആവും. പിന്നെ നമ്മൾ പിന്നെ റിന്യൂ ചെയ്തൊക്കെ എടുക്കേണ്ടി വരും. നമ്മൾ പിന്നെ റിവ്യൂവിനൊക്കെ അയച്ച്, ഗൂഗിളിന്റെ ഇതിന് റിവ്യൂവിനൊക്കെ അയച്ച് സ്പാം സ്കോർ ഒക്കെ കുറച്ച് പിന്നെയും റിക്കവർ ചെയ്ത് എടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെയാണ് സ്ട്രൈക്ക് വരുന്നത്. സ്ട്രൈക്ക് എന്ന് പറയത്തില്ല, ബ്ലോക്ക് ചെയ്യും, പെർമനന്റ്ലി പെനാൽറ്റി കൊടുക്കും എന്നാണ് ഞാൻ സിംപ്ലി പറയുന്നത്. യൂട്യൂബിലാണ് ഈ കോപ്പറേറ്റ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സിനി മോർ ഡൗട്ട്സ്? എന്തെങ്കിലും പറഞ്ഞ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Q&A സെഷൻ ആണ്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം, എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. ഐ തിങ്ക് ക്ലിയർ ആണെന്ന് തോന്നുന്നു എല്ലാവർക്കും. ഓക്കെ, ഇത് നമ്മള് സ്കോപ്പിന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ സെഷൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടി എന്തെങ്കിലും മിസ്സായിട്ടുണ്ട്, എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ടോപ്പിക് മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്യുക, അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. 2-3 ഡേയ്സിനകത്ത് വെച്ച് അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഒന്നുകൂടി സെഷൻസ് ഒന്നുകൂടെ നോക്കാം. സോ പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സെഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹോപ്പ് യു ഗൈസ് ഗെറ്റ് വാട്ട് ഐ മീൻ. ഓക്കെ, അതേപോലെ ഫീഡ്ബാക്ക് അറിയിക്കുക, എന്റെ ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് എങ്ങനെയാണെന്ന് അറിയിക്കുക. ഓക്കെ, ഇറ്റ് വിൽ ബി മച്ച് അപ്രീഷിയേറ്റഡ്. ഓക്കെ, ഫൈൻ. അപ്പം സെഷൻ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? സോ കമ്മിങ് കമ്മിങ് വെബിനാർസും എല്ലാവരും അപ്ഡേറ്റ് ചെയ്യാം. പറ്റുന്നതാണെങ്കിൽ ജോയിൻ ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സെഷൻസ് ഈ കുറെ വെബിനാർസ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഏതാണ് നിങ്ങളുടെ സ്കില്ല്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഏതാണ് ഓപ്ഷൻ എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ വരും. സോ ഇങ്ങനെയുള്ള വെബിനാർസ് മിസ് ഔട്ട് ചെയ്യാണ്ടിരിക്കുക. എല്ലാ ദിവസവും നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ഉറപ്പായിട്ടും ബാക്കിയുള്ള വെബിനാർസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സാർ ക്ലോസ് ചെയ്യാലോ ഇപ്പോ? സാർ, ഹലോ രാഹുൽ സാർ. ഫീഡ്ബാക്ക് ഫോം ഫീഡ്ബാക്ക് ഫോം അത് ലിങ്ക് ഇട്ടിട്ടില്ലായിരുന്നു. എല്ലാവരും ഫീഡ്ബാക്ക് ഫോം ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്തിടുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്, വിലപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് നമുക്കൊരു എൻകറേജ്മെന്റ്. സോ എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്ത് വെക്കുക, പിന്നെ എപ്പോഴെല്ലാം ഇട്ടിരുന്നാലും മതി. Things should one avoid while executing a brand marketing strategy. ബ്രാൻഡ് മാർക്കറ്റിംഗിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നോർമൽ നമ്മൾ മാർക്കറ്റിങ്ങിന് ചെയ്യുന്ന കാര്യങ്ങൾ, സെയിം കാര്യങ്ങൾ തന്നെയാണ് ബ്രാൻഡ് മാർക്കറ്റിംഗിനും ചെയ്യേണ്ട. അങ്ങനെ ഇന്ന സെപ്പറേറ്റ് മാർക്കറ്റിംഗ് എന്നൊന്നുമില്ല. ബ്രാൻഡ് മാർക്കറ്റിംഗ് വേറെ, ഇന്ന മാർക്കറ്റിംഗ് വേറെ, അങ്ങനെ ഒരു ഇതില്ല. ബ്രാൻഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ യൂണീക്ക് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. അതൊരു ഗ്ലോബൽ ലെവലായിരിക്കും മാർക്കറ്റ് ചെയ്യുന്നത്. ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ, ഓൾമോസ്റ്റ് എല്ലായിടത്തും കവർ ചെയ്യുന്ന ഒരു ഇതായിരിക്കുമല്ലോ. സോ ബ്രാൻഡ് മാർക്കറ്റിംഗ് വേറെ, അല്ലാണ്ട് ഈ മാർക്കറ്റിംഗ് ടെക്നിക് വേറെ, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. എല്ലാത്തിലും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സെയിം ആയിരിക്കും. നമുക്ക് ഈ ബ്രാൻഡ് മാർക്കറ്റിംഗ്, ഇപ്പം സപ്പോസ് ബ്രാൻഡ് മാർക്കറ്റിംഗിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം? നോർമൽ മാർക്കറ്റിംഗിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. നമ്മൾ യൂണീക്ക് ആയിട്ടുള്ള കണ്ടന്റ്സ് യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ ഡിഫറൻസ് ആയിട്ടൊന്നുമില്ല. ഓൺ ഷുഡ് അവോയ്ഡ് മീൻസ് കോപ്പറേറ്റ് ഇല്ലാത്ത കാര്യങ്ങൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു ആളുടെ കണ്ടന്റ് കണ്ടിട്ട് നമ്മൾ അതേപോലെ കോപ്പി ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു യൂണീക്നെസ് ഇല്ലല്ലോ. ബ്രാൻഡ്സ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് യൂണീക്ക് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ, കസ്റ്റമേഴ്സിന് യൂണീക്ക് ആയിട്ട് അപ്രോച്ച് ചെയ്യാന്നാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട്. പിന്നെ ഒരു ഗ്ലോബൽ ലെവലിൽ പോകുന്നുണ്ട്, അപ്പൊ അത്രത്തോളം നമ്മൾ ഇത് ഇടേണ്ടി വരും, എക്സ്പോഷർ കൊടുക്കേണ്ടി വരും. ഫൈൻ, ഐ തിങ്ക് എവരിതിങ് ഫൈൻ. സർ, ഹലോ സർ.
ഓക്കെ ഗൈസ്, ഇനി ഒന്നും ആഡ് ചെയ്യാനല്ലോ ആർക്കും. സോ നമുക്ക് സെഷൻ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. സോ താങ്ക് യു ഫോർ ജോയിനിങ് ആൻഡ് ഹോപ്പ് യു എൻജോയ് ദ സെഷൻ. ആൻഡ് നിങ്ങൾ ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കുക. സോ താങ്ക് യു ഫോർ ട്യൂണിങ് ഇൻ. ബൈ. പിന്നെ നമുക്ക് എന്തെങ്കിലും കൂടുതൽ ഇൻഫോ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, scopinia.org വെബ്സൈറ്റ് വഴി കോൺടാക്ട് ചെയ്യാം. നമ്മൾ കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും കോഴ്സ് റിലേറ്റഡ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഫർദർ ഇൻഫർമേഷൻ വേണ്ടിയിട്ടോ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, കോൺടാക്ട് ഞാൻ ചാറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ചാറ്റിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമോ? ഓക്കെ, ഞാൻ ചാറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. വെബ്സൈറ്റിൽ എല്ലാ ഡേറ്റയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ഡേറ്റ അല്ലെങ്കിൽ ഫർദർ ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ വെബ്സൈറ്റ് ചെക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും കോൺടാക്ട് നമ്പർ ആയിരുന്നാലും കോൺടാക്ട് ചെയ്താൽ മതി. എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. സോ താങ്ക് യു ഫോർ ജോയിനിങ്. ബൈ.